ഹായ് ഹലോ ഗായ്സ്, നമ്മൾ 75 എപ്പിസോഡ് കഴിഞ്ഞ് പറഞ്ഞാലല്ല, നമ്മൾ 75 കുറച്ചായി. നമ്മൾ 75 എന്നുള്ള നമ്പർ അക്നോളജ് ചെയ്യാൻ മറന്നുപോയി പലയിടത്തും. നമ്മൾ 75 എപ്പിസോഡായി. 75 സിൽവർ ജൂബിലി ആണോ? ഇല്ല, പ്ലാറ്റിനോ. 70 ശതാബ്ദി 70 സപ്തതിയിൽ. സപ്തതി പ്ലസ് 5 അല്ല 75 എന്താ സിൽവർ ജൂബിലി? അങ്ങനെ 75 എന്തോന്നാ പറയാ? 25 സിൽവർ ജൂബിലി. പ്ലാറ്റിനം പറയാം, സിൽവർ, ഗോൾഡ്. ഒരു സെക്കൻഡ്, ഈ കാലത്ത് എന്തിനാ ഇതിന് ഗൂഗിൾ ഉണ്ടല്ലോ, നമ്മൾ എന്തിനാണ് ഈ വിവരക്കേട് പറയുന്നത്? ഞാൻ പലപ്പോഴും ആലോചിക്കും. നിങ്ങൾ ബാക്കി പറ, അപ്പോഴത്തേക്ക് നമ്മൾ വിവരക്കേട് പറയുന്നല്ലോ, നമുക്ക് അറിയാവുന്ന കാര്യം പറയുന്നത്. ഇതെല്ലാം എല്ലാവർക്കും എല്ലാം അറിയണമെന്ന് ആരാ പറഞ്ഞത്? നമ്മളെല്ലാം അറിയാവുന്നവരാണ്, നമ്മളെങ്ങും പറയുന്നില്ലല്ലോ. ഇതൊരു ഇൻഫർമേഷൻ കൊടുക്കുന്ന 25 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിൽവർ ആനിവേഴ്സറി, അല്ലെങ്കിൽ സിൽവർ ജൂബിലി. 50 വർഷം ഗോൾഡ് ആനിവേഴ്സറി, 75 ഡയമണ്ട്, 60 എന്തോ അപ്പം പ്ലാറ്റിനം ആണ്. 60 അത് നമ്മുടെ നാട്ടില് ഷഷ്ടി പൂർത്തി ആണ്. 72 എന്തോന്നാണ്? 72 ഷഷ്ടി 60 അല്ല, ഷഷ്ടി 8. സപ്തതിയാണ് 70. 60 വേറെന്തോ പറയും, പക്ഷെ മറന്നുപോയി. തുടങ്ങ്. സപ്തതി. അപ്പോ ഗൈസ്, വെൽക്കം. സത്യം പറഞ്ഞ കറക്റ്റ് അല്ലേ? ഇതിന് വിവരം കൊടുക്കുന്ന പോഡ്കാസ്റ്റ് അല്ലേ ഇത്? അല്ലല്ല, അത് ഒരിക്കലല്ല, അതിന്റെ കാര്യമില്ല. നമ്മളെന്തിനാ വിവരം കൊടുക്കുന്നത്? ഗൂഗിളുള്ളപ്പോൾ നമ്മളായിട്ട് എന്തിനാ എക്സ്ട്രാ വിവരം കൊടുക്കുന്നത്? ഇത്രയും വിവരം കൊടുക്കുന്ന ലോകത്തിൽ നമ്മൾ വിവരമില്ലാത്ത കുറച്ച് വർത്തമാനങ്ങളാണ് വിറ്റോക്സ് കൊണ്ടുവരുന്നത്. വിവരം ഇല്ലാത്തതല്ല, നമ്മുടെ വിവരങ്ങളാണ് ഇത് പറയുന്നത്. അത് കേൾക്കുന്ന ആൾക്കാർക്ക് ഹാപ്പി ആവുന്നവർ ഹാപ്പി ആവട്ടെ, ചീത്ത വിളിക്കട്ടെ. നമ്മുടെ സിൽവർ ജൂബിലി കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഡയമണ്ട് ജൂബിലി 100ാമത്തെ എപ്പിസോഡ് നമ്മൾ ലൈവ് എപ്പിസോഡ് ചെയ്യുന്നതായിരിക്കും കൊച്ചിയിൽ വെച്ച്. കൊച്ചിയിൽ നമ്മുടെ കോമൺസ് പറഞ്ഞ സ്പേസിൽ വെച്ച് നമ്മൾ ചെയ്യുന്നതായിരിക്കും. വളരെ ഗ്രാൻഡ് ആയിട്ട് പല പല സിനിമാ നടന്മാരും ചാർലി ട്രാൻസ് തുടങ്ങിയ സിനിമയിൽ അഭിനയിച്ച 30 സീറ്റ് ലിമിറ്റഡ്, ഒരു 30 സീറ്റ് ഷോ നമുക്ക് ചെയ്യാം ലൈവായിട്ട്, വിറ്റ് ടോക്ക് ഷോ. നിങ്ങൾ സംസാരിക്കുന്നു, നമ്മൾ കേൾക്കുന്നു. അത് തന്നെ. ഡേറ്റ് നമ്മൾ നേരത്തെ അനൗൺസ് ചെയ്യും. റിവേഴ്സ് സാധനമാണ്. സോ വെൽക്കം ടു അവർ ന്യൂ എപ്പിസോഡ് ഓഫ് വിറ്റ് ടോക്സ്. അപ്പോൾ ഇന്നത്തെ വിഷയം കല്യാണം. ഇതില് ഞാൻ പാട്ട് പാടായിരുന്നിരുന്നതിന്റെ കാരണം അതാ, ഇതിൽ കല്യാണം കഴിച്ചിട്ടുള്ള ഞാൻ മാത്രം. അപ്പൊ ഇവന് ട്രോമയാണ് ഈ സൗണ്ട്. പാട്ടൊന്നുമില്ല. പുതിയ കുടുംബത്തിൻ കതിരുകൾ ഉയരുന്നു, തിരുസഭ വിജയത്തിൻ. അതായത് മരണം വരുന്ന നാളല്ലേ അത് മരിപ്പിനുള്ള. അപ്പൊ ജോണിന്റെ കല്യാണത്തിന്റെ എക്സ്പീരിയൻസിനെ പറ്റി പറയും. അല്ല, എന്താണ് കല്യാണം എന്ന് പറഞ്ഞാൽ രണ്ട് വ്യക്തികൾ ഒരുമിച്ച് ജീവിതം ഷെയർ ചെയ്യാൻ തീരുമാനിക്കുന്നു. സമൂഹത്തിന്റെ നേരത്തെ പറഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ദി സൊസൈറ്റി ആവാൻ തീരുമാനിക്കുന്നു. അതെ, അത് അവർ ലോകത്തിനോട് അനൗൺസ് ചെയ്യുന്ന ഇവന്റ് ആണ് കല്യാണം. രണ്ട് വ്യക്തികൾക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ വീട്ടുകാരും നാട്ടുകാരും ലൈസൻസ് തരികയും നിങ്ങൾക്ക് ഈ ലൈംഗിക ബന്ധത്തിലൂടെ നിങ്ങൾക്ക് കുട്ടികളെ ഉണ്ടാക്കി നിങ്ങളുടെ കയ്യിലുള്ള വസ്തുവകകൾ അവർക്ക് വർഷങ്ങളായിട്ട് ട്രാൻസ്ഫർ ചെയ്ത് ജനറേഷനായിട്ട് കൊടുക്കാൻ വേണ്ടിയുള്ള ലൈസൻസ് ആണ് കല്യാണം. അല്ല, അത് പുറത്തുനിന്ന് കാണുന്നവരുടെ കല്യാണത്തിനെ കുറിച്ചുള്ള കൺസെപ്റ്റ് മാത്രമാണ്. ബാക്കിയുള്ള ഒരു 3 വർഷം ഒരു ദാമ്പത്യ ജീവിതം നയിച്ച എന്നെ സംബന്ധിച്ച് 30 വർഷം ദാമ്പത്യ ജീവിച്ച ആൾക്കാരെ നമ്മൾ എന്റെ പേരൻസ് അത് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ 3 വർഷം, നീ 5 വർഷം കഴിഞ്ഞിട്ട് അത് നിന്റെ ഒതന്റിക് അഭിപ്രായം ഞങ്ങൾ എടുക്കാം. 5 പോകും നമ്മൾ നോക്കണ്ടേ? ആ ഒരു തലമുറയിൽ സത്യത്തിൽ 8 കൊല്ലമൊക്കെ ആകുമ്പോഴേ നമുക്ക് അറിയത്തില്ല ദാമ്പത്യം മുന്നോട്ട് പോകുമല്ലോ. അങ്ങനെ സാധനം 12 years age എന്നൊക്കെ പറയുന്ന സാധനമുണ്ട്. 12 years age എന്നൊക്കെ നമുക്ക് 12 വർഷം വരെയൊക്കെ സഹിക്കാൻ പറ്റും, അതിൽ കൂടുതൽ സഹിക്കാൻ പറ്റത്തില്ല. ശരിക്കുള്ള ഒരു തിയറി, അങ്ങനെ ഒരു ഇംഗ്ലീഷ് തിയറി ഉണ്ട്. അവർ പറയുന്നതായിട്ട് 11 വർഷം കഴിഞ്ഞാൽ അതൊക്കെ കഴിഞ്ഞാലേ ഇത് കൂട്ടത്തില്ല. അവിടെ നിന്നെ ഞങ്ങൾ കൂട്ടത്തില്ല. എന്നാലും നീ പറഞ്ഞോ? ഇല്ല, അങ്ങനെയല്ല. ഇതില് വെറുതെ ഈ ലൈംഗിക ബന്ധത്തിന് മാത്രം കൂട്ടിക്കെട്ടുന്ന ഒരു സാധനമല്ല കല്യാണം എന്ന് പറയുന്നത്. ഒരു 2 ആൾക്കാർ ഒരുമിച്ച് ജീവിക്കണ പോയിന്റില് അത് തീരുമാനിക്കുമ്പോൾ ഇത് മാത്രല്ല കാലത്തൊടങ്ങി വൈകുന്നേരം വരെ ഞാൻ എന്റെ പോയിന്റ് ഞാൻ എന്താ പറഞ്ഞത്?
രണ്ടുപേര് തമ്മിൽ ലൈംഗിക ബന്ധത്തിന് നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും കുടുംബവും സൊസൈറ്റിയും കൊടി പിടിക്കുന്ന എന്നാണ് ഞാൻ പറഞ്ഞത്. രണ്ടുപേർക്ക് ലൈംഗിക ബന്ധം നടത്തുന്ന കല്യാണത്തിന് ആവശ്യം അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇത് ഒഫീഷ്യലി നിങ്ങൾക്ക് അപ്രൂവൽ നിങ്ങൾ ഇത് എന്തുകൊണ്ടും ചെയ്തോ എന്ന് പറയുക, അതിൽ കൂടെ നിങ്ങൾ കുട്ടികളെ ഉണ്ടാക്കി നിങ്ങളുടെ ജനറേഷണൽ വെൽത്ത് നിങ്ങളുടെ കുടുംബത്തിൽ മാത്രം ഒതുക്കി നിർത്താൻ വേണ്ടി ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയുള്ള പ്രോസസ്സാണ് കല്യാണം. അതാണ് ഞാൻ പറഞ്ഞത്. ഈ കല്യാണമൊക്കെ നീ പറഞ്ഞ പോയിന്റ് എനിക്കറിയാം, ഇപ്പം വർഷങ്ങളായിട്ട് നമ്മളോട് പറയുന്ന പോയിന്റാണ്. ആ പോയിന്റ് പറഞ്ഞാൽ അതിന് കല്യാണത്തിന്റെ ആവശ്യമില്ലല്ലോ. ആ പോയിന്റിൽ എവിടെയാണ് നീ പറഞ്ഞ മറ്റേ പോയിന്റിൽ എവിടെയാണ് കല്യാണം വാലിഡ് ആവുന്നത്? കല്യാണം വാലിഡ് ആവുന്ന എന്തിനാണ് കല്യാണം? രണ്ട് സോൾ തമ്മിലുള്ള ഒന്നിക്കൽ എന്ന് പറയുന്ന മറ്റേ ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറയാം. നമ്മളെന്ന് പറയുന്നത് ഈ ഭൂമിയിൽ ഒറ്റയ്ക്ക് വന്നവരല്ല. അല്ല നമ്മള് ഫാമിലി ആയിട്ട് നമ്മൾ ഭയങ്കര റൂട്ടഡ് ആണ്. നമുക്ക് അപ്പൻ അമ്മ ഇങ്ങനെ പറയുന്ന ആൾക്കാരെല്ലാരും നമ്മുടെ ജീവിതത്തിലുണ്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഈ നമ്മൾ ഈ പറഞ്ഞ സെറ്റപ്പിലേക്ക് മാറാണ്. അതായത് ഒരു ഫാമിലി സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ ഒരു വ്യക്തിനെ നമ്മുടെ ഫാമിലിയിലേക്കാണ് കൊണ്ടുവരുന്നത്. അതിന് നമ്മൾ ഇവരോടെല്ലാവരോടും അതിർത്തി കാണിച്ചത് അല്ലല്ല, നമ്മൾക്ക് സത്യമായിട്ട് രണ്ട് ആൾക്കാർ തമ്മിലുള്ള ഇതല്ല കല്യാണം എന്ന് പറയുന്നത്. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു ഒന്നിക്കലല്ല കല്യാണം. അതിനിപ്പോ ലിവിങ് റിലേഷൻ തന്നെ മതി, അല്ലെങ്കിൽ ഒരു വേറൊരു സിറ്റിയിൽ ജീവിക്കണമെങ്കിൽ അത് മാത്രം ചെയ്താൽ മതി. പക്ഷെ രണ്ട് ഫാമിലി, അങ്ങനെ ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള ആൾക്കാർ തമ്മിൽ ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ കല്യാണം എന്ന് പറയുന്ന സെറ്റപ്പിലേക്ക് വരണം. ഞാൻ ഇങ്ങനെയാണ് ജീവിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ പറഞ്ഞൊരു സെറ്റപ്പിലേക്ക് ജീവിതം തുടങ്ങാൻ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നു. ഞങ്ങൾ ഇനി ഒരുമിച്ച് ജീവിക്കുന്നു. ഒരുമിച്ച് നമുക്ക് ഉള്ള ഇതിൽ ഇന്നത്തെ കാലത്തൊക്കെ ജനറേഷണൽ വെൽത്ത് ഷെയർ ചെയ്യാന്ന് പറഞ്ഞ സാധനം, അതിനും മാത്രമുള്ള വെൽത്ത് ഇതിങ്ങനെ പകുതി ആയി പോയോണ്ടിരിക്കുകയാണല്ലോ. അധ്വാനിക്കുന്നുണ്ടല്ലോ, ആൾക്കാർ കൂട്ടുന്നുണ്ടല്ലോ. നമുക്കില്ലെന്നോ നാട്ടിറക്കില്ലെന്നുണ്ടോ? നമുക്കുണ്ടാവില്ല, പക്ഷെ നാട്ടുകാർക്ക് ഇതൊക്കെ ഉണ്ടെന്ന്. അപ്പൊ അതാ പറഞ്ഞ ഫാമിലി സെറ്റപ്പിലേക്ക് വരുമ്പോ നമ്മൾ ഇവരൊക്കെ ആയിട്ട് നമ്മുടെ ബന്ധുക്കളും എല്ലാവരും ഇതിൽ ഇൻവോൾവ് ആണ് പ്രസ്തുത പ്രസ്ഥാനത്തിൽ. അതെ, നമ്മൾ ജീവിതത്തിലല്ലേ തന്നെ ഒരു സെറ്റ് ഓഫ് റോൾസ് ഇങ്ങനെ കളിച്ചോണ്ട് വരികയാണ് അല്ലേ. ആദ്യം ആരുടെയെങ്കിലും ജീവിതം തന്നെ ഒരു വലിയ മകനാണ് അങ്ങനെ. പിന്നെ അപ്പൊ നമ്മൾ എന്താണ് ഒരു ജോലി കിട്ടുമ്പം അപ്പൊ നമുക്ക് ഈ റോൾസ് ചെയ്യാനുള്ള കൺവീനിയൻസിന് വേണ്ടി നമുക്ക് സൊസൈറ്റിയുടെ സപ്പോർട്ട് വേണം അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ജോലി കിട്ടിയാൽ, ഞാനിപ്പോൾ ഒരു ഡോക്ടറാണെങ്കിൽ ഞാൻ 10 എടുത്തോടെ ഞാൻ ഡോക്ടറായി എന്നുള്ളത്. അപ്പോൾ ആൾക്കാർ ഞാൻ റോള് ചെയ്താൽ മാത്രം പോരാ, ആൾക്കാർ എന്നെ അങ്ങനെ കാണുകയും ചെയ്യണം, എന്നാലും എനിക്ക് ഈ റോള് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കല്യാണം എന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ ഭർത്താവ് അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഭാര്യ വോട്ടെവർ, അത് എൻ്റെ ഒരു പുതിയ ഐഡൻറ്റിറ്റി ആയിട്ട് മാറുമ്പോഴാണ്, അത് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യണം എന്ന് വരുമ്പോഴാണ് നമ്മൾ കല്യാണത്തിലോട്ട് പോകുന്നത്. വേറെ ഒരാളുമായിട്ട് ജീവിക്കണേന് കല്യാണം വേണ്ട. അപ്പൊ എപ്പോഴും ഈ ഒരു ലിവിങ് ടുഗദർ റിലേഷനിൽ പോണ ഒരാൾ ഏത് പോയിന്റിലാണ് കല്യാണം കഴിക്കണം തീരുമാനിക്കുന്നത്? ഇതിനൊരു അംഗീകാരം വേണം ഇതിൽ എനിക്കൊരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഒരു അഡ്രസ്സാണ് എന്റെ ഫാമിലി എന്ന് പറയുന്നത്. ആ ഫാമിലി എന്ന യൂണിറ്റുകൾ ഒന്നിക്കുന്നതിലാണ് നിങ്ങളിങ്ങനെ ഫാമിലി എന്ന യൂണിറ്റുകൾ ഒന്നിക്കുമ്പോഴാണ്, അതായത് എനിക്ക് ഒരു പോയിന്റിൽ അതാണ് ഒറ്റയ്ക്ക് വന്നതല്ല. അതായത് ഞാനെന്നൊരു മോൻ എന്ന കഥാപാത്രം അവിടെ കിടക്കുന്നുണ്ട്. പിന്നെ പുതിയതായിട്ട് ഞാൻ എന്നൊരു ബോയ് ഫ്രണ്ട് എന്ന കഥാപാത്രം കൂടെ ഉണ്ട്. ഇത് ബ്ലെൻഡ് ആവുന്നില്ല. ഇത് ബ്ലെൻഡ് ആവുന്ന പോയിന്റിലാണ് കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നത്. നമ്മൾ തമ്മിൽ ഇഷ്ടപ്പെടണമെന്ന് നോക്കണ പോയിന്റിലല്ല. ഈ ആളെ വെച്ച് എന്റെ ഫാമിലിയിൽ പോയാൽ എനിക്ക് ജീവിക്കാൻ പറ്റുമെന്നുള്ളതാണ്. എന്റെ സ്വസ്ഥത കെടാതെ എനിക്ക്, അതുപോലെ തന്നെ ആളെയും പൂർണ്ണമായിട്ടും ഒരാളെ നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാന്ന് പറയുന്നത് ആ ഒരു വ്യക്തിനെ മാത്രം ഉൾക്കൊള്ളാൻ പറ്റുക എന്നുള്ളതല്ല, ആളുടെ ഒരു ഫാമിലി ഇതിൽ നിന്ന് കൊണ്ടുവരണേ. ഒരു ദിവസം അവിടെ നിന്ന് പറിച്ചെടുത്ത് ഇനി തുടങ്ങി അവരാരും ഇല്ല, ഇനി എനിക്ക് ഇവിടെ ആരും ഇല്ല എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ വളരെയധികം എൻ്റെ അറ്റാച്ച്ഡ് ആണ്. അവളും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇൻക്ലൂസീവായ ഒരു സെറ്റപ്പാണ് കല്യാണം. ഇത് തന്നെ ഞാൻ പറഞ്ഞത്. എന്താ നീ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് ഇതിന്റെ വേറെ ഇതിന്റെ ലൈംഗികത മാത്രം. ഞാൻ പറഞ്ഞ പോയിന്റ് ഞാൻ ഇവര് പറഞ്ഞ വ്യത്യാസമായിട്ട് എന്താ ഞാൻ പറഞ്ഞ പോയിന്റ്, രണ്ട് വ്യക്തികൾ തമ്മിൽ ഈ പറയുന്ന കൂട്ടായ്മയിൽ ഇതിനകത്തുള്ള വ്യത്യാസം. ഇപ്പൊ നിനക്ക് നിന്റെ ഫ്രണ്ടിനെ വീട്ടിൽ കൊണ്ടുവരാം, താമസിപ്പിക്കാൻ പ്രശ്നമൊന്നുമില്ല, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ. ഇത് ആൾക്കാർ അംഗീകരിക്കുന്ന പോയിന്റ്. ഇത് കല്യാണം കഴിഞ്ഞൊരു ചെയ്യണില്ലേ? ഇത് ആൾക്കാർ അംഗീകരിക്കുന്ന പോയിന്റ്. അതായത് സൊസൈറ്റി അതങ്ങനെ കല്യാണത്തിന് ശരിക്കും കാണുന്നത്. നമ്മളുടെ
രണ്ട് കൂട്ടർ തമ്മിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ബന്ധത്തിന് വേണ്ടി ആൾക്കാരെ ഒന്നിച്ചു കൂട്ടി രണ്ട് കുടുംബങ്ങളും സൊസൈറ്റിയും അറിഞ്ഞ് എല്ലാവരുടെയും അനുഗ്രഹ ആശീസ്സുകളോടുകൂടി നീയല്ലേ ഇപ്പൊ പറഞ്ഞ വേണമെന്ന്? വേണമെന്നല്ല ഞാൻ പറഞ്ഞ അവര് ഫാമിലി അക്നോളജ് ചെയ്യണം. തന്നെയാണ് നിങ്ങൾ ഈ പറയുന്ന പോയിന്റ് തന്നെയാണ്. ഇതിനെ നിങ്ങൾക്ക് ഇങ്ങനെ കൊടുത്ത് നമ്മുടെ കുടുംബ സെറ്റപ്പ് വളർത്തുന്ന പരിപാടി തന്നെയാണ് കല്യാണം. ഇത് ഈ പറയുന്ന സാധനം നമ്മൾ ഇതിനെ പൊളിറ്റിസൈസ് ചെയ്യുന്നതിലും റൊമാൻറ്റിസൈസ് ചെയ്യുന്നതിലും വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞ പോയിന്റ് വെച്ചാൽ വിവാഹം കല്യാണം തീരെ റൊമാൻറ്റിസൈസ് ചെയ്യുന്ന സാധനമേ അല്ല. ഇതിന് അത് നിങ്ങൾ രണ്ട് വ്യക്തികളുടെ ഒന്നാകുന്ന സാധനം. രണ്ട് വ്യക്തികൾ ഒന്നാകുന്നതിന് ഇവിടെ ആണെങ്കിൽ ഒരു നിയമത്തിന്റെ ആവശ്യമില്ലല്ലോ. നമ്മൾ ഇനി ജീവിതകാലം മൊത്തം ഒന്നായിയേ ജീവിക്കൂ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് കല്യാണം. അല്ല, അപ്പോൾ ഡൈവേഴ്സ് സാധനം അതിൻ്റെ കൂടെ ആഡ് ചെയ്യത്തില്ലല്ലോ. അങ്ങനെ ഒരു സാധനം കല്യാണത്തിലില്ല സത്യത്തിൽ. അങ്ങനെ ഡൈവേഴ്സ് ആഡ് ചെയ്യത്തില്ല. അതാ പറഞ്ഞ അവിടെ ആ പോയിന്റിൽ നമ്മൾ വിചാരിക്കുന്നത് ഈ പാർട്ട്ണറായിട്ട് എനിക്ക് ജീവിതകാലം മുഴുവൻ ജീവിക്കണം എന്ന് നമുക്ക് ആ സമയത്ത് തോന്നുന്ന ഒരു സംഭവം വിചാരിച്ചിട്ടാണല്ലോ എല്ലാവരും കല്യാണത്തിന്. അതാണ് പറയണത്. ആ സമയത്ത് അതാ പറയുന്നത്. പിന്നെ ഒരു പോയിന്റിൽ വെച്ച് അപ്പൊ ഈ പണ്ട് ഈ അറേഞ്ച്ഡ് മാരേജ് എന്ന് പറഞ്ഞാൽ ഫാമിലിനെ തമ്മിൽ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ പറഞ്ഞ പ്രസ്ഥാനം കാരണം, അതായത് നമ്മുടെ ഫാമിലി ആയിട്ട് അവരുടെ ഫാമിലി യോജിക്കും. ആ സമയത്ത് ഇവര് തമ്മിലുള്ള മാച്ച് രണ്ടാമതാ നോക്കണേ. ഇന്നത്തെ കാലത്ത് ആൾക്കാർ ഈ മാച്ച് ആദ്യം നോക്കി കഴിഞ്ഞിട്ട് ആ ഫാമിലിയും കൂടി നോക്കിയിട്ട് കല്യാണത്തിലേക്ക് പോണു എന്നുള്ള ഒരു സാധനം വരുന്നു. റിൻഷാൻ എന്താണ് കല്യാണം? എനിക്കിന്ന് രാത്രി എന്ത് കഴിക്കണം എന്ന് പോലും അറിയില്ല. അപ്പോഴാണ് കല്യാണത്തിന് പറയുന്നത്. അപ്പോഴാണ് കല്യാണം കഴിക്കുന്നത്. ഇതൊക്കെ 32-ാമത്തെ വയസ്സിൽ പറയാവുന്ന ഉത്തരവാണോ റിൻഷാൻ? അല്ല, ഞാൻ കല്യാണം കഴിഞ്ഞ് എനിക്കും കല്യാണം കഴിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു ചിന്തയൊന്നും ഇല്ല. അതായത് ഇതാണ് എല്ലാം കൂടെ പ്രിപ്പയർഡ് ആയിട്ട് ഒരാള് കല്യാണം കഴിക്കാന്ന് പറഞ്ഞാൽ നടക്കുന്ന എനിക്ക് തോന്നുന്നു. അല്ല, ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ കല്യാണം കഴിച്ചിട്ട് എനിക്കിപ്പോ എന്റെ ലൈഫിൽ ഞാൻ കല്യാണം കഴിച്ചതിൽ നല്ല തീരുമാനം തോന്നിയപ്പോ ഞാൻ ഉണ്ടാക്കിയൊരു തിയറിയാണ്. അതായത് ഇതാണ് ചെയ്തൊരു ആക്ഷൻ പിന്നീട് ജസ്റ്റിഫൈ ചെയ്യുന്ന ഒരു പരിപാടി. ജസ്റ്റിഫൈ ചെയ്യല്ല ചെയ്യണേ. എനിക്ക് ഞാൻ എൻ്റെ ഇത്രയും നാളത്തെ ലൈഫിൽ ഞാൻ ഈ കല്യാണം എന്ന് പറഞ്ഞ സംഭവത്തിൽ ഹാപ്പി ആയിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് നോക്കുമ്പോൾ അത് ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ മാത്രമുള്ള ഒരു യോജിക്കലുകൊണ്ടല്ല, എനിക്കും ഇവൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളുടെ ഫാമിലീനെ ഉൾക്കൊള്ളാൻ പറ്റുന്നത് കൊണ്ടും കൂടിയാണ് എന്നുള്ള മനസ്സിലാക്കലാണ്. ഓക്കെ, നീ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അനുവിനോട് നീ സംസാരിച്ച് തുടങ്ങിയപ്പോ നീ ആ ഒരു ആംഗിളും കൂടെ നോക്കുമായിരുന്നു? ഇല്ല. പിന്നെ എങ്ങനെയാണ് നീ മനസ്സിലാക്കുന്നത്? നോക്കി ഇയാൾ എന്റെ ഫാമിലി ആയിട്ട് ഒത്തുപോകും? അത് കുറെ നാൾ കഴിഞ്ഞതിന് ശേഷം തന്നെയാണ് സംസാരിച്ച്. ആദ്യം പോയിന്റിലാണ് അനു മറിയപ്പോളിനെ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നത്. ഞാൻ പറഞ്ഞുതരാം. ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാന്ന് ചോദിച്ചപ്പോ പയറ്, കടല, പരിപ്പ്, കഞ്ഞി എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. ഓക്കെ, സെറ്റ്. എന്റെ സാമ്പത്തികം വെച്ചിട്ട് പോറ്റാൻ പറ്റുന്ന ഒരു കുട്ടി. ഞാൻ പോറ്റാൻ പറ്റുന്നല്ല, നമുക്ക് രണ്ട് കുട്ടി ഇത്രയല്ലേ ഉള്ളൂ, കുറച്ച് വാങ്ങി കൊടുത്താൽ മതിയല്ലോന്നായിരിക്കല്ലേ. അവളെ ഞാൻ പോറ്റേണ്ടി വരില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. ജോൺ സ്മാർട്ടായിട്ടാണെന്ന് എനിക്ക് തോന്നിയത്. അതിലോട്ട് ഞാൻ പിന്നെ വരാം. ജോണിന്റെ അതായത് ജോൺ അനുവിനെ മീറ്റ് ചെയ്യണം മുമ്പേ ജോണിന് കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതായത് ഇവർക്ക് രണ്ടുപേർക്കും ഇല്ലായിരുന്നു ആഗ്രഹം. അല്ല, ജോൺ ജനറലി ലൈഫിൽ ജോൺ കല്യാണം കഴിക്കാൻ ആൾക്കാർ നിൽക്കുകയാണെങ്കിൽ അവർക്ക് കല്യാണം കഴിക്കാൻ പ്ലാൻ ഇല്ലെന്നല്ലേ. കിട്ടുമെന്നുള്ളായിരുന്നു ആ സമയത്ത്. ആ സമയത്ത് എനിക്ക് പെണ്ണ് കിട്ടുമെന്നുള്ള സംശയമില്ല. ഞാനന്ന് എന്റെ പീക്കില്ല. അപ്പൊ ജോൺ ഞാനൊരു 30-ാമത്തെ വയസ്സിൽ ജോണിനെ കാണുവാണെങ്കിൽ ജോൺ കല്യാണം കഴിക്കാൻ ജോൺ നിന്നോട് താല്പര്യം തോന്നില്ല? അല്ല, എനിക്ക് ആ സമയത്തൊന്നും ഇല്ല. എനിക്ക് കല്യാണം എന്നുള്ള സാധനം ചിന്തിക്കാനുള്ള എന്റെ ബേസിക് സെറ്റപ്പ് പോലും എന്റെ ഇല്ല 30-ാമത്തെ വയസ്സിൽ. അതായത് ഞാൻ അതിനു വേണ്ടി എഫർട്ട് ഇടാനും തയ്യാറല്ല. അപ്പൊ നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് വിചാരിച്ച കാര്യം എന്താ, കല്യാണം കഴിക്കണില്ല. അതായത് ഞാൻ അതിനു വേണ്ടി പണിയെടുക്കാനോ ഈ അങ്ങനത്തെ ഒരു ചിന്ത എന്റെ കയ്യിലില്ല. കല്യാണം കഴിക്കാൻ വേണ്ടി ജോലിക്ക് പോകാന്നുള്ള സെറ്റപ്പ് എന്റെ കയ്യിലില്ല. എന്റെ അടുത്ത് എന്റെ അമ്മ പറഞ്ഞിട്ട് ജോലി ഇല്ലാണ്ട് നീ പെണ്ണ് കെട്ടാനും പോണില്ല, ഇവിടെ അതിന്റെ ഇതിന്റെ എന്ന് പറഞ്ഞിട്ട് നിന്നെ കെട്ടിക്കാനും പോണില്ല. ഞാനിപ്പോ ഈ ഫേസിലേ ഇരിക്കുന്നത്. അപ്പൊ ആ സമയത്ത് എന്റെ കാര്യത്തിൽ വളരെ ക്ലാരിറ്റി ഉണ്ട്. ഞാൻ കല്യാണം കഴിക്കില്ല എന്നുള്ളൊരു തീരുമാനമുണ്ട്. ഞാൻ മറ്റേ ബുദ്ധിജീവി കളിച്ചു നടക്കുന്ന സമയം കൂടെയാണ് അത്. ബുദ്ധിജീവി കളിച്ചു നടക്കണമെന്നില്ല. അല്ല, ഞാൻ വായ തോന്നിയതൊക്കെ എന്താ, അല്ല എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ചെയ്തു നോക്കണ്ട ആ സമയത്ത്. അതായത് ഇങ്ങനത്തെ ഒരു പണി ഒരു ജോലി സ്ഥലത്ത് ഞാൻ അത്ര സമയം കൊണ്ട് പോയിട്ടുള്ള ജോലി സ്ഥലത്തെല്ലാം ഞാൻ പോണത് ജോലി അവർക്കൊരു ജോലിയായിരിക്കും എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതായത് ഞാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യം വളരെ മോശമായിട്ട് ചെയ്യണം. അതാണ് ഞാൻ ഇൻട്രസ്റ്റ് ഉള്ള കാര്യം ചിലപ്പോൾ
ഒന്നും നോക്കാണ്ട് നീയൊക്കെ എന്നെ പറയണ മടിയനെ അല്ലാണ്ട് ചിലപ്പോ കാണാനൊക്കെ കൊണ്ട് കേട്ടോ മടിയെന്ന് പറഞ്ഞു അതെല്ലാരും പറയാറുള്ളതാ എന്നെ പെട്ടെന്ന് ആ ഒരു സാധനം കണ്ടു. സത്യം പറഞ്ഞ ഈ കല്യാണം എന്ന് പറഞ്ഞ പരിപാടിയോട് കൂടി നീ ആൻസറബിൾ ആവണം വേറൊരു പുതിയ ടീമിന്റെ അടുത്തും കൂടെ. എനിക്ക് കല്യാണത്തിനെ പറ്റി എന്തും ചോദിച്ചിട്ടും ആൻസർ പറയാൻ ഞാൻ കോൺഫിഡന്റ് ആണ്. പഠിപ്പിച്ചു വിട്ടിട്ടുണ്ട്. നീ കുറെ ആൾക്കാർ കൂടെ മറുപടി നീ മുൻപുണ്ടാകുന്നതിനേക്കാൾ നീ ബാക്കിയുള്ള കുറെ ഒരു സെറ്റ് ഓഫ് ആൾക്കാർ കൂടി നീ ആൻസർ കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണ്. നീ എന്തൊക്കെ തീരുമാനം എടുക്കുമ്പോഴും അതില് വേറെ സ്വന്തം ഫാമിലി മാത്രമല്ല വേറെ കുറെ ആൾക്കാരും കൂടെ അതിനകത്ത് ഇൻവോൾവ് ആണ്. നീ പറഞ്ഞ പോലെ അനുവിന്റെ ഫാമിലി ഒരു പരിധി വരെയല്ലോ ഇൻവോൾവ്. എന്നാലും ഇപ്പൊ ജോണിന് പണ്ടത്തെ അത്ര ഫ്രീഡം ഇല്ലല്ലോ. ആ പരിധി ഓരോരുത്തർക്കും ഓരോ. ഇനി വേറൊരു സ്ത്രീ വന്ന് ജോണിനെ അപ്രോച്ച് ചെയ്യാണ്, ജോണിന്റെ അടുത്ത് പറയാണ് ജോണെ എന്ന് പറയുകയാണെങ്കിൽ അപ്പൊ ചിന്തിക്കില്ല ഞാൻ ക്ലിയർ ആയില്ലത് ക്ലിയർ ആയില്ല ജോണെ അത് സ്റ്റാൻഡപ്പ് ചെയ്യാവുന്നതാണോ ഒരു പരിപാടി സ്റ്റാൻഡപ്പ് ചെയ്യണം. അല്ല ജോണിന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞ ജോണേ എന്ന് പറഞ്ഞു. ഓക്കെ അപ്പൊ ജോൺ എന്തായാലും അത് എൻകറേജ് ചെയ്യില്ല. കാരണം ജോൺ എന്നുവെച്ചാൽ അത് അങ്ങോട്ടൊരു ലൈനിലോട്ട് ജോണിന് പോകാൻ താല്പര്യമില്ല. കാരണം ജോൺ ആൻസർ നമ്മൾ പോവില്ല അല്ലേ. അത് കല്യാണം കഴിഞ്ഞോണ്ടല്ലേ. ഇതൊരു ഞാണിന്മേൽ കളികളല്ലേ. കല്യാണം കഴിക്കാത്ത അനീസിക്കാനെ പോലെ ഇരുന്നിരുന്നെങ്കിൽ. അല്ല ഞാൻ പറയട്ടെ, കല്യാണം കഴിഞ്ഞോണ്ട് ഞാൻ ഒരു മനുഷ്യൻ കല്യാണം കഴിച്ചുകൊണ്ട് ആൾക്ക് വേറൊരു സ്ത്രീനെ കാണുമ്പോഴോ ഒരു ഓപ്പോസിറ്റ് സെക്സിനോട് താല്പര്യം തോന്നാണ്ടിരിക്കുന്നില്ല. ഞാനത് എന്റെ ഭാര്യയോടും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പെണ്ണുങ്ങളെ കാണുമ്പോ നല്ല താല്പര്യം ഒക്കെ തോന്നും. പക്ഷെ എന്താ തോന്നണം അത് ഞാനപ്പോ അവള് അപ്പൊ ഒരു ഇതുപോലെ നിനക്ക് അങ്ങനെയൊക്കെ തോന്നുന്നു, പിന്നെ തോന്നാണ്ട് എല്ലാവർക്കും തോന്നുന്നു. അത് തോന്നില്ല എന്ന് പറയണം പെരുങ്കള്ളൻ. സത്യം. അതിൽ അത്രയും ഇൻവെസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവില്ല. അതായത് ഞാൻ എന്റെ ഭാര്യയില്ല വേറൊരു സ്ത്രീയെ ഞാൻ നോക്കില്ല, അങ്ങനെയുള്ളവരൊക്കെ പുറത്ത് ഈ ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, കല്യാണം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഭയങ്കരമായിട്ട് നോക്കി തുടങ്ങും. എന്നാണ് ദിവ്യ പ്രണയം എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലേ? ഉണ്ട്, ദിവ്യമായിട്ട് നല്ല പ്രണയമായിരുന്നല്ലോ. മരിച്ചു അല്ലേ? അനീസിക്ക നാളെ ഇതേപോലെ ഒരു സ്ത്രീയെ മീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതുപോലെ എന്ന് വെച്ചാൽ ഇപ്പൊ അനു മറിയാപ്പോൾ ജോണിന്റെ ജീവിതത്തിലോട്ട് വന്നതിന് ശേഷമാണല്ലോ ജോൺ ഇപ്പൊ കല്യാണം കഴിച്ച് സെറ്റ് ആയത്. അപ്പൊ അത്രയും നാള് ജോണാണ് ഈ കല്യാണത്തിനെ പറ്റി ചിന്തിച്ചിട്ടില്ല. സംഭവിച്ചു പോയതാണ്. അനീസിക്ക് നേരത്തെ പറഞ്ഞ ആംഗിൾ എന്ന് പറയുന്നത് ഒരു സെക്സിന്റെ അല്ലെ ലൈംഗികതയുടെ ഒരു ലെൻസിൽ നിന്നാണ് പ്രൈമറിലി കല്യാണത്തിന്റെ ഒരു ഫിലോസഫി പുള്ളി പറഞ്ഞു. ജോൺ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുടുംബ ഭദ്രത അല്ലെങ്കിൽ എന്താ പറയാ, അല്ല അത് നേരത്തെ അല്ല ഒന്നാമത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇത് മറ്റേ കണ്ണോട്ടന്മാര് വന്നിട്ട് ആനേനെ പറിച്ച് പറയണ ലൈംഗികത ഇമ്പോർട്ടന്റ് ആണ്, ഫാമിലി ഓറിയന്റഡ് ആയിട്ട് ചിന്തിക്കണം എന്നുള്ളത് ഇമ്പോർട്ടന്റ്. അതിൽ കൂടുതൽ ഇമ്പോർട്ടന്റ് ലൈംഗികതയാണെന്നാണ് അല്ലേ. കുറച്ചുകൂടെ ഒരു പടി മോളിൽ നിൽക്കുന്ന ലൈംഗികതയാണ്. ഫാമിലി ഓറിയന്റഡ് അല്ലെങ്കിലും പിന്നെ കുഴപ്പമില്ല, അത് പ്രയോറിറ്റീസ്. എടാ ഒരു കല്യാണം കഴിച്ചു കഴിയുമ്പോ നിനക്ക് മാറും കുറച്ച്. അതായത് നീ പറഞ്ഞത് ത്വര കുറയുന്നാണ് പറയുന്നത്. അവരോടുള്ള പറയും ബാക്കിയുള്ള അതല്ലെങ്കിൽ നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോഴാണല്ലോ ഈ പുതിയ പുതിയ കാറ്റഗറി ഓഫ് സെക്സ് വാട്ടർ പല നമ്മൾ കല്യാണ കഥകൾ പറയാനായിട്ട്. കല്യാണ കഥകൾ നീ ചോദിക്കാൻ വന്നത് എന്നോട് ഇതുപോലെ പെട്ടത് അവിടെ എനിക്ക് പ്രശ്നമുണ്ട്. ഓക്കെ അങ്ങനെയല്ല. ഇപ്പൊ ഒരു സ്ത്രീ അനീസിക്ക ബംബിളിലോ മീറ്റ് ചെയ്തു, നിങ്ങൾ രണ്ടുപേരും വളരെ അടുപ്പത്തിലായി. അനീസിക്കയ്ക്ക് എല്ലാവരോടും തോന്നുന്നു പോലെ ആ കുട്ടിയോടും പ്രണയം തോന്നുന്നു, ആ കുട്ടിക്ക് അനീസിക്കയോട് തിരിച്ചു പ്രണയം തോന്നുന്നു. നിങ്ങൾ വളരെ നല്ല സിങ്കാണ്. ഓക്കെ, അപ്പോൾ ആ കുട്ടിയാണെങ്കിൽ അനീസിക്ക എടുത്ത് പറയുന്നത് നമുക്ക് കല്യാണം കഴിക്കാം. ആ കുട്ടി ഏത് പോയിന്റിൽ അനീസിക്ക കല്യാണം കഴിക്കാൻ പറയുന്നത്? എന്തിനാണ് കുട്ടി കല്യാണം കഴിക്കാന്ന് പറയുന്നത്? അനീസിക്ക ഏത് കുട്ടികളെ കാണുമ്പോൾ അനീസിക്കയുടെ മോഡ് പറയും, കുട്ടി ഞാൻ ഇങ്ങനെയാണ്, ഇതാണ് ഞാൻ. അത് പുള്ളി എല്ലാവരോടും അപ്രണ്ട് പറയാറുണ്ടെന്നാണ് എന്റെ ഒരു അറിവ്. അപ്പൊ അത് അറിഞ്ഞുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ പുള്ളി മീറ്റ് ചെയ്യുന്ന പാർട്ട്നേഴ്സ് ഒക്കെ പുള്ളിയുടെ ലൈഫിലോട്ട് വരുന്നത്. എന്നോട് ഒരാൾ പോലും ഇതുവരെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞിട്ടില്ല. ഇല്ല, കാരണം ആൾക്കാർക്കറിയാം എന്നെ മാരേജ് ചെയ്യുന്ന ഈ കോൺസെപ്റ്റിൽ, മാരേജിന്റെ ആൾക്കാരുടെ കോൺസെപ്റ്റിൽ നിന്ന് ഞാൻ ഭയങ്കര ഡിഫറെന്റ് ആണെന്ന് അറിയാം.
മാരേജ് എന്നുള്ള കോൺസെപ്റ്റ് എന്താണ് ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം. അതായത് ഈ പറയുന്ന സൊസൈറ്റിയുടെ അനുവാദത്തോടു കൂടി ഒരു ഫാമിലി കെട്ടിപ്പൊക്കുക എന്നുള്ളത്. അതിൽ സെക്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടും സെക്സിനുള്ള ഈ പറയുന്ന നമ്മുടെ സൊസൈറ്റിയിൽ സെക്സിനുള്ള പെർമിഷൻ എന്ന് പറഞ്ഞാൽ മാരേജ് ആണെന്നൊരു മെജോറിറ്റി ആൾക്കാർ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടും ഇപ്പം മാത്രം അതിനെ മാറ്റി ചിന്തിക്കാൻ ആൾക്കാർക്ക് കഴിവ് വന്നതുകൊണ്ടും ആ സെക്സിൻ്റെ ലൈസൻസ് ആയിട്ട് മാരേജിനെ കണ്ടുകൊണ്ടിരുന്ന സിസ്റ്റം നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത് നമ്മുടെ കയ്യിലുള്ള ഈ പറയുന്ന വെൽത്ത്, ഇത് നമുക്ക് നമ്മുടെ ഫാമിലിക്ക് വേണ്ടി മാത്രമായിട്ട് വെച്ച് പോകുന്ന സിസ്റ്റം തന്നെയാണ് മാരേജ് എന്ന് പറയുന്നത്. ഇതിനെ നിങ്ങൾ രണ്ട് ഫാമിലിയുടെ, നിങ്ങൾക്ക് അതിനെ എങ്ങനെ വേണമെങ്കിലും പറയാം, രണ്ട് സോൾസിന്റെ എന്താ പരിശുദ്ധമായ ഒന്നാകൽ ഫാമിലിയുടെ ഇതെങ്ങനെ പറയാം. പക്ഷെ സത്യത്തിൽ ഇതാണ് സംഭവം. ഇതിന്റെ അപ്പുറത്ത് നിങ്ങൾ എങ്ങനെ നോക്കിയാൽ ഇതിനെ നിങ്ങൾ ഇവിടെ നിന്ന് ഇതിനകത്തുനിന്ന് നോക്കാതെ ഇതിനെ പുറത്തേക്കൊന്നും നോക്കിയാൽ ഇത് മനസ്സിലാവുന്ന കാര്യമുള്ളൂ. അല്ലെങ്കിൽ നിനക്ക് ജോണിനും അനുമരിയ പോലും സ്നേഹിക്കണമെങ്കിൽ, ഒന്നിച്ച് താമസിക്കണമെങ്കിൽ, ജീവിക്കണമെങ്കിൽ എന്തിനാണ് കല്യാണം എന്നുള്ള സൊസൈറ്റിയുടെ സെറ്റപ്പ്? നിങ്ങൾ ഇതിനെ പേര് എനിക്ക് എന്റെ വീട്ടുകാരുടെ നിന്റെ വീട്ടുകാർക്ക് നിങ്ങളുടെ അപ്പൊ പറഞ്ഞ വീട്ടുകാരെ സംബന്ധിച്ച് റിലീജിയസ് ആയിട്ടുള്ള സാധനം കൂടെ വരുന്നത്. ഇല്ല, റിലീജിയസ് എനിക്ക് വീട്ടുകാരുടെ ഈ മാരേജ് എന്ന് പറയാൻ എന്താ, സഭ അറിഞ്ഞ് കല്യാണം കഴിക്കണം എന്നുള്ളതാണ് വീട്ടുകാരുടെ കോൺസെപ്റ്റ്. അപ്പൊ ഇവനിഷ്ടമല്ലായിരിക്കും അവർക്ക്. അപ്പം ഇവരെന്തിനാ ഫോളോ ചെയ്യുന്നത്? ഇവർക്ക് എല്ലാവരുടെ സൊസൈറ്റിയുടെ മൊത്തം താല്പര്യവും സൊസൈറ്റിയുടെ മൊത്തം ഈ പറയുന്ന അനുഗ്രഹാശിസ്സുകൾ അത് തന്നെയാണ്. അതുണ്ടാവണമെങ്കിൽ ഈ പറയുന്ന ഇവർ പറയുന്ന വഴി കൂടെ പോകണം എന്നുള്ളിടത്താണ് നമ്മൾ ഇതിനകത്ത് എത്തുന്നത്. അവർക്ക് ആൾക്കാർ എന്തുകൊണ്ടാണ് പേടിക്കുന്നത്? ആൾക്കാർക്ക് എല്ലാവർക്കും ഒരാളെ ആവശ്യമുണ്ടെന്നുള്ള തോന്നൽ അവരുടെ ഇൻസെക്യൂരിറ്റി കിടപ്പുണ്ട്. അത് കിട്ടണമെങ്കിൽ ഈ പറയുന്ന കല്യാണത്തിൽ എത്താവുന്ന ഒരു വലിയ മെജോറിറ്റി ഇവിടെ നിന്ന് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഒഴുകിപ്പോകും. വലിയൊരു ഒഴുക്ക് ഇവിടെ നടക്കുകയാണ്. സത്യത്തിൽ ഈ മാരേജ് സിസ്റ്റം എന്നോ തുടങ്ങിയപ്പോൾ അന്ന് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. നമ്മൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നമ്മളിന്ന് ജെൻഡർ ഇതിനെയൊക്കെ പൊളിച്ചെഴുതുമ്പോഴും ഇപ്പോഴും നമ്മൾ ഈ മാരേജിൻ്റെ പുറകെ പോകുന്നതിന് കാരണം നമുക്ക് പല പറയുന്ന ട്രെൻഡുകളെയും നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പേടിയായതുകൊണ്ട് നമുക്കതിനുള്ള ഒരു പുതിയ സെറ്റപ്പോ സിസ്റ്റമോ മനസ്സിലാവാത്തതുകൊണ്ടാണ്. ഇപ്പം ഇന്ന് ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞാൽ പോകുന്ന ആൾക്കാർക്ക് പോലും ആഗ്രഹം കല്യാണം കഴിക്കണം. കാരണം എല്ലാവരും ഇൻസെക്യൂർ ആണ്. മാരേജ് ട്രാപ്പ്. നമ്മളെ എല്ലാ കാര്യങ്ങളും ആരുടെ പേരിൽ ഇപ്പൊ നീ ഒരു കല്യാണം കഴിക്കുകയാണെങ്കിൽ സർക്കാരിന് ഉദ്രകടലാസ് എഴുതി ഒപ്പിട്ട് കൊടുക്കണം. നിനക്ക് അതിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ നീ എന്ത് പാടാന്ന് ആലോചിക്കുക. അതാണ് ട്രാപ്പ് എന്ന് പറയുന്നത്. നീ ആലോചിച്ചപ്പം സർക്കാർ വന്ന് ചോദിച്ചായിരുന്നു നിന്റെ അടുത്ത്, മോനെ നിങ്ങൾ തമ്മിൽ കോമ്പറ്റബിൾ? സർക്കാർ ഇത് ചെയ്യുന്നത് സർക്കാരിന്റെ കടലാസിൽ ഒപ്പിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പുറകെ നീ തൂങ്ങണം. പിന്നെ ഈ പറഞ്ഞാൽ വീട്ടുകാർ അവർക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല. രണ്ടുപേര് തമ്മിൽ അവർക്ക് അവരുടെ കുടുംബം, അവരുടെ റിലീജിയൻ, അവരുടെ സോഷ്യൽ സ്റ്റാറ്റസ്, ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഇതിനൊത്തു വരിക എന്നുള്ളതാണ്. അല്ലാതെ ഇവർ രണ്ടുപേരും എങ്ങനെ ജീവിക്കുന്ന ആർക്കും ബാധകമല്ല. വന്ന് ചോറിട്ട് പോകുന്നവർക്ക് അവർക്ക് അതിൻ്റെ പുളിശ്ശേരിയുടെയും ബിരിയാണിയുടെ മസാലയുടെയും കുറവ് മാത്രം പറഞ്ഞാൽ മതി. ഇവരെ ആരും ബാധിക്കുന്നതല്ല. സോ മാരേജ് ഇസ് എ ട്രാപ്പ്. നീ ഇവൻ നേരത്തെ പറഞ്ഞ വെച്ചല്ലോ, ഇപ്പം ഇവൻ പറഞ്ഞ പോയിന്റ് ഇതാ, എൻ്റെ ഫാമിലിയിലേക്ക് ഒരാളെ കൊണ്ടുവരും. എന്തിനാണ് വേറൊരാളെ നമ്മുടെ ഫാമിലിയിലേക്ക് കൊണ്ടുവരുന്നത്? അവർക്ക് അവരുടെ ഫാമിലി ഉണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി ഉണ്ട്. ഇവിടുത്തെ മാരേജിൻ്റെ മെജോറിറ്റിയും ഒരു പെണ്ണിനെ വേറെ ആണിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകലാണ്. വളരെ റയറായിട്ട് കേസിലുണ്ട്. നമ്മൾ ഇവർ രണ്ടുപേരും കൂടെ പുറത്തൊരു വീട്ടിൽ താമസിക്കുന്നു, അല്ലെങ്കിൽ വളരെ അതിൽ മൈനോറിറ്റി ആയിട്ട് ആണിനെ പെണ്ണിൻ്റെ വീട്ടിലേക്ക് ദത്തെടുക്കുന്ന പോലെ. ഇതെല്ലാം നിങ്ങൾ താമസിച്ചു വന്ന ഫാമിലിയിൽ നിങ്ങളുടെ സ്വന്തമായിരുന്നു, നിങ്ങൾ ഒറ്റയ്ക്കല്ല വന്നതെന്ന് പറയുന്ന നിങ്ങളുടെ സ്വന്തമായിരുന്ന സെറ്റപ്പിലേക്ക് നിങ്ങൾ വേറൊരാളെ കൊണ്ടുവരേണ്ട കാര്യമില്ല എന്ന് എൻ്റെ പോയിന്റ്. നിങ്ങൾ അങ്ങനെ കൊണ്ടുവരുമ്പോൾ വേറൊരാളെ നിങ്ങൾ അവരുടെ ഈ പറഞ്ഞ സ്വന്തത്തിൽ നിന്ന് വലിച്ചു എടുത്തുകൊണ്ടിരുന്ന കാര്യമില്ല. അങ്ങനെയാ കൊണ്ടുവരുന്നത്. കാരണം ഈ പറയുന്ന സൊസൈറ്റി സെറ്റപ്പ് അതായതുകൊണ്ട്. അല്ലാതെ ഏതെങ്കിലും ഒരു പെണ്ണിന് അവർ മനസ്സിൽ തൊട്ട് പറയട്ടെ എനിക്ക് വേറെ ഭർത്താവിൻ്റെ വീട്ടിൽ പോയി നിൽക്കണം. ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ജോലിയുള്ളതുകൊണ്ട്, ഇപ്പോൾ അനുവിൻ്റെ കേസ് പറഞ്ഞാൽ അനു മധുരയിൽ പിന്നെ പെരുമ്പാവൂരൊക്കെ നിൽക്കുന്ന അനുവിന് ജോലിയുള്ളതുകൊണ്ട്. അല്ലെങ്കിൽ അനു ഇവിടെ നിൽക്കുന്നത് ജോണിൻ്റെ വീട്ടിലാണ്. അപ്പോൾ അനു എന്തിനാണ് ജോണിൻ്റെ വീട്ടിൽ പോയി നിൽക്കുന്നത്? അനുവിന് ഇപ്പോൾ ജോണിനെ എത്ര ഇഷ്ടമുണ്ടെങ്കിൽ അനുവിൻ്റെ വീട്ടിലല്ലേ നിൽക്കേണ്ടത്. അനുവിന് അവൻ്റെ അമ്മയെ അച്ഛനെ കളഞ്ഞിട്ട് വേണ്ട കാര്യമില്ലല്ലോ. ഇത് ചെയ്യുന്ന എന്തുകൊണ്ടാണ്? നമ്മൾ ഈ സൊസൈറ്റി സിസ്റ്റം ഇങ്ങനെ വെച്ചുകൊണ്ട് ഇവൾ അവിടെ ജീവിക്കേണ്ടതാണെന്നും വിചാരിക്കുന്നതുകൊണ്ട് ഇപ്പോഴും അങ്ങനെ വിചാരിക്കുന്ന പേരൻസ് ആവുള്ളൂ. ഇവൾ എന്തെങ്കിലും എൻ്റെ വീട്ടിൽ നിന്ന് പുറത്ത് പോകേണ്ടവളാണെന്ന്. നമ്മുടെ റിലേറ്റീവ്സ് അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അവൾ നമ്മുടെ അല്ല, അവളെ നമ്മൾ വേറൊരു വീട്ടിൽ കൊടുക്കാവുള്ള, അവൻ നമ്മുടെയാ എന്നാണ് എല്ലാവരുടെയും കോൺസെപ്റ്റ്. സോ ആ വഴിയിൽ നോക്കുമ്പോൾ മാരേജ് ട്രാപ്പ് തന്നെയാണ്. പിന്നെ നമ്മൾ ഇതൊക്കെ പറഞ്ഞാൽ പെണ്ണിനെ ബുദ്ധിമുട്ടോ, ശരിക്കും ആണാണ് ഇതിൽ ട്രാപ്പ് ആവുന്നത്. എൻ്റെ റൂം, എൻ്റെ വീട്. എനിക്ക് തോന്നുന്നു നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമില്ല. അതായത് ഈ മാരേജ് എന്ന് പറയുന്ന വെൽത്ത് എൻ്റെതാണെന്നുള്ള ഒരു വെൽത്ത് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയാണ് ആദ്യമായിട്ട് മാരേജ് വരുന്നതും. വെൽത്ത് ആൾക്കാരുടെ കറക്റ്റ് ഓർഡറിലോട്ട് കൊടുക്കുക, ഓണർഷിപ്പ് കീപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഗവൺമെന്റ് കുറെ സെറ്റപ്പ് കൊണ്ടുവന്നിട്ടുള്ളത്. അതിലൊരു സെറ്റപ്പാണ് മാരേജ്. അതോടൊപ്പം തന്നെ ഈ പല പേരൻസിന്റെ പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. അതായത് ആണിനെ സംബന്ധിച്ച് ആണത്തെ സൊസൈറ്റിയിൽ എൻ്റെ ഓണർഷിപ്പിലുള്ള മോനായിരിക്കണം. അതായത് ഒരു സ്ത്രീ പല ആൾക്കാരുടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും അൺപ്രൊട്ടക്റ്റഡ് സെക്സിൽ ഏർപ്പെടുകയാണെങ്കിൽ ആരുടെ കുട്ടിയാണെന്നുള്ളത് നമുക്കറിയാൻ പറ്റാതെ പോകുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണല്ലോ വേണം ജെനറ്റിക്കൽ ടെസ്റ്റ് ഉണ്ടെന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ആണിന് അവന്റെ ജീനിലുള്ള
പ്രൊഡിജിയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. എൻ്റെ കുടുംബം, എൻ്റെ തായ് വഴി, എൻ്റെ വഴിയിലുള്ള ആളിനെ കൊണ്ടുവരണമെങ്കിൽ ഒരു പെണ്ണിനെ അവൻ്റെ കൺട്രോളിനകത്ത് വെച്ച് അവൻ അവളെ പ്രാപിച്ച് അവൾക്ക് കുട്ടികളുണ്ടാക്കി കൊടുത്ത് മുന്നോട്ട് പോയാലേ പറ്റത്തുള്ളൂ. ഇതിനെ നമുക്ക് ഏത് ടേംസിൽ വേണമെങ്കിൽ പറയാം. ഞാൻ കാണുന്ന ടേംസ്, എന്നെ സംബന്ധിച്ച് മാരേജ് ഒരു നെഗറ്റീവ് ടേമാണ്. മാരേജ് ഞാൻ കാണുന്ന കോൺസെപ്റ്റിൽ, ഞാൻ കാണുന്ന ആംഗിളിൽ നോക്കും എനിക്ക് മാരേജ് ഒരു മോശം സിസ്റ്റം ആയിട്ടാണ് തോന്നുന്നത്. അത് പെണ്ണുങ്ങൾക്കല്ലേ കൂടുതൽ മോശം, തിരിച്ച് ആണുങ്ങൾക്ക് ഭയങ്കര മോശമാണ്. ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ റൂം, എൻ്റെ വീട്, നിന്റെ ഫ്രണ്ട് പറഞ്ഞ സാധനം എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ റൂം, എൻ്റെ വീട്, എൻ്റെ അമ്മയച്ഛന്, ഇതിനകത്തേക്ക് ഞാനൊരു സ്ത്രീയെ കൊണ്ടുവരുന്നത് എനിക്ക് ഇഷ്ടമല്ല, നമ്മുടെ അമ്മയച്ഛന് ഇഷ്ടമല്ല. പിന്നെ നീ ചോദിച്ച പോയിന്റിൽ വീണ്ടും ഞാൻ അതിലേക്ക് വരാം. എൻ്റെ അടുത്ത് ആരും ചോദിച്ചിട്ടില്ല ഇതുവരെ. പണ്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ ചെറിയ സുഹൃത്തുക്കളൊക്കെ കുഞ്ഞു സമയത്തൊക്കെ, നീ മുസ്ലിം അല്ലായിരുന്നു ഞാൻ നിന്നെ കിട്ടുമായിരുന്നില്ല. കുട്ടിക്കാലത്ത് ആദ്യം നീ മുസ്ലിം അല്ലായിരുന്നു ഞാൻ നിന്നെ കിട്ടുമായിരുന്നില്ല അങ്ങനെ പറയുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് നിനക്ക് അങ്ങനെ ഒരു റിലേഷൻ നിൽക്കാൻ പറ്റുമായിരുന്നെങ്കിൽ നിന്നെ കല്യാണം കഴിക്കുമായിരുന്നടാ. അതായത് ഒരിക്കലും ഓപ്പൺലി ആൾക്കാരൊന്നും. പിന്നെ ആൾക്കാർ കൂടെ ജീവിക്കാറുണ്ട്. അവരെ സംബന്ധിച്ച് അവർ നോക്കുന്നത് ഇത് ഏറ്റവും സേഫ് ആയിട്ടുള്ള, കംഫർട്ടബിൾ ആയിട്ടുള്ള, ഇത്രയും വിശാലമായിട്ടുള്ളൊരു ഫോർട്ട് കിട്ടുന്ന എന്നുള്ള അവരുടെ അഡ്വാൻറ്റേജിനകത്ത് അവരെ സംബന്ധിച്ച് അവർ കാണുന്ന അഡ്വാൻറ്റേജ് ആണ്. ഒരുപാട് പേർക്ക് അവർക്ക് തോന്നാണ് ഇത്ര കംഫർട്ടബിൾ സ്പേസ് വേറെ കിട്ടത്തില്ല. പക്ഷെ അത് ഓൺ ചെയ്യാൻ നോക്കുമ്പോൾ അവർക്കറിയാം ഇത് ഓൺ ചെയ്യാൻ പറ്റില്ലെന്ന് അറിയുന്നതുകൊണ്ട് ആൾക്കാർ മാറിപ്പോകുന്നതാണ്. ഇനി അതിന് ട്രൈ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവരൊരിക്കലും കല്യാണം എന്നുള്ള പോയിന്റ് പറയില്ല. അവർക്കും അറിയാം ഇത് കല്യാണം എന്നുള്ള പോയിന്റിലേക്ക് എത്തിച്ചാൽ അവർ വിടുമെന്നുണ്ട്. അതുകൊണ്ട് ആരും എന്നോട് കല്യാണം ചോദിച്ചിട്ടില്ല. ഇനി അങ്ങനെ ഒരാൾ ചോദിക്കുക വെച്ചാൽ നീ എന്ത് പോയിന്റിലാണ് എന്നോട് ഒരാളൊന്ന് കല്യാണം ചോദിക്കുന്നത്? ഇപ്പോൾ ഇതല്ലാതെ ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ, ഒരു പെണ്ണ് എന്നോടൊന്ന് കല്യാണം ചോദിക്കണമെങ്കിൽ ഞാൻ ഏസോ നോ പറയണമെങ്കിൽ ഞാൻ അതിനകത്തൊരു സാധനം എൻ്റെ ലൈഫിലോ എൻ്റെ സിറ്റുവേഷനിലോ എൻ്റെ ചിന്താഗതിയിലോ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരാൾ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരാളെ അങ്ങനെ കണ്ടിട്ടില്ല. അതായത് ഇങ്ങനെ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് ഇതാണ് ഇതിലാണ് ഇതിലാണ് നിന്റെ ജീവിതത്തിന്റെ ബാക്കി ഇരിക്കുന്നതെന്ന് തോന്നൽ എനിക്ക് ഒരിടത്തും വരത്തില്ല. അങ്ങനെ വരണില്ല, മനുഷ്യന് വരാൻ പാടില്ല. കാരണം മനുഷ്യൻ എന്ന് വെച്ചാൽ അങ്ങനെ ഒരു സാധനത്തിലേക്ക് ഒതുങ്ങണ്ടവനാണോ? അല്ലേ അല്ലേ? കൊറേ തത്വം കേട്ടിട്ട് അല്ല, ഇത് രണ്ടുപേരും പറയുന്നത് എൻ്റയർലി ഡിഫറെന്റ് സംഭവങ്ങളെ പറ്റിയിട്ടാണ്. അതായത് ഇവന് താല്പര്യമില്ല അങ്ങനത്തെ ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിട്ട്. അപ്പൊ അവ അതിന് കണ്ടെത്തിയിട്ടുള്ള കുറെ കാരണങ്ങളുണ്ട്. അതെ, അങ്ങനെയാണല്ലോ ഇത്. അങ്ങനെ ഇങ്ങനെയാ, അതായത് നീ കുറെ കാരണം കണ്ടെത്തിയിട്ട് ഇത് ഇങ്ങനെ വേണ്ടെന്ന് വിചാരിക്കുന്നതാവാം, നീ വേണ്ടെന്ന് വിചാരിക്കുന്ന കാരണം കണ്ടെത്തുന്നോ? രണ്ടാണ്. അനീസിക്ക ഒരു സമയത്ത് കല്യാണം നോക്കുന്നില്ല. ഞാൻ പെണ്ണ് കണ്ടിട്ടുണ്ട്, ഞാൻ മാട്രിമോണി സൈറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എൻ്റെ അമ്മയ്ക്ക് ഇപ്പോഴും കാണാൻ എനിക്കറിയത്തില്ല ഫോണിലുണ്ടോന്ന്. അവർ നോക്കിയിട്ട് ഞാൻ പെണ്ണ് കാണാൻ പോകുമായിരുന്നു. ഞാൻ മാട്രിമോണി സൈറ്റ് ആ സമയത്ത് കല്യാണം തന്നെയായിരുന്നു ഉദ്ദേശം. അല്ല, ഞാനൊരു ഷുഗർ അഡിക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. നമുക്ക് ഏറ്റവും ഫ്രീ ആയിട്ട് ലഡുവും വീട്ടുകാരുടെ ഭയങ്കര പ്രഷർ. നിങ്ങൾ ഏത് പോയിന്റിലാണ് ചിന്തിച്ച കല്യാണം വേണ്ട? അങ്ങനെ എനിക്ക് അങ്ങനെ പോയിന്റ് ഉണ്ടോന്ന് അറിയത്തില്ല. കാരണം ഭയങ്കരമായിട്ട് പറഞ്ഞിരുന്ന കാര്യം കല്യാണം കഴിക്കാന്നൊക്കെ പ്ലാനിലുണ്ടായിരുന്നോ ചെറുപ്പ സമയത്ത് കല്യാണം കഴിക്കാൻ? ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങളുടെ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പ്രയോറിറ്റി എന്ന് പറയാം അല്ലെ? നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു ധാരണയുണ്ട്. അപ്പൊ അത് നിങ്ങൾ നോക്കുന്നു. ഇൻഡിവിജ്വൽ ചോയ്സ്. അതന്നെ, അത് കല്യാണം കഴിക്കുന്നത് തെറ്റാണെന്ന് ഞാൻ പറയുന്നത്. നിങ്ങൾ കല്യാണം കഴിക്കരുതെന്ന് ഒരിക്കലും പറയത്തില്ല. ഞാൻ ആൾക്കാരെ കെട്ടാൻ പ്രേരിപ്പിക്കുകയും എൻ്റെ സുഹൃത്തുക്കളുടെ കല്യാണത്തിലേക്ക് ഞാൻ കൂടെ നിൽക്കുകയും ചെയ്യുന്ന ആളാണ്. കാരണം എനിക്കറിയാം മനുഷ്യൻ ഭയങ്കര വീക്കാണ്, മനുഷ്യൻ ഭയങ്കര ഇൻസെക്യൂർ ആണെന്നുള്ള നമ്മൾ അടുത്ത് നിന്ന് കാണുന്നുണ്ട്. നമ്മുടെ കൂടെ അത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ആളുകൾ പോലും എന്തോരം ഉള്ളിൽ ഇൻസെക്യൂർ ആണെന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു സപ്പോർട്ട്, ലൈഫ് ലോങ് ഒരു സപ്പോർട്ട് അവർ ആഗ്രഹിക്കുന്നത്. അത് വർക്കാവില്ല എന്നുള്ളത് ട്രൈ ഔട്ട് ചെയ്യുക. എല്ലാ സാധനം നമ്മൾ കോഴ്സ് എടുക്കുന്നത് ട്രൈ ഔട്ടിങ് ആണ്, ജോലി എടുക്കുന്നത് ട്രൈ ഔട്ടിങ് ആണ്. അപ്പോൾ പാർട്ട്ണറിനെ എടുക്കുന്നത് ട്രൈ ഔട്ട് തന്നെയാണ്. അല്ല, നമ്മൾ ഈ പറയുന്ന പോലെ ട്രൂ ലവ് എന്ന് പറയുന്ന ഈ പറയുന്ന സോൾമേറ്റ് എന്ന കോൺസെപ്റ്റ് ഒക്കെ നമ്മുടെ മനസ്സിന്റെ സമാധാനത്തിന് വേണ്ടി മനുഷ്യനെ ഭയങ്കര മറ്റേവനാക്കി വെച്ചിരിക്കുന്നതിന്റെ ഭാഗമാണ് ഇത്. നമ്മളെല്ലാം ട്രൈ ഔട്ട് ചെയ്യുക. ഇപ്പൊ അനുവിന് ട്രൈ ഔട്ട് ചെയ്യുക, 5 വർഷം കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ നമ്മൾ ഡൈവേഴ്സ് എടുത്ത് കിട്ടില്ലേ ജോൺ? അല്ല, അങ്ങനെയല്ലേ? പറ്റില്ല. അനുവിന് പറ്റത്തില്ല. അനു ഇതെന്തിനാ ഞാൻ എടുത്തു തോന്നിയാ ബസ് എടുത്തൊന്ന് വെട്ടുന്ന. ജോൺ, എന്തുകൊണ്ടാണ് കല്യാണം കഴിക്കരുതെന്ന് സുഹൃത്തുക്കളെ ഉപദേശിച്ചുകൊണ്ടിരുന്ന ഒരു സമയത്ത്? ഞാൻ ആരും ഉപദേശിച്ചിരുന്നില്ല, ഞാൻ പറഞ്ഞിരുന്നു. എന്തുകൊണ്ടാണ്? അല്ല, ആ സമയത്ത് എനിക്ക് ഇതിനെ പറ്റിയിട്ടുള്ള വലിയ ധാരണയൊന്നും ഇല്ല. ഒരു കോളേജിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയിരുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രീഡം എന്ന് പറയുന്നത് ഇല്ലാണ്ടാവും. പിന്നെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഫ്രീഡം വലിയ ആവശ്യമുള്ള ആളല്ല. ഞാൻ ഈ ലോകം ചുറ്റാൻ പോണ ആളോ അല്ലെങ്കിൽ ഞാൻ പൃഥ്വിരാജ് പറഞ്ഞ പോലെ എനിക്ക് ഒരു പുറത്ത് പോയി ഭക്ഷണം കഴിക്കുന്നതിൽ എൻ്റെ ഏറ്റവും നല്ല കമ്പാനിയൻ എൻ്റെ ഭാര്യയാണ്. എനിക്ക് ട്രിപ്പ് പോകണമെങ്കിൽ എൻ്റെ ഏറ്റവും നല്ല മാപ്പ് നോക്കണ ആൾ എൻ്റെ ഭാര്യയാണ്. അപ്പം പിന്നെ ഞാനൊന്നും നഷ്ടപ്പെടുത്താനില്ല. സത്യത അത് ഇവന്റെ കേസിൽ അനുവിന് മാത്രം നഷ്ടമുള്ളൂ.
അനു ഞങ്ങളില്ല, ഇയാളാണ്. നമ്മൾ അനുവിനെ ഇതിനകത്ത് വലിച്ചിടുന്ന നമുക്ക് മുന്നേ പരാതി വന്നിട്ടുള്ള നമുക്കിത് അനുവിനെ നമുക്ക് വിടാം, നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. മാരേജ് എനിക്ക് ലോജിക്കലി അനീസിക്ക പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിലും എനിക്ക് ഒരാൾ വേണമെന്നും കല്യാണം കഴിക്കണം എന്നുള്ളത് എനിക്ക് ഈ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. ഇതുപോലെ തന്നെ നിരീശ്വരവാദം ഉണ്ടല്ലോ, അവരെ ലോജിക്കലി എനിക്ക് ഒരിക്കലും പറഞ്ഞ് ലോജിക്കലി മനസ്സിലാവുന്നു. ഞാനൊരു കാലത്തും ഇതുപോലെ തന്നെയായിരുന്നു. അതായത് വലിയ ഈശ്വരവിശ്വാസം ഇല്ലാത്ത, ഈശ്വരനില്ലാത്ത, പക്ഷെ എനിക്കിപ്പോ താല്പര്യമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കാനാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരാളെ പഴിചാരാൻ വേണം. അതായത് ഞാൻ മോശമായി പോണത്, ഓ ദൈവമേ നീ വിചാരിച്ചിരുന്നെങ്കിൽ ഞാൻ, അതായത് ഞാൻ ബുദ്ധിമുട്ടൊന്നും ചെയ്യാറില്ല. എനിക്ക് ഒരാളെ കുറ്റം പറയാൻ വേണം, അല്ലെങ്കിൽ പഴി തരാൻ വേണം. എനിക്ക് നല്ലത് വന്നാലും ഞാൻ ഓ ദൈവത്തിന്റെ അനുഗ്രഹം, ഒന്നില്ലെങ്കിൽ എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയുടെ ഗുണം, ഇത് ഞാൻ പറയാൻ തയ്യാറാണ്. അതായത് എൻ്റെ കഴിവുകൊണ്ട് ഞാൻ ഇതായിരുന്നു, അല്ലെങ്കിൽ ഞാൻ എവിടെ എത്താത്തില്ല, എൻ്റെ കഴിവേടാന്ന് പറയില്ല, ദൈവം അങ്ങനെ വിചാരിച്ചുള്ളൂ. നമ്മുടെ സൊസൈറ്റി അപ്പൊ ഇതിനൊന്നും ലോജിക്കലി മറുപടി ഇല്ല. പക്ഷെ നമ്മുടെ മനസുഖം എന്ന് പറയുന്ന സാധനത്തിന് പ്രയോറിറ്റി കൊടുക്കുക. ലോജിക്കലി മറുപടി ഉണ്ട്, എല്ലാവർക്കും അവരുടെ ലോജിക്കലി മറുപടി. ഇത് ചിലപ്പോൾ നമുക്കൊരു തർക്കത്തിലോ മറ്റുള്ളവരുടെ ആശയ സംവാദത്തിലോ നമുക്ക് ചിലപ്പോൾ അത് ആ പോയിന്റിനെ ചിലപ്പോൾ കവച്ച് വെക്കാൻ പറ്റത്തില്ലായിരിക്കും. എല്ലാവർക്കും ഒരു ലോജിക്കലുണ്ട്. നിനക്ക് നിന്റെ ലോജിക്കുണ്ട്, എനിക്ക് എൻ്റെ ലോജിക്കുണ്ട്. നമ്മൾ അങ്ങനെ തന്നെ വന്നത്. ഇപ്പോൾ സൊസൈറ്റിയുടെ ഇതിൽ ഞാനിപ്പോൾ ഓപ്പണായിട്ട് പറയുന്ന പോയി ഞാൻ പറയാത്ത സമയം ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ വീട്ടിലിത് തർക്കിക്കാൻ പറ്റാതെ ഞാൻ വീട്ടുകാരുടെ നിർബന്ധത്തിന് പെണ്ണ് കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ച് സമയം അവരെ ഞാൻ ബുദ്ധിമുട്ടിക്കുക എന്നുള്ള തോന്നൽ. എൻ്റെ കല്യാണങ്ങൾ ഇങ്ങനെ അടുത്ത് വന്ന കല്യാണത്തിലേക്ക് എത്തിയ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ കൺഫ്യൂസ്ഡ് ആണ്, ഇതിനെ ഞാൻ എങ്ങനെ ഓവർകം ചെയ്യും, ഞാൻ ഇതിന് തയ്യാറാണോ എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ മുൻപേ റിലേഷൻഷിപ്പ് ആൻഡ് സെക്സിനകത്ത് പറഞ്ഞ പോലെ എനിക്കറിയാം, എനിക്ക് എല്ലാ കാലഘട്ടത്തിലും ഒന്നിൽ കൂടുതൽ ആൾക്കാരുടെ ഒരേ സമയം ഇഷ്ടം തോന്നുകയും ഞാനത് ഒരുപോലെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുകയും ചെയ്തിരുന്ന ആൾ ഞാൻ എന്തിനാണ് ഇതിലേക്ക് പോകുന്നുള്ള തോന്നലിൻ്റെ കൺഫ്യൂഷനിലായിരുന്നത്. അപ്പോൾ അത് സൊസൈറ്റിയോട് ഉറക്കെ പറയാൻ എനിക്ക് പറ്റാത്ത സമയങ്ങൾ എനിക്കും ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നമ്മൾ +2 പഠിക്കുമ്പോൾ എന്നും പറഞ്ഞിട്ടുണ്ട്, അതായത് അന്ന് ഇത്രയും പോയിന്റ് ഒന്നും പറയണ്ട, അന്ന് നമ്മൾ കല്യാണം ഇങ്ങനെ നടത്തേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ തന്നെ നിഷേധിയാ. ഏത് നമ്മൾ സ്ത്രീധനം വാങ്ങരുത് എന്ന് പറയാൻ നിഷേധിയാ. അന്ന് അത്രയും പറഞ്ഞാൽ അത് വിപ്ലവമാണ്. ഇന്ന് നമ്മൾ ഇതൊക്കെ ആൾക്കാരെല്ലാം ജനറലി പറയുന്ന പോയിന്റ്, അതായത് സ്ത്രീധനം എന്ന് തെറ്റാണ്, ഒരു പെണ്ണിനെ വേറൊരു വീട്ടിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമുണ്ടെന്ന് ചോദിക്കുന്ന സാധനം ഞാൻ എൻ്റെ 13 വയസ്സിൽ ചോദിക്കുമ്പം ഞാൻ നിഷേധിയാന്ന്. അപ്പോൾ അന്ന് ഞാൻ കല്യാണം കഴിക്കുന്നില്ലെന്ന് പറയണ്ട, ഞാൻ ഇത്രയും പറഞ്ഞാൽ മതി, അപ്പം തന്നെ എനിക്കെതിരെ ആൾക്കാർ വട്ടം കൂടും. അപ്പോൾ അന്നത്തെ സിറ്റുവേഷൻ ഞാൻ ഈ വിവാഹം വേണ്ടെന്നല്ല പറഞ്ഞിരുന്നത്, ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ നല്ല കല്യാണം കഴിക്കും. ഇതൊക്കെ ഈ പ്രശ്നമുണ്ട്, ഇത് ഇങ്ങനെയല്ല കല്യാണം കഴിക്കണം. നിങ്ങളുടെ സ്വത്ത് മുഴുവൻ എടുത്തിട്ട് ഒരു വർഷത്തെ അല്ല ഇത്ര വർഷത്തെ അധ്വാനം മൊത്തം എടുത്തിട്ട് ഒരു മാരേജിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന എന്റെ ചേട്ടന്റെ കല്യാണം കഴിച്ചതിന്റെ അവന്റെ ലോൺ ഇപ്പൊ തീരണുള്ളൂ. അപ്പൊ അത് എനിക്ക് അന്ന് തൊട്ടേ എന്റെ നെഞ്ചിലിരിക്കുന്നത് എന്തിനാ. അപ്പൊ ഞാൻ ആലോചിക്കുന്നത്, ഞാൻ കല്യാണം കഴിക്കുവാണെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യത്തില്ല. എന്റെ വിവാഹം എന്ന് പറഞ്ഞാൽ ഞാൻ പുതിയ ഡ്രസ്സ് എടുക്കുന്ന ആളല്ല. ഞാൻ എന്റെ കല്യാണത്തിന് ഈ പറയുന്ന 1.5 ലക്ഷം രൂപ ഡ്രസ്സ് എടുത്തിട്ട് വെച്ച് ഒരിക്കലും മാത്രം ഉപയോഗിച്ചിട്ട് കളയത്തില്ല. ഞാൻ ഇന്നിടുന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോയി കല്യാണം കഴിക്കുന്ന ഞാൻ വിചാരിച്ചോണ്ടിരുന്നത്. ഞാൻ ഒരിക്കലും ഒരു പെണ്ണിനെ എന്റെ വീട്ടിൽ കൊണ്ട് നിർത്തത്തില്ലെന്ന് ഞാൻ വിചാരിച്ചിരുന്നത്. അവളുടെ വീട്ടിൽ നിൽക്കട്ടെ, എനിക്ക് അവൾക്ക് ഒന്നിച്ച് കാണണമെങ്കിൽ അവൾക്ക് ഇവിടെ സൗകര്യം കൂടെ വരും, അവൾക്ക് അവിടെ ആ സൗകര്യം, ഞാൻ അവിടെ പോകും, ഞങ്ങൾക്ക് ഒന്നിച്ച് എവിടെയെങ്കിലും പോകണം, ഞങ്ങൾ ഒന്നിച്ച് പോകും എന്ന് ഞാൻ വിചാരിച്ചിരുന്നത്. അവൾക്ക് ജോലിക്ക് പോകണമെങ്കിൽ അവൾക്ക് ജോലിക്ക് പോകട്ടെ. കാരണം ഞാൻ ഈ പറയുന്ന പോയിന്റിൽ ജോലി ഇല്ലാത്തൊരു പെൺകുട്ടി വീട്ടിൽ വരണമെന്നായിരുന്നു എല്ലാവരുടെയും താല്പര്യം. ഏതായിരുന്നു എപ്പോഴും എടുക്കാൻ വേണ്ടി ഒരാൾ എന്നുള്ളൊരു വീട്ടിലെ അടുക്കളപ്പണി എൻ്റെ അമ്മ മാത്രം എന്തിനാ ചെയ്യുന്നത്, ഞാനും ചെയ്യണം, എൻ്റെ അച്ഛനും ചെയ്യണം എന്ന് വിചാരിച്ച് ആ അച്ഛനോട് വഴക്കുണ്ടാക്കുന്ന ഒരാളാണ് പുള്ളി. അത്ര ഇത്തിരി മടിക്ക് കാണിക്കുമ്പോൾ എന്നിട്ട് അത് കോമ്പൻസേറ്റ് ചെയ്ത് ഞാൻ മുന്നോട്ട് ഇറങ്ങി നിന്നിട്ട് ഞാനും ചേട്ടനും അനിയനും എല്ലാവരും പണിയെടുക്കും. അപ്പോൾ എൻ്റെ കണക്ക് ഒരിക്കലും ഒരു പെണ്ണിനെ കൊണ്ട് അടുക്കളയിൽ നിർത്തരുതെന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അന്നത് തെറ്റാ. ഇപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞ തെറ്റാന്ന് 20 വർഷം കഴിഞ്ഞ് നിങ്ങൾ നോക്കിക്കോ. 20 വർഷം കഴിയുമ്പോൾ മാരേജ് ഇവിടെ കാണത്തില്ല. നമ്മൾ കണ്ടു വളർന്ന സിനിമകളിൽ സ്ഥിരം ക്ലീഷേ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു, അമ്മമാര് പറയുന്ന ഒരു ഡയലോഗാണ്, എന്റെ നടുവടിയാറയുടെ നീ ഒരു പെൺകൊച്ചിനെ വീട്ടിലും സത്യമായിരുന്നു. അങ്ങനെ ആയിരുന്നു സിസ്റ്റം. ഇപ്പോഴും നമ്മളോട് ആൾക്കാർ എന്താ പറയുന്നത്, എടാ നിനക്ക് വയ്യാതാകുമ്പോ ഒരാൾ വേണ്ടേ, നിന്റെ കാര്യങ്ങൾ നോക്കാൻ ഒരാൾ വേണ്ടേ പറയുന്നത്. എന്റെ കാലശേഷം എന്റെ കൂടെ ആരുണ്ട്, അവർക്കൊരു പോയിന്റ് ഇല്ല, ഇതിന്റെ അപ്പുറത്തേക്ക് അവർക്ക് പറയാൻ ഒരു പോയിന്റ് ഇല്ല. നിന്റെ കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നു, ഒരാൾ വേണം, ഒരാള് വേണ്ടേ, ഒരാള് വേണം അല്ലേ, നോക്കാനല്ല. ഓപ്പൺലി അവര് ചോദിക്കാത്തൊരു പോയിന്റ് മാത്രമേ നിന്റെ സെക്സ് നടക്കുന്നുണ്ടോ അവര് ചോദിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഏത് ഇപ്പൊ അവര് ഈ കൂട്ടത്തിൽ ചോദിക്കേണ്ട പോയിന്റ്, നിങ്ങൾക്ക് വയ്യാത്തപ്പോ ആളുണ്ടോ എന്നുള്ളത്, നിനക്ക് ആകുമ്പോ നിനക്ക് വേണ്ട കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് അവര് ചോദിക്കാൻ പറ്റാതെ ചോദിക്കാത്ത പലരും ഒളിഞ്ഞു തെളിഞ്ഞൊക്കെ ചോദിക്കാറുണ്ട്. നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ മോനി, ഉമ്മ നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ മോനി. അപ്പോൾ എന്നിട്ട് ഞാൻ അങ്ങനെ കല്യാണത്തിന് വക്കിലോടൊക്കെ പോയിട്ടുണ്ട്. അപ്പം ഞാൻ എപ്പോഴും വിചാരിച്ചു ഞാൻ കല്യാണം കഴിക്കാൻ ഇതൊന്നും ഞാൻ ചെയ്യത്തില്ല എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് പിന്നെ പതുക്കെ ഞാൻ എന്തിനാണ് ഈ ആൾക്കാരെ പേടിച്ചിട്ട് എനിക്ക് പറ്റാത്തൊരു സെറ്റപ്പിലേക്ക് ഞാൻ ഒരാളെയും കൂടെ കൊണ്ടുവരിക ചെയ്യുന്നത്.
അപ്പം ഞാനങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. എന്നാൽ ഞാൻ പതുക്കെ ഇല്ല എന്ന് പറഞ്ഞിടത്താണ് അവർക്ക് മനസ്സിലായി തുടങ്ങിയത്. ഈ ഇല്ലെന്ന് പറയുന്നത് ചിലപ്പം ഭയങ്കര സീരിയസ് ആയിട്ടായിരിക്കും. എല്ലാവരും കല്യാണം വേണ്ട എന്ന് പറയുന്ന പോലല്ല എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവരും കുറച്ചൊക്കെ ആദ്യത്തെ കുറേ തള്ളലും പെണ്ണ് കാണലും ആലോചനകളും ഒക്കെ കഴിഞ്ഞിട്ട് അവസാനം എന്നാൽ പിന്നെ അവൻ്റെ വഴിക്ക് പോട്ടെ എന്ന് വിചാരിച്ച് ഇത്തിരി നിൽക്കുന്നത്. പിന്നെ ഒരു ക്വസ്റ്റൻ വെച്ചാൽ വീട്ടിൽ പിന്നെ പെണ്ണുങ്ങളുടെ ബഹളമായി. ചേട്ടൻ കെട്ടി, അനിയൻ കെട്ടി, ഇവർക്ക് രണ്ടുപേർക്ക് 2 പെണ്ണുങ്ങൾ വീതം. അങ്ങനെ വീട്ടിൽ പെണ്ണുങ്ങളുടെ ഒരു ബഹളമായപ്പോഴത്തേക്ക് ഇത്ര മതി എന്ന് അവർക്കും ചിലപ്പോൾ ഇപ്പോൾ തോന്നുന്നുണ്ടാവും. അതുകൊണ്ട് ഇപ്പോൾ കൂടുതൽ വലിയ ബുദ്ധിമുട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴും മാത്രം അമ്മ അച്ഛനെ ചൊറിയാൻ വേണ്ടി നീ ഒരുത്തിയാ ഇവനെ ഇങ്ങനെ ആക്കിയെന്നും അമ്മ ഇങ്ങനെ നിങ്ങൾക്ക് ഉത്തരവാദിത്തം ഇല്ലാത്തതുകൊണ്ടാണ് ഇവനിങ്ങനെ നടക്കുന്നതെന്നും അവർ തമ്മിലൊരു ഫൈറ്റിന് യൂസ് ചെയ്യുന്നുള്ളതല്ലാതെ ഇപ്പം വലിയ കാര്യമായിട്ട് പറയാറില്ല. ബന്ധുക്കളെ വീട്ടിൽ പോകുമ്പോൾ കറക്റ്റായിട്ട് വർഷത്തിൽ ഒരിക്കൽ ചോദ്യം വരും, അവളുടെ അവസ്ഥ കണ്ടില്ലേടാ അമ്മയുടെ. ഈ പ്രശ്നം എൻ്റെ വീട്ടിൽ ഇല്ലായിരുന്നു. ചേട്ടൻ കല്യാണം കഴിക്കാത്തപ്പോഴും ഇല്ല, ഞാൻ കല്യാണം കഴിക്കാത്തപ്പോഴും ഇല്ല. അതായത് വീട്ടിൽ അങ്ങനെ നിർബന്ധിച്ചിട്ടൊന്നുമില്ല. കല്യാണം കഴിക്കില്ലേ എന്നുള്ള ചോദ്യം എൻ്റെ അപ്പനും അമ്മയും ചോദിച്ചിട്ടില്ല, എൻ്റെ അടുത്തും ചോദിച്ചിട്ടില്ല, ചേട്ടനോടും. പിന്നെ കുറേ നാൾ എല്ലാവരും ഇവരുടെ അടുത്ത് ചോദ്യം വന്നു തുടങ്ങുമ്പോൾ ചോദിക്കുന്ന സാധനം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അമ്മയുടെ അടുത്തൊക്കെ ആയിരിക്കും പിന്നെ ചോദ്യം കേൾക്കേണ്ടി വരാം. നമ്മുടെ അടുത്തൊക്കെ ചോദിച്ചാൽ എങ്ങനത്തെ മറുപടിയൊക്കെ കിട്ടാന്ന് അറിയാത്ത കാരണം ചിലപ്പോൾ നമ്മളോട് ചോദിക്കലുണ്ടാവില്ല. അപ്പോൾ വീട്ടിൽ അമ്മയുടെ അടുത്തൊക്കെ വന്നിട്ട് നീ എന്തുട്ടി കാണിച്ചു അവർ കെട്ടിക്കണില്ലേ എന്ന് അവർ സമയമാകുമ്പോൾ കെട്ടിക്കോളും. അമ്മ ആരും മറുപടി പറയുള്ളൂ. ഇമോഷണൽ ഡ്രാമ എടുക്കാതെ ബോൾഡായിട്ട് നിൽക്കാൻ പറ്റുന്ന പേരൻസ് കുറവാണ്. ഈ പറഞ്ഞ അവര് ടെൻഷനാവും. സത്യം അവര് പലപ്പോഴും ചെറിയൊരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ ഉപ്പയും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്, ആക്രമിക്കും. എല്ലാവരും കൂടെ അതാ ഇത് ചോദിച്ചങ്ങ് ബുദ്ധിമുട്ടിച്ചോണ്ടിരിക്കും. അപ്പൊ പിന്നെ അവർക്ക് ആഗ്രഹം ഉണ്ടോ ഇല്ലെന്നുള്ളതിനേക്കാൾ ഇവരുടെ ആഗ്രഹം ചെയ്യുന്നീ ആ ഒരു സാധനം. അല്ല, എന്റെ അമ്മയെ കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണിന്റെ സൈഡാ ഞങ്ങളെ കല്യാണം കഴിപ്പിക്കുന്നതിന് മുമ്പേ. എന്താന്ന് വെച്ചാൽ അനുഭവിച്ചോണ്ടിരിക്കില്ല. ആള് കല്യാണം എന്ന ജീവിതത്തിലൂടെ പഠിച്ചൊരു പാടാതായിരിക്കും ചിലപ്പോ. അത് കാരണം എപ്പോഴും ഇവിടെ വന്നിട്ട് ഒരു പെൺകുട്ടിയുടെ കരച്ചിലിന് നമുക്ക് സൊസൈറ്റിയിൽ ഏറ്റവും കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള സാധനം ഒരു അമ്മായി അമ്മ പോരെന്നുള്ള സാധനം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. കാരണം നമ്മൾ കടന്നു വന്ന പ്രശ്നങ്ങളിലൂടെ വേറെ കടന്നു പോകരുതെന്നല്ലേ എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷെ ഒരു അമ്മായി അമ്മ പീഡിപ്പിക്കുക എന്നുള്ള കോൺസെപ്റ്റ് എനിക്ക് മനസ്സിലായിട്ടേ ഇല്ല. നമുക്കൊരാളെ നമ്മൾ കടന്നു വന്ന സ്ട്രഗിളിലൂടെ, കാരണം ഈ പറയുന്ന അമ്മായിമാരെല്ലാം സ്ട്രഗിളിലൂടെ കടന്നത് കൺഫേം ആണ്. നമ്മുടെ മദർ എല്ലാവരും. കാരണം അന്ന് അങ്ങനെ ചിലർ പറയാറുണ്ട് സ്ത്രീകളുടെ മെയിൻ ശത്രു എന്ന് പറഞ്ഞ സ്ത്രീകൾ അതെങ്ങനെ വരുന്നുള്ളതാണ്. അതേതാ പ്രശ്നം അറിയോ? സ്ത്രീകൾ ഭയങ്കര ടെറിട്ടോറിയല്ല, പ്രത്യേകിച്ച് അവരുടെ അടുക്കള എന്ന് പറയുന്ന സ്ഥലല്ലേ. അത് ഒരു വീടിന്റെ അടുക്കള ആ വീട്ടില് ഉണ്ടായിരുന്ന ആ ലേഡിയുടെ ആണ്. അവിടേക്ക് പുതിയൊരാൾക്ക് എൻട്രി എളുപ്പമല്ല. അവിടെ കയറി മേജർ ഡിസിഷൻസിലേക്ക് പുതിയതായി വന്ന ഒരാള് കയറി കൈ കടത്തുമ്പോ ഇവർക്കൊരു താളുണ്ട്, ഇവരുടെ ഒരു ചിട്ടയുണ്ട്. ഇതിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിൽ പുതിയൊരാള് ആളുടെ സാധനങ്ങൾ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുന്നിടത്താണ് ഈ ഫ്രിക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ആ സംഗതി പുകയുന്നത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത് വ്യക്തികൾക്കനുസരിച്ച്. ഇല്ല, ആൾക്കാർ എല്ലാരും ടെറിട്ടോറിയലാണ്, ആണുങ്ങളും ടെറിട്ടോറിയലാണ്. എല്ലാവർക്കും നമുക്കൊരു ലോസ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്, ലോസ് ഓഫ് പവർ എന്ന് പറയുന്നത് നമുക്ക് ആങ്സൈറ്റി ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. ആ ആങ്സൈറ്റി ആയിട്ട് നമ്മൾ വേറൊരാളിൽ പ്രൊജക്റ്റ് ചെയ്യണം. അതായത് ഇയാൾ ഒരു പോയിന്റിൽ നമ്മൾ കുറച്ച് ചില്ല് ചെയ്യണം, മനസ്സിലായില്ലേ? അതായത് ബാക്കിയുള്ളവരും കൂടെ നോക്കട്ടെ, ബാക്കിയുള്ളവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് സാധനങ്ങൾ നടത്താം എന്നുള്ള. പക്ഷെ അങ്ങനെ വിചാരിക്കുന്നതിനെക്കാട്ടി കൂടുതൽ എൻ്റെ എന്തോന്നോ എടുത്തോണ്ട് പോവുകയാണ്, അപ്പൊ ഞാനത് തിരിച്ചു പിടിക്കണം എന്ന് വരുന്ന ഒരു പോയിന്റിലാണ്. ഇത് കൺട്രോൾ എന്റേതാണ്, ഈ അടുക്കള എന്റേതാണ്, അല്ലെങ്കിൽ ഇത് എന്റേതാണ്, എന്റേതാണ്. അവരുടെ ജീവിതത്തിൽ ആകെ ഒരു കൺട്രോൾ ഉള്ള സ്ഥലമാണ്. അതെ, ബാക്കി ഒരു സ്ഥലത്ത് അഭിപ്രായം പറയാനോ ഒന്നിനോ ചോദിക്കാൻ. ചിലർക്ക് മക്കളുടെ ലൈഫിൽ ഇതുപോലെ ഒരു അവിടെ ഈ സാധനങ്ങൾ വഷളാവുണ്ട്. ഇവരുടെ ആ ലൈഫിലേക്ക് എൻ്റർ ചെയ്ത് തുടങ്ങുമ്പോ ഇത് കൂടുതൽ തല്ലിപ്പിരിയണയിലേക്കൊക്കെ പോണ സ്ഥലം അവിടെയാണ്. ഈ ഡിവോഴ്സിൽ പലതിനും മുൻകൈ അല്ല പ്രശ്നങ്ങൾ വരുന്നത് ഈ നേരത്തെ പറഞ്ഞ ഫാമിലി തമ്മിൽ ഒരുമിക്കണെങ്കിലും ഈ ഫാമിലികളാണ്. അതെ, പേരൻസിനെല്ലാം അൺകോൺഷ്യസ്ലി അവരുടെ പിള്ളേർ അവരെ വിട്ടു പോകുമല്ലോ, അല്ലെങ്കിൽ അവരുടെ പിള്ളേരുടെ പ്രയോറിറ്റീസ് മാറുകയാണല്ലോ പേരൻസിനെ പഠിപ്പിക്കണം. ഇത് കല്യാണം കഴിച്ചില്ലേ അവരുടെ പ്രയോറിറ്റീസ് മാറും. ഒരു പ്രായം കഴിയുമ്പോൾ അവൻ ഇൻഡിവിജ്വൽ ആണെന്ന് ശരിക്കും നമ്മളൊരു പ്രായം ഇറക്കി വിടണം. കുറെ കാര്യങ്ങൾ ഇത് പറയണെങ്കിൽ ഇതൊക്കെ പള്ളിയിൽ പഠിപ്പിക്കാറുണ്ടോ? പിന്നെ പേരൻസിന് ക്ലാസ് ഉണ്ടോ? അച്ഛമ്മ ലാസ്റ്റ് ദിവസം പേരൻസിന്റെ ക്ലാസ് അന്ന് പറയും നിങ്ങളുടെ മോനല്ല. പിന്നെ പെൺമക്കളുടെ അടുത്ത് പറയും ചെല്ലണ വീട്ടിൽ ചെന്നിട്ട് എനിക്ക് ഇത് അമ്മായിമ്മയല്ല അമ്മേനെ പോലെയാന്ന് വിചാരിച്ച് അമ്മായിമ്മ തന്നെയാണ്, അമ്മയാണ് അമ്മ. നീ അമ്മായിമ്മേനെ അമ്മയാന്ന് കണ്ടിട്ട് നീ അമ്മേനെ ചീത്ത പറയണ പോലെ പോയി അമ്മായിമ്മേനെ ചീത്ത പറഞ്ഞ
അത് അവിടെ നിന്ന് തുടങ്ങും പ്രശ്നം എന്ന് പറയും. അപ്പൊ അങ്ങനത്തെ ക്ലാസ്സൊക്കെ വളരെ നല്ല ക്ലാസ്സുകളൊക്കെ നമുക്കുണ്ട്. നമ്മൾ ആ കുട്ടികളെ ഓൺ ചെയ്യുന്ന സിസ്റ്റം ഉണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ നമ്മൾ കല്യാണം വരെ നടത്തി കൊടുക്കേണ്ടി വരുന്നത്. അതായത് ഒരു പേരന്റ് അയാളുടെ PF മണി വെച്ചിട്ടായിരിക്കും പലപ്പോഴും കുട്ടികളുടെ കല്യാണം. അതായത് അയാൾ കല്യാണം മാത്രമല്ല അതിന്റെ കൂടെ സ്ത്രീധനം എന്ന് പറഞ്ഞ പരിപാടി, അയാളുടെ ജീവിതകാലം കൊടുക്കുന്ന പരിപാടി, അത് മൊത്തം. അതായത് അത്രയും നാളെ അയാൾ അധ്വാനിച്ച് ഇവരെ വളർത്താൻ വേണ്ടി പഠിപ്പിച്ചു, ജോലി വാങ്ങിച്ചു കൊടുത്തെങ്കിൽ ജോലി വാങ്ങിച്ചു കൊടുത്തു. ഇത് കഴിഞ്ഞ് ഇത്രയും നാളത്തെ സമ്പാദ്യത്തിന് അയാൾക്ക് ശിഷ്ടകാലം ജീവിക്കാനുള്ള പൈസയും കടവും കൂടെ ചേർത്തിട്ടാണ് അവളെ കെട്ടിച്ചു വിടുന്നത്. ഗ്രാൻഡ് ആയിട്ട് കല്യാണങ്ങൾ നടത്തേണ്ട കാര്യമുണ്ടോ? ശരിക്കും അംബാനി നടത്തണം. അതായത് നിങ്ങളുടെ വരുമാനത്തിന്റെ പല കാര്യങ്ങൾക്കും അതിന്റെ ക്രയവിക്രയത്തിനും അതിന്റെ ഒരു പർട്ടിക്കുലർ പെർസെന്റേജ് ഉപയോഗിച്ച് നടത്തണം. അയാൾ പുള്ളി ചെയ്ത കറക്റ്റാ. പുള്ളിയുടെ വരുമാനത്തിന്റെ പോയിന്റ് പോലും വന്നിട്ടില്ല. നടന്നിരിക്കുന്ന ട്രാൻസാക്ഷൻസ് കളിയിലുള്ള കളികൾ വേറെയാണ്. പുള്ളി കളിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ലെവലിലുള്ള കളിയാണ്. അവിടെ അംബാനിക്ക് പൈസ ചെലവായിട്ടില്ലെന്നാണ് അപ്പൊ മനസ്സിലാക്കേണ്ടത്. എന്റെ ഈ കല്യാണത്തിന്റെ കാര്യത്തിൽ എനിക്ക് എന്റെ ഭാര്യയോട് ഭയങ്കര റെസ്പെക്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, അവളുടെ കല്യാണത്തിന് ചെലവായിട്ടുള്ള കാശിന്റെ വലിയൊരു പങ്കും അവള് തന്നെ സേവ് ചെയ്തുണ്ടാക്കിയിട്ടുള്ള കാശ് കൊണ്ടാണ്. ഇപ്പം ഇപ്പോഴത്തെ പിള്ളേരൊക്കെ എനിക്കൊന്ന് മാരേജ് അങ്ങനെ അവര് കാരണം പാരന്റ്സ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ രണ്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോഴത്തെ പിള്ളേരുണ്ട് അത്ര ചെലവാക്കണ്ടായില്ല എന്റെ സേവ്. ഇല്ല, എനിക്ക് ആക്ച്വലി അത് വേറെ നമ്മൾ പാരന്റ്സിന്റെ കാശ് മേടിച്ചാൽ അത് എവിടെ നിന്നും കാശ് മേടിക്കുന്ന പോലെ തന്നെയാണ് അവരതിനുള്ള കണ്ടീഷൻസും അതിന് നമ്മൾ ആൻസറബിൾ ആക്കുകയും ചെയ്യും അല്ലേ. ഒരു പോയിന്റ് അവരൊന്ന് കണക്ക് പറയും, പേരൻസ് കണക്ക് പറയാതിരിക്കില്ലല്ലോ അല്ലേ, കണക്ക് പറയും. അതുകൊണ്ടാണ് അതായത് എന്നിട്ട് അവന്റെ കല്യാണം ചെലവ് തീർക്കാൻ നമ്മള് പണി ചെയ്യേണ്ടി വന്നു. നമ്മൾ അതൊക്കെ ഈ കണക്ക് പറച്ചിൽ നമ്മൾ നിർത്തിയെന്ന്. ജോൺജോ ചരിത്രത്തിൽ ഒരു കല്യാണത്തിന് ഇത്രയും പണിയെടുത്തിട്ടില്ല അവന്റെ കല്യാണത്തിന് വേണ്ടി. സത്യം ഈ കല്യാണം എന്ന് പറഞ്ഞാൽ കല്യാണ ദിവസം എന്ന് പറയുന്നത് ഏറ്റവും കുറവ് എൻജോയ് ചെയ്യുന്ന ഒരാളെന്ന് പറയുന്നത് ഈ ചെക്കനും പെണ്ണാണ്. എനിക്ക് ഈ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ ഉള്ളൂ അവര് ഈ സാധനം കണ്ടിട്ടുള്ളൂ. ക്യാമറയിൽ ആൾക്കാർ എങ്ങനെയാണല്ലോ. അല്ലടാ അവിടുത്തെ വെഡിങ് എന്ന് പറയുന്നത് ആൾക്കാർ കുറവാണ്. 200 ആളൊക്കെ വലിയ കല്യാണം. 200 ഒന്നും വിളിക്കൂല. അവരുടെ ഏറ്റവും അടുത്ത കുറച്ച് ആൾക്കാരെ മാത്രമേ അവർ ഇൻവൈറ്റ് ചെയ്യാറുള്ളൂ. ഇത് സത്യം ഞാൻ തമാശക്ക് പറയുന്നതല്ല. ഈ കല്യാണം കഴിഞ്ഞ് എനിക്ക് വൈകുന്നേരം ഈ ഭാഗം വേദന എടുത്തിട്ടിരിക്കായിരുന്നു. ഈ ചിരിച്ചു ഹോട്ടലിൽ ഇങ്ങനെ നിന്നിട്ട് അങ്ങനെ ആക്കിയിട്ട് വൈകുന്നേരം നമുക്കൊക്കെ ഇങ്ങനെ ഈ മസിൽ വേദന എടുക്കുന്ന മസിലാന്ന് എനിക്ക് മനസ്സിലായത് അന്നത്തെ ദിവസം. ഞാൻ സത്യം പറയാം, കല്യാണം എന്ന് പറഞ്ഞാൽ ആ ദിവസം ഞാൻ ശരിക്കും എൻജോയ് ചെയ്തിട്ടില്ല. കഴിഞ്ഞപ്പോൾ ഞാൻ എന്റെ ദൈവമേ കഴിഞ്ഞല്ലോ പണ്ടാറെന്നാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചത്. ഇതേ സാധനം മനസ്സമ്മതത്തിന് അവൾക്ക് ഉണ്ടായിരുന്നുണ്ടോ? എന്നാൽ മനസ്സമ്മതം അവരുടെ അവിടെ നടത്തുന്നതാ. അപ്പോൾ ഫുൾ ഇതും അവർക്ക് ആണ് ഈ ആൾക്കാരെ വിളിച്ചതിൻ്റെയും ഇതൊക്കെ ഉള്ള ടെൻഷനും. പള്ളി വലിയൊരു ചടങ്ങാണ്. നമുക്ക് കല്യാണം ഒന്നും മര്യാദയ്ക്ക് കഴിഞ്ഞിട്ട് പോരണമെങ്കിൽ അച്ഛന്മാരുടെ വർത്താനം പരിപാടിയും ഒക്കെ കേട്ട് ഇവർക്ക് ആകെ നമ്മളെ പിടിക്കാൻ കിട്ടുന്ന ഒരു സമയം അതാ. അതായത് ഇവരുടെ കൺട്രോളിൽ നമ്മളെ കിട്ടുന്നുണ്ട്. അപ്പോൾ മറ്റേ കുമ്പസാരം അത് ഇതെന്നൊക്കെ പറഞ്ഞ് വെറുതെ ആയിട്ടുള്ള ചില നമസ്കാരം കേൾക്കാൻ പോലൊക്കെ ഉണ്ട്. നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ പഠിക്കാനുള്ളതുണ്ടല്ലോ. അതൊക്കെ പഠിച്ചിട്ട് ചില സ്ഥലത്ത് ചൊറിയണ അച്ഛന്മാരായിരിക്കും. ഇവളുടെ പള്ളിയിൽ നല്ല ചൊറിയാനായിരുന്നു അച്ഛൻ. ഇവളെ സാധാരണഗതിയിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ ചെറുതൊക്കെ ചോദിച്ചിട്ട് വിടാന്ന് ഇവള് ഉത്തരം പറയാത്തോടത്തോളം വരെ ഇയാള് ചോദിച്ചു. ഇവള് അത്യാവശ്യത്തിനൊക്കെ ഉത്തരം പറയും. എന്താ ചോദിച്ച കുറെ നമസ്കാരങ്ങൾ പള്ളിയുടെ കാര്യങ്ങളും അത് കഴിഞ്ഞ് ഏതെങ്ങാണ്ട് ഒരു സംഭവത്തിനെ പറ്റി ആള് ചോദിച്ചു. ഇവള് പിന്നെ കാറ്റീസത്തിലും പഠിക്കുന്ന സമയത്ത് എല്ലാത്തിലും ഇതുള്ള കാരണം കുറെ എണ്ണത്തിനൊക്കെ ഉത്തരം പറഞ്ഞ് അങ്ങനെ ഉത്തരം പറയാൻ പറ്റാത്തൊരു പോയിന്റിലുള്ള ഒരു സാധനത്തില് ഇവള് അറിയില്ല എന്നെന്തോ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോ എന്താ കാര്യം PG ഡോക്ടറൊക്കെ ഇതാദ്യം വിട്ടുകൊടുത്താൽ ഇത്ര സമയം എടുക്കുമായിരുന്നു. ഫസ്റ്റ് വിശ്വാസ പ്രമാണം വിട്ടുകൊടുത്തായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇയാളെ പിറ്റേ ദിവസം പള്ളിയിൽ പ്രസംഗത്തിലും പറഞ്ഞു, നമ്മുടെ ഇടവകയിൽ ഡോക്ടേഴ്സ് PG ഡോക്ടർ ഇതിനൊക്കെ പഠിക്കുന്നവരാ, എന്നാൽ പോലും സഭയുടെ കാര്യങ്ങളെ കുറിച്ചുള്ള അറിവ് എന്ന് പറയുന്നത് വളരെ കുറവാന്നൊക്കെ. അയാള് നല്ല ചൊറിയനായിരുന്നു. കാരണം കണ്ടോട്ടെ, നമുക്ക് ഇങ്ങനെയൊക്കെയല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ അയാളങ്ങനെ അപ്പൊ ഇവരുടെ ഒരു സാധനം ഉണ്ട്. എന്റെ പള്ളിയിൽ വളരെ ചില്ലായിരുന്നു. അച്ഛൻ ഭയങ്കര വലിയ പ്രശ്നമൊന്നുമില്ല. കല്യാണത്തിനെ പറ്റിയുള്ള അറിവ് നമ്മൾ ഈ പറഞ്ഞ പ്രീ കാനം എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്. അതായത് ഒരാഴ്ച നമുക്ക് 3 ദിവസത്തെ കോഴ്സ്
അവിടെ നമ്മൾ ഈ കല്യാണത്തിന് മുമ്പുള്ള കുറെ കാര്യങ്ങളെ പറ്റി ഈ പഠിപ്പിക്കും. എല്ലാ നിനക്ക് വിചാരിക്കുന്ന പള്ളിയിലച്ചന്മാരല്ല, ഡോക്ടേഴ്സ് വരെ ഒന്ന് ക്ലാസ് എടുക്കും. ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടേണ്ട സമയങ്ങൾ, സേഫ് സെക്സ് മറ്റേതിനെ പറ്റിയൊക്കെ ക്ലാസ് എടുക്കുന്ന ഒരു ക്ലാസ് ഒക്കെ ഉണ്ട്. പിന്നെ അതിൽ ഈ പറഞ്ഞ ഇതിനെ റിലീജിയനായിട്ട് അവസാനം എപ്പോഴും കൂട്ടിക്കെട്ടില്ല, അല്ലെങ്കിൽ ഇത് സഭയുടെ കണ്ണിൽ നിന്ന് നോക്കുമ്പോൾ ഇത് സഭേനെ വളർത്തുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അവസാനത്തെ ഒരു ക്ലാസ്സിൽ 7 മക്കളുള്ള ആളൊക്കെ വരും. അപ്പൊ അവര് ആ സാധനം ക്ലാസ്സിൽ പറയും, നിങ്ങൾ ഒരു കുട്ടി എന്നൊക്കെ പറഞ്ഞ് നിൽക്കരുത്. അപ്പൊ അവര് ആ ദമ്പതികൾ എന്ന് പറഞ്ഞാൽ ഒരാൾ ടീച്ചറായിരുന്നു, ഒരാൾ ഇതായിരുന്നു, അങ്ങനെയായിരുന്നു. ഞങ്ങൾക്കിപ്പോ 8 മക്കളുണ്ട്, ഇത് പിള്ളേരെ നോക്കാൻ ഭയങ്കര എളുപ്പമാണ്, മൂത്ത കുട്ടീനെ ഏറ്റവും താഴെ കുട്ടീനെ നോക്കുന്നുണ്ട്, ഇതാണ് അതാണ് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ അതിൻ്റെ ഇടയിൽ ആളെ കുറെ കഴിഞ്ഞപ്പോൾ നിർബന്ധിച്ചു. എല്ലാവരും ചോദ്യങ്ങൾ ചോദിക്കും, നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുന്നൊക്കെ പറഞ്ഞു. എന്നെ നിങ്ങൾ ടി വിയിലൊക്കെ പരിപാടി ചെയ്യുന്നുണ്ട്, അതിലൊക്കെ ഒരുപാട് സംസാരിക്കുന്നില്ല, നിങ്ങൾ എന്തെങ്കിലും ചോദിക്കുന്ന ചേട്ടൻ എന്താ പണിയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാനത് ചോദിച്ചത് വേറൊരു ഉദ്ദേശത്തിലല്ല, ഈ ഫാമിലി വലുതാവേണ്ട അവിടെ കാര്യം. ഒരു കുട്ടീനെ വളർത്തണമെങ്കിൽ ഇത്ര ചെലവുണ്ട്, അപ്പൊ ഈ 9 കുട്ടീനെ വളർത്തണമെങ്കിൽ എത്ര ചെലവുണ്ട് എന്നുള്ളത് നമുക്കറിയണം. അപ്പൊ ആള് ഭയങ്കര ബിസിനസ്സുകാരനാ. ആൾക്ക് 5-6 സ്റ്റേറ്റില് എന്തോ പാലിന്റെ എന്തിന്റെ ഒക്കെ പരിപാടിയും ഒക്കെ ഉള്ള ആളാ. ആള് ഇത് വളരെ സിമ്പിളാന്ന് പറയുമ്പോൾ നാളെ പെയിന്റ് പണിക്ക് പോകണ ഒരുത്തം 10 പിള്ളേർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവര് നരകിക്കും. അല്ല, അത് മനസ്സിലാക്കുന്ന കോമൺ ലോജിക്ക്. ഇപ്പൊ അംബാനിയെ സംബന്ധിച്ച് അംബാനി 20-25 കുട്ടികൾ ഉണ്ടാക്കണം. കാരണം ഇത്രയും പൈസ ഷെയർ ചെയ്ത് കൊടുക്കണം, ഒരാളുടെ ഇരിക്കാൻ പാടില്ല, അത് ഡിവൈഡ് ചെയ്ത് പോകണം. അപ്പൊ അതിൽ മിടുക്കരായ അനിലായിട്ടുള്ളവർ കാണും, അവര് ഇത് തൊലച്ച് കളയും. മുകേഷ് ആയിട്ടുള്ളവർ കാണും, അപ്പൊ അവരിത് വളർത്തും. അപ്പൊ അങ്ങനെ തന്നെ പോകണം. ഇത് 10 കുട്ടികളെ വളർത്താൻ ചെയ്യുന്ന ഒരാളെ എലോൺ മസ്ക് ആണല്ലേ, അയക്കത്തെ കുട്ടികളുണ്ട്. 7-8 വേണം, അങ്ങനെ വേണം. നമ്മൾ ഈ പറഞ്ഞാലേ കല്യാണം ചെലവാക്കണം. കാരണം ഇവിടെ പറഞ്ഞ ഈ ഇവന്റ് പ്ലാനേഴ്സ് ഉണ്ട്, കേറ്ററേഴ്സ് ഉണ്ട്, പൂ ബിസിനസ്സുകാരുണ്ട്, വണ്ടി കച്ചവടം നടത്തുന്ന ടൂറിസ്റ്റ് ചെയ്യുന്ന പരിപാടികൾ. വലിയ ബിസിനസ്സാ ഇത്. അതൊരു എല്ലാം നർച്ചറി എങ്ങനെ കളിച്ചാലും 2 വീട്ടുകാരുടെ കൂടിയിട്ട് ഒരു 10-20 ലക്ഷം രൂപ ഇറങ്ങി പോണ ഒരു പരിപാടിയാണ്. പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ രജിസ്റ്റർ ഓഫീസിൽ അങ്ങനെ ആക്കണം കല്യാണം. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഗ്രാൻഡ് കല്യാണങ്ങളോടോ ഇതിനോടോ ഒന്നിനോടോ ഒരു ഇതില്ല. പിന്നെ നമ്മളെല്ലാം വിളിച്ച കല്യാണത്തിന് പോയിട്ട് ഊണ് കഴിച്ചിട്ടുണ്ട്, അപ്പൊ ബാക്കിയുള്ളവരെ വിളിക്കണം എന്നുള്ള ബാധ്യതയാണ് അവസാനം നമ്മുടെ തലയിലടിച്ചു തരുന്നുണ്ട്. പിന്നെ ഈ കാരണന്മാര് നടത്തുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ബാക്കി എല്ലാ കല്യാണത്തിനും പോയിട്ട് കൊടുത്ത സാധനം ഇത് തിരിച്ചു കിട്ടണമെങ്കിലും ഈ കല്യാണം നടത്താൻ. ഇതേ സംഭവം നമ്മള് ഒരു രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് ഒപ്പിടുന്ന പരിപാടിയിൽ തീർക്കാന്ന് വിചാരിച്ചിട്ടുണ്ടല്ലോ, ഒരു വീട് മേടിക്കുന്നതിന്റെ ഡൗൺ പേയ്മെന്റ് അടക്കാനുള്ള കാശാണ് സത്യം ഈ ചെലവാണത്. ഒരു 20 ലക്ഷം ചെറുതായിട്ട് 2 പേരുടെ ഫാമിലിന്ന് കൂടി അടിപൊളിയായിട്ട് ഒരു ട്രിപ്പ് ഒക്കെ പോയിട്ട് പറയരുത്, എന്നാലും കാശ് ബാക്കി നിങ്ങൾക്ക് FD ഇടാം. ഇത് ചെയ്യാം. അതായത് 50 കോടി അല്ലെങ്കിൽ 2 കോടി അല്ലെങ്കിൽ 1 കോടി ഇത് കയ്യിലുള്ള 1 കോടിയുടെ ക്യാഷുള്ള ഒരാൾ അല്ലെങ്കിൽ 20 ലക്ഷം മുടക്കി കല്യാണം. ഞാൻ കണ്ടിട്ടുള്ളത് ഏറ്റവും ഈ സാധനത്തിന് വാശി പിടിക്കുക ഒരു മിഡിൽ ക്ലാസ്സോ അതിന് താഴെയുള്ള ഫാമിലിയോ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ പ്രമാണമായിരിക്കും കല്യാണം കഴിയും. ഇതാണ് സംഭവിക്കുന്നത്. അവിടെയാണ് പ്രശ്നമുള്ളത്. അത് പാടില്ലെന്നുള്ളതാണ്. അത് ഞാനും വേണമെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നു. നമ്മള് ഗ്രാൻഡ് കല്യാണങ്ങളോ എന്തിന്റെ ബേസിലാണ് ഇത് ചെയ്യുന്നത്? കോവിഡിന്റെ സമയത്ത് ഇത് കുറച്ചുകൂടെ ആൾക്കാരൊന്നും വളരെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, കല്യാണം കഴിക്കാൻ പറ്റിയ കോവിഡിന്റെ ബേക്കിൽ. അതായത് കോവിഡ് കഴിഞ്ഞ കുറച്ച് സമയത്തും ആൾക്കാർ ആ ഒരു ഇതില് പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ഇത്രയും പേരെ കല്യാണത്തിന് വിളിക്കുന്നത് ഒരു കാരണം ആൾക്കാർ പറയും എന്ത് വിളിക്കാത്ത നമ്മൾ പോയി ഉണ്ടിട്ടുണ്ട്, നമ്മൾ പൈസ കൊടുത്തിട്ടുണ്ട്. ഇത് 2 സാധനത്തിലാണ് ഇത് പിന്നെ വീണ്ടും തിരിച്ചു വിളിക്കുകയും എല്ലാവരെയും കണക്ട് ചെയ്യുകയും ചെയ്യുന്നത്. പിന്നെ പണ്ടത്തെ ഒരു സെറ്റപ്പിൽ ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വരാനും പോകാനും സഹകരിക്കാനുള്ളൊരു മേഖലയായിരുന്നു. കാരണം അന്ന് ഈ ഇവന്റ് മാനേജ്മെന്റ് ഇല്ല, മൊത്തം ആൾ ഒന്നിച്ചുകൂടി തമാശപ്പെടുത്തി ഞാൻ കണ്ടത് എന്റെ ഒരു അങ്കിളുടെ മരണ വീട്ടിൽ ഞാൻ പോയപ്പോ അവിടെ 2 ആൾക്കാര് ചിരിച്ചിട്ട് ഇങ്ങനെയൊക്കെയല്ലേ നമ്മളെ ഓരോരുത്തർ കാണുന്നേന്ന്. അല്ല, ഇപ്പൊ ആൾക്കാർ ഇവന്റിൽ നമ്മള് ഫ്രണ്ട് സർക്കിള്, നമ്മള് കോളേജിൽ തൊട്ട് സർക്കിള് നമ്മൾ കാണുന്ന കല്യാണം കഴിക്കുമ്പോഴാണ്. അല്ല, എല്ലാരും കല്യാണം കഴിച്ചു, നമ്മൾ 2 പേരും മാത്രം. കോളേജിൽ പഠിച്ചിട്ടൊരു 5-6 കൊല്ലം കഴിഞ്ഞിട്ടൊരു അവിചാരിതമായിട്ട് ചില കൂട്ടുകാരുടെ കോള് വരും. ആ കോള് കേട്ടാ അറിയാം കല്യാണം. ഞാനൊക്കെ ഇങ്ങനെയുള്ള കോള് വരുമ്പോ എന്തായി കല്യാണമായോ, അതാണ് ഞാൻ ആദ്യം ചോദിക്കുക. ജൂണിൽ എന്റെ ഒരു ഫ്രണ്ടിന്റെ കല്യാണം ഉണ്ട് ക്രൗൺ പ്ലാസയിൽ. അടിപൊളിയല്ലേ? ഞാനാണെങ്കിൽ റൂം എടുക്കാൻ പറഞ്ഞു. ഞങ്ങളുണ്ട്. ഞാൻ കല്യാണങ്ങൾക്ക് എതിരാണെങ്കിലും ഞാൻ കല്യാണങ്ങൾക്ക് പോകാറുണ്ട്. എനിക്ക് കല്യാണം കൂടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഒരു സമയത്ത് എന്റെ ചൈൽഡ്ഹുഡിലെ അവന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ വെച്ചാൽ ഭക്ഷണം കിട്ടുന്ന സ്ഥലം. നമുക്ക് വീട്ടിൽ കിട്ടുന്നതിനേക്കാൾ ഏറ്റവും വൃത്തിയായിട്ടും അബണ്ടന്റ് ആയിട്ടും ഭക്ഷണം കിട്ടുന്ന സ്ഥലം കല്യാണ വീട്ടിൽ ഭയങ്കര അട്രാക്ഷൻ ആയിരുന്നു. എന്തോരം ഭക്ഷണം കഴിക്കാൻ പറ്റൂല എനിക്ക്. ഞാൻ പറഞ്ഞിട്ടില്ല, കണ്ടമാനം ഭക്ഷണം കണ്ടാൽ തന്നെ എനിക്ക്
ഞാൻ ഒരു സീസൺ തൊട്ട് അടുത്ത സീസൺ വരെയുള്ള സ്റ്റോറി ചെയ്യുന്നത് പോലെ ആയിരുന്നു കല്യാണങ്ങളെ കണ്ടു. നമ്മളീ ഞാൻ വെള്ളം അടിക്കണ ഫേസിൽ കല്യാണം എൻജോയബിൾ ആണ്. കാരണം രാവിലെ തൊട്ട് അടിക്കാൻ തുടങ്ങും. നമ്മുടെ പരിപാടിയല്ലോ ഇത്. വണ്ടി വരും, വണ്ടി കയറി കിടക്കുക, പോവുക, ബാക്കി ഇരിക്കുക, രാത്രി ഡാൻസ്. എല്ലാവരുടെ കല്യാണം ഈ പറഞ്ഞ പോലെ നല്ല ഓളത്തില് കൂടിയില്ല. എന്റെ കൂട്ടുകാരുടെ ഈ പറഞ്ഞ കോളേജ് കഴിഞ്ഞ് കൂട്ടുകാരുടെ കല്യാണം ഒക്കെ ഇങ്ങനെ കൂടിയിട്ടില്ലേ. അവിടെ ഒന്നിലും പാർക്കിങ്ങിൽ ഇരുന്നിട്ട് കള്ളു കുടിക്കുന്നു, അല്ലെങ്കിൽ പോണ പോക്കിൽ കള്ളു കുടിക്കുന്നു, അത് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ കള്ളു കുടിക്കുന്നു. ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ വീട്ടുകാരൻ അല്ല നമ്മുടെ കൂട്ടുകാരന്റെ പെങ്ങളുടെ കല്യാണം. അപ്പൊ ഇവൻ കുപ്പി സാധനങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടോ. അപ്പൊ കാറ്ററിംഗിൽ നിന്ന് മറ്റേ ചില്ലി ചിക്കനും സാധനങ്ങളായിരുന്നു. അത് കഴിഞ്ഞ് കല്യാണത്തിന് കയറുമ്പോഴേക്കും നമ്മളൊരു നല്ല വേർത്ത് റിഞ്ചപ്പറ്റ് ഏതോരത്തിന്റെ കല്യാണത്തിന് സ്റ്റേജിലൊക്കെ കയറി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിന് പകരം ആൾക്കാർ ചെയ്യുന്നത് ഞങ്ങൾ കണ്ടു. ജോണിന്റെ കല്യാണത്തിൽ നമ്മൾ ജോണിനെ റോസ്റ്റ് ചെയ്തായിരുന്നു ലൈറ്റ് ആയിട്ടൊന്ന്. അത് കഴിഞ്ഞിട്ട് ജോണിന്റെ ആക്ലാബ് ഏതൊരു കമ്മ്യൂണിറ്റിയിലെ ഫ്രണ്ട്സ് വന്നിട്ട് ഒരാൾ മൈക്കും കൊണ്ടെടുത്ത് നമ്മൾ റോസ്റ്റിംഗ് കഴിഞ്ഞാണല്ലോ. അപ്പൊ ആൾക്കാർക്ക് മനസ്സിലായി സംസാരിക്കുന്നവരാണ് ജാൻജാ ജാൻജാ എന്നാ വിളിക്കുന്ന പറയും. ജാൻജാ ജാൻജാ എന്ന് പുള്ളി നിർത്തുന്നില്ല. പുള്ളി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് കയറുക. അപ്പൊ അന്ന് ബാസ്റ്റ് ഞാൻ കമ്പയർ ചെയ്തിട്ടുണ്ട്. അത് തിരിച്ച് വാങ്ങിക്കാൻ ഇല്ല, തിരിച്ച് വാങ്ങാൻ കുറെ പാടുണ്ട്. പുള്ളി കുറെ ആ മനസ്സിലുള്ളതൊക്കെ തുറന്ന് പറഞ്ഞിട്ട് അവരൊക്കെ നല്ല ഓളത്തിലായിരുന്നു. നല്ല ഓളത്തിലായിരുന്നു അവരൊക്കെ. നല്ല ഓളത്തിലായിരുന്നു. ഞാനും അങ്ങനെ തന്നെയായിരുന്നു. കല്യാണങ്ങളൊക്കെ ഞാനും കൂടിയിരുന്ന അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. നല്ല ഓളത്തിൽ എൻ്റെ കൂട്ടുകാരൻ പൊയ്യുള്ള കൂട്ടുകാരൻ ലിയോ അവൻ്റെ ചേട്ടൻ്റെ കല്യാണത്തിന് പോയിട്ട് പറഞ്ഞു വരുമ്പോൾ അവൻ്റെ എൻ്റെ അമ്മയും സ്കൂളിലൊക്കെ ഒരുമിച്ച് പഠിച്ചിട്ടുള്ളതാണ്. എന്നിട്ട് അവൻ്റെ ചേട്ടൻ്റെ കല്യാണത്തിൻ്റെ തലേ ദിവസം പോയിട്ട് അടിച്ച് ഫിറ്റായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങണ വഴി തന്നെ മറന്നു തന്നെ ഒരു ആള് തലേ ദിവസം രാത്രി പണ്ടാറും ഞാൻ ഗ്യാങ് മാറിപ്പോയി. ഞാൻ കൂട്ടുകാരന്റെ കൂടെ കൂട്ടുകാർ സെറ്റിന്റെ കൂടെ കള്ളു പിടിച്ച് ഞാൻ പതുക്കെ എന്റെ ഷിഫ്റ്റ് നാട്ടുകാരുടെ കൂട്ടത്തിലേക്ക് അവരാണെങ്കിൽ നല്ല അടി ആ അടി പിന്നെ ഒക്കെ കഴിഞ്ഞ് ഗംഭീര വാളൊക്കെ. കല്യാണം എന്ന് പറയുന്ന ഒരു ആഘോഷമാണ്. കല്യാണം കഴിക്കുന്നവരല്ലാതെ അപ്പൊ എന്താന്ന് വെച്ചാൽ നമ്മളുടെ ഒരു സന്തോഷത്തിൽ വേറെ ആൾക്കാർ സന്തോഷിക്കട്ടെ എന്നൊരു കോൺസെപ്റ്റ് അല്ലേ ഗ്രാൻഡ് ആക്കണം എന്നുള്ളൊരു. ഗ്രാൻഡ് ആക്കുന്നുള്ളത് ഓക്കെ. അത് ഈ കല്യാണം പരിപാടി ചെറുതായിട്ട് തീർത്തിട്ട് ഇതുപോലെ ചെറിയ റിസപ്ഷൻ ഭക്ഷണം കഴിച്ചു പോകുന്ന പരിപാടി. പിന്നെ കല്യാണം നീ ഇപ്പൊ ഇത് പറഞ്ഞാല് എക്സ്ട്രാ പറഞ്ഞ ചെലവ് ഹോളിന്റെ കാശാണ്. അല്ലെങ്കിൽ റിസപ്ഷനും പരിപാടിക്ക് വന്ന് വേറെ എന്തെങ്കിലും ഇതില് കാശ് പോണ സ്ഥലങ്ങള് ഡ്രസ്സ്, ജ്വല്ലറി, ഒരു ഇവന്റ്സ് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർ പല പല ഓപ്ഷൻസ് തരും നിനക്ക്. ഈ പറഞ്ഞ പോലെ ഡെക്കറേഷൻ കാശ് കൂടുതലാടാ. കാശ് ഭയങ്കര ചെലവാണ്. ഹോള് മാത്രം എന്റെ ഒരു 10 ലക്ഷം ഒക്കെ വരും. 10 എന്റെ 80ന്റെ ഹോള പറഞ്ഞു 80,000 രൂപയുടെ നല്ല ഹോളൊക്കെ 1 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം വലിയ ഹോൾസ് ഒക്കെ. ഇപ്പൊ എന്തൊക്കെ ഇവന്റ്സ് കൂടിയില്ലേ. ആദ്യം ഹൽദി, അത് കഴിഞ്ഞ് വൈകിട്ട് സംഗീത്, അത് കഴിഞ്ഞ് അടുത്ത ദിവസം കല്യാണം, അത് കഴിഞ്ഞ് കോക്ടെയിൽ പാർട്ടി, റിസപ്ഷൻ. അപ്പൊ 4 ഇവന്റ്, 2 രാത്രി വെള്ളമടി, ഫുഡ് ഒക്കെ കൂടെ വരുമ്പം ഇത് മൊത്തം മാരിയറ്റിലൊരു പാക്കേജ് ആയിട്ട്. എന്റെ കസിന്റെ കല്യാണം മൊത്തം മാരിയറ്റിലായിരുന്നു. മാരിയറ്റിൽ സംഗീതത്തിനൊരു ഹാളുണ്ട്, ഹൽദിക്ക് ഒരു ഹാളുണ്ട്, മേജർ കല്യാണത്തിന് ഒരു ഹാളുണ്ട്. ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് അവിടെ നിന്ന് തന്നെ ചെയ്യേണ്ടി വരും. അതെ അതെ. അപ്പൊ അവിടുത്തെ പ്ലേറ്റ് മിനിമം 1000 സംതിങ് അടുത്ത് വരും. 1000 മിനിമം വെളിയിലെ ആൾക്കാർ ഇത് വാങ്ങിക്കും. മാരിയറ്റിലൊക്കെ പോയി 1000 ഒന്നും ആയിരിക്കത്തില്ലല്ലോ. 1000 എനിക്ക് നല്ല പ്ലേറ്റ് കിട്ടും. നല്ല പ്ലേറ്റ് കിട്ടുന്നു, ഫുഡ് കിട്ടും. നീ എനിക്ക് ഓർമ്മയുണ്ടോ നീ സദ്യ കൊടുത്തായിരുന്നോ? സദ്യ കൊടുത്തായിരുന്നു. ഒരേലക്ക് എത്ര കൊടുത്തത്? എത്ര 600 ഒക്കെ വരും. 600-700 ഒക്കെ വരും. അത് പക്ഷെ അങ്ങനെ ഗ്രാൻഡ് ഏറ്റവും ബെസ്റ്റ് കേറ്ററിംഗ് കല്യാണത്തിനാകുമ്പോൾ നമ്മൾ ഏറ്റവും ബെസ്റ്റ് അല്ലേ വിളിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ കൂടിയ അല്ലെങ്കിൽ കുറവുണ്ട്. 200-300-നും പെരുന്നാൾ റേഷൻ കട റേഷൻ അല്ലേ തന്നെ നയൻതാരയൊക്കെ കല്യാണത്തിൽ നിന്ന് കാശ് ഉണ്ടാക്കില്ലേ. അതിന്റെ റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സിന് വിറ്റില്ലേ. ഞാൻ ശരിക്കും എന്റെ കല്യാണത്തിന്റെ ഫോട്ടോഗ്രാഫിയുടെ കാശിൽ എനിക്ക് കിട്ടി. എന്റെ കല്യാണം ലൈവ് സ്ട്രീം പോയതാ. എന്റെ കല്യാണം ഞാൻ ഇത്ര ആളെ വിളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 2-2.5 ലക്ഷം ആൾക്കാർ എന്റെ കല്യാണം കണ്ടിട്ടുണ്ട്. ജോർജ് ബോക്സിൽ ആ കല്യാണം കിടക്കുന്നുണ്ട്. അതിൽ നിന്ന് റവന്യൂ വരേണ്ടതായിരുന്നു. ഏറ്റവും അക്രമം എന്തിനാണെന്നറിയോ, പള്ളിയിൽ വെച്ചിട്ടുള്ള പാട്ടിന് വരെ കോപ്പി റൈറ്റ്സ് പിടിച്ചു. എന്നിട്ട് മിനുവിൽ ഫ്രണ്ട് ഇരുന്ന് വെട്ടി അവിടെയൊക്കെ മ്യൂട്ട് ചെയ്തിട്ട് എടാ നല്ല പോലെ പോയതായിരുന്നു പാട്ടിന് റൈറ്റ്സ് ഒക്കെ പോന്നു. എന്നിട്ട് അതൊക്കെ വെട്ടി കുറച്ച് വന്നപ്പോ 2000 രൂപ അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട് അനീസ്ക, പണ്ടൊക്കെ കല്യാണം കൂടിയിരുന്ന സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്നു ഒറ്റ ദിവസം കൊണ്ട് എല്ലാ പരിപാടിയും കഴിയും. ഇല്ലല്ലോ, ഒറ്റ ദിവസം കൊണ്ട് ഈ പറഞ്ഞ പോലെ നിക്കാഹും എല്ലാം കല്യാണവും എല്ലാം ഒരു ദിവസമാണ്. ഈ പെണ്ണിന്റെ വീട്ടിൽ പോയിട്ട് ആളെ തിരിച്ച് ഇവിടെ വീട്ടിലെത്തുന്നു.
തലേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള ഒരുക്കങ്ങൾ അല്ലെങ്കിൽ നാളത്തേക്കുള്ള ബിരിയാണിയുടെ പ്രിപ്പറേഷൻ പരിപാടികൾ, ചെറിയ പരിപാടിയില്ല, അത് എനിക്ക് പണ്ടോട്ടേ ഉള്ളത്. വീടിനടുത്തുള്ള ആൾക്കാർ മാത്രം വന്ന് ജസ്റ്റ് ഒന്ന് ഭക്ഷണം കഴിച്ചു പോകും. അതായത് നമ്മുടെ ഇവിടെ ആയിരുന്നു കൂടി എനിക്കൊന്ന് ബാക്കിയുള്ളവർക്ക് അത് അത്രയും കാണത്തില്ല. നമ്മുടെ അവിടെ മൈലാഞ്ചിന്നും അങ്ങനെയൊക്കെ പറഞ്ഞ് ലൈറ്റ് ആയിട്ട് പണ്ടേ ആഘോഷിച്ചു പോകുന്നിരുന്നു തലേന്ന്, കല്യാണ തലേന്ന്. പക്ഷെ വളരെ ഏറ്റവും ക്ലോസ് ആയിട്ട് തൊട്ടടുത്തുള്ള ആൾക്കാർ മാത്രം വന്ന് രാത്രി ഭക്ഷണം കഴിക്കുന്നു, ബന്ധുക്കളും. പിന്നെ പിറ്റേന്നത്തോടു കൂടി പരിപാടി കഴിഞ്ഞു. പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ വന്ന് ഹൽദി ഇല്ല, ഇപ്പൊ സ്റ്റാൻഡേർഡ് പാക്കേജ് ഹൽദി, അത് ക്ലോസ് ഫാമിലി. നമ്മൾ വരേണ്ടത് സംഗീത്, വൈകിട്ട് അന്ന് രാത്രി സ്റ്റേ കൊടുക്കണം, അടുത്ത ദിവസം കല്യാണം കഴിഞ്ഞ് ആൾക്കാർ തിരിച്ചു പോകും. ചെറിയ വ്യത്യാസം നമ്പർ ഓഫ് പ്രോഗ്രാംസ് കൂടി, എണ്ണം പണ്ട് നെയ്ച്ചോറ് കഴിച്ചിട്ട് പോവായിരുന്നു ആൾക്കാർ. കല്യാണത്തലേന്നിന്റെ പ്രത്യേകത വെച്ചാൽ നെയ്ച്ചോറും ബീഫ് കറിയും ഒക്കെ ബീഫും കായും മാങ്ങാക്കറിയും ചോറും ഇതാണ് തലേ ദിവസം കൊടുക്കുന്ന സാധനം. കല്യാണത്തിൽ ഞാൻ പോയിട്ടുണ്ട്. ഇനി എത്തിയപ്പോഴേക്കും എല്ലാം പരിപാടി കഴിഞ്ഞായിരുന്നു. അന്ന് നല്ല ഓളായിരുന്നു. എന്റെ കുടുംബത്തിൽ പറഞ്ഞാൽ കുറെ പേര് പാട്ട് പാടുന്നവരും ഇതൊക്കെ ഉണ്ട്. അത് കാരണം നമുക്ക് പുറത്തുനിന്ന് എടുക്കേണ്ട കാര്യമില്ല. നല്ല ഓളാ. നമ്മൾ ഇതുപോലെ അടുത്ത ഓളം വയ്ക്കാൻ പോകുന്നത് റിൻഷാന്റെ കല്യാണം. ദീപകിന്റെ കല്യാണം അതൊന്നും നടക്കൂല. എവിടെയും ബുക്ക് ചെയ്യാം, അവര് തമ്മിൽ തല്ലി പിരിഞ്ഞു. പറ സത്യം, നിനക്ക് എന്താ കല്യാണം കഴിക്കാൻ പറ്റാത്ത? നിനക്ക് ഞാൻ എന്റെ ആദ്യത്തെ പ്രോപ്പർ റിലേഷൻഷിപ്പ്, എന്റെ കുറെ റിലേഷൻഷിപ്പ് കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചാടണമായിരുന്നു. ഞാൻ കല്യാണത്തിന് റെഡി ആയിട്ടില്ല, അങ്ങനത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു. പിന്നെ ഒരു റിലേഷൻഷിപ്പ് കല്യാണം അതെ 25 കല്യാണം. ഞാനൊരു പിന്നെ ഒരു റിലേഷൻഷിപ്പ് കല്യാണത്തിലോട്ടായല്ലോ. അതായത് വീട്ടുകാരൊക്കെ മീറ്റ് ചെയ്തു, എന്നിട്ട് അത് മുടങ്ങിപ്പോയി. എങ്ങനെയാണ് മുടങ്ങിയത്? പറയൂ. എന്താണ് സംഭവിച്ചത്? എന്തായിരുന്നു പ്രശ്നം? എന്ന് വെച്ചാൽ നമ്മൾ തമ്മിൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അത് നമ്മൾ അടി ഉണ്ടാക്കും. അടി എന്ന് പറയുമ്പോൾ ഇവര് തമ്മിലുള്ള ഇഷ്യൂസ് ഇവരുടെ ഇടയിൽ നിന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. കല്യാണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഫാമിലി. അത് ഞാൻ പറയാം. അതായത് ഇതിൽ ഉണ്ടായിരുന്ന ഒരു ഇവന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരും ഒരു അടി നടന്നപ്പം അതെന്റെ പേരൻസ് അറിയുകയും പേരൻസ് അതോടെ ഇത് നിർത്തണം എൻ്റെ അടുത്ത് പറഞ്ഞ് ഇത് പറ്റില്ല. അതായത് വേറെ ആരെ കല്യാണം കഴിച്ചാലും കുഴപ്പമില്ല, പക്ഷേ ഈ കുട്ടിയെ കല്യാണം കഴിക്കാൻ ആദ്യമേ ഇതിൽ സംതൃപ്തരല്ലായിരുന്നു. അവരൊരു അവസരം നോക്കിയിരിക്കുകയായിരുന്നു. ദീപകിന് തോന്നിയിട്ടുണ്ട്. സുഹൃത്തുക്കൾ ഈ ഇടപെടലിൽ വല്ലാതെ നിന്റെ സ്വാധീനിച്ചിട്ടുണ്ടോ? സുഹൃത്തുക്കൾ ഇടപെടൽ എന്നുവെച്ചാൽ സുഹൃത്തുക്കളുടെ ഇടപെടലിനെ കാട്ടി കൂടുതൽ പേരൻസ് എൻ്റെ ഒരു ചോയ്സിൽ ഹാപ്പി അല്ലായിരുന്നു. എനിക്ക് പലപ്പോഴും തോന്നുന്നു ദീപകിന്റെ ലൈഫിൽ സുഹൃത്തുക്കൾ ആവശ്യത്തിൽ അധികമായി ഇടപെടാറുണ്ടെന്ന്. ശരിയാണോ ദീപക്? ഉണ്ടായിരുന്നു. ഒരു സുഹൃത്ത്, ആ സുഹൃത്തിനെ ഞാനിപ്പോ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോ ഒരു ഡിസ്റ്റൻസിലാണ് വെക്കുന്നത്. അയ്യോ, ഇവരുടെ എല്ലാവരും അങ്ങനത്തെ എല്ലാവരുടെയും ലൈഫില് സുഹൃത്തുക്കൾക്ക് നല്ല ഇൻവോൾവ്മെന്റ് ഉണ്ട്. അവർ ആ സ്പേസ് അങ്ങോട്ട് ഇങ്ങോട്ടും കൊടുത്തിട്ടുണ്ട്. എന്റെ ഫാമിലിക്ക് കഴിഞ്ഞിട്ട് ഞാൻ സുഹൃത്തുക്കൾ സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സുഹൃത്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും കരിയറിൽ തന്നെ എത്ര വലിയ ചോയ്സസ് ആണ് എടുക്കുന്നത്. നമ്മളെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം അറിയാമായിരിക്കുമല്ലോ, ദീപു ഒരു റിലേഷൻ ഉണ്ടായിരുന്നത്, കല്യാണമായി പ്ലാൻ ചെയ്ത് ഡേറ്റും ഫിക്സ് ചെയ്ത് നമ്മളെ കല്യാണം ആകുമെന്ന് വിചാരിച്ച സമയത്ത് ഈ പറഞ്ഞ ഇഷ്യൂസ് ഉണ്ടായി. പേരൻസുമായിട്ട് അവസാനം മാരേജ് കോൾ ഓഫ് ചെയ്തു. ആ ഹാളിൽ നമ്മൾ സ്റ്റാൻഡപ്പ് ചെയ്തു. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ ഷോ വിറ്റെന്നല്ല, മലയാള സ്റ്റാൻഡപ്പ് കോമഡി ചരിത്രത്തിൽ അത്രയും വലിയ ഷോ ആരും നടത്തി. 500 ടിക്കറ്റ് ഷോ ഇല്ല. കാരണം നമ്മൾ അത്രയും സ്റ്റാൻഡപ്പ് വളർന്നിട്ടില്ല. നമുക്കും അറിയാം അത് നടക്കാൻ പോസിബിൾ ആയതിന് കാരണം നമ്മൾ മാർക്കറ്റ് ചെയ്തത് കല്യാണം മാർക്കറ്റിംഗ് ആംഗിൾ പ്ലാൻ ചെയ്ത ഹോളിലാണ്. കാരണം അത് ഷോ ഹോളല്ല, കോമഡി തുടങ്ങി. കല്യാണം നടക്കുന്ന ഹോളാണ് ട്രിവാൻഡ്രം സുബ്രഹ്മണ്യ ഹാള്, എല്ലാവർക്കും അറിയാം, ട്രിവാൻഡ്രം ക്ലബ്ബ്. അവിടെ കല്യാണം മാത്രമേ നടക്കാറില്ല, ഇങ്ങനെ ഷോസ് നടക്കാറില്ല. അപ്പൊ അവിടെ എന്തുകൊണ്ട് നടത്തുന്നുള്ളത് കൊണ്ടും നമ്മളങ്ങനെ മാർക്കറ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ അതിന്റെ ക്യൂരിയോസിറ്റിയിൽ ആൾക്കാർ വന്നു. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ന്യൂസിലൊക്കെ വന്നല്ല, ഞാനൊക്കെ ഇങ്ങനെ ഊഞ്ഞാലാടനൊക്കെ ന്യൂസിൽ. പക്ഷെ ഇതിലുണ്ടായിരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ആൾക്കാർക്ക് അതാണ്, അതായത് ആൾക്കാർക്ക് സംഭവത്തിൽ അതിൽ പകുതി മുക്കാൽ ആൾക്കാരും വന്ന് സ്റ്റാൻഡപ്പ് കോമഡി കാണാനല്ല, സപ്പോർട്ടാണ്. അതാണ് കുഴപ്പമില്ല, കിട്ടും.
അവരൊക്കെ വിചാരിക്കണത് എന്താന്ന് അറിയോ, ഇങ്ങനെ ഒരു പയ്യൻ വന്ന് പറയുമ്പോ എല്ലാവരുടെയും വിചാരം ആ പെണ്ണ് പിന്നെ തേച്ചു പാവം, അവൻ ആ സങ്കടത്തിൽ സ്റ്റാൻഡപ്പ് കോമഡി ബേസിക് സാധനം എല്ലാവരുടെയും തലയിൽ ഓടിയതാ. നമുക്കെതിരെ തിരിയാനൊരു ടെൻഡൻസി ഉണ്ടാകും. നമ്മളത് മാക്സിമം അഡ്രസ് ചെയ്യാൻ നോക്കിയത്, അതല്ല കുഴപ്പമില്ല. രണ്ടുപേരുടെയും ഇൻഡിഫറൻസ് കൊണ്ട് ഇവർ രണ്ടു വഴിക്ക് പോകുന്നു. നമുക്ക് ഹോള് വെറുതെ കിടക്കുന്നു. 1.5 ലക്ഷം രൂപയോളം നമുക്ക് ചെലവുണ്ട്. 10,000 രൂപ അവിടെ കൊടുത്തിട്ട് അത് തിരിച്ചു കിട്ടില്ല. ആ പൈസ ആ സീസണിൽ റിക്കവർ ചെയ്യാൻ അങ്ങനെയാണ്. ആൻഡ് മലയാളം സ്റ്റാൻഡപ്പ് കോമഡിയിൽ അത്രയും ബഡ്ജറ്റ് അല്ല, അത്രയും റിക്കവർ ചെയ്ത, അത്രയും കളക്ഷൻ ഉണ്ടാക്കിയ ഒരു പരിപാടി ഉണ്ടാകും. OTT കൂടി വിൽക്കണായിരുന്നു. നമ്മുടെ ആ ഷോയുടെ ടോട്ടൽ ടിക്കറ്റ് റവന്യൂ 1.5 ലക്ഷം നമുക്ക് ഉണ്ടായിരുന്നു. നമ്മുടെ ലാഭം 1.5 ലക്ഷം രൂപയാണ്. അല്ല 1.60 വന്നു ടോട്ടൽ റവന്യൂ വന്നു. അതിൽ സ്പോൺസർഷിപ്പ് 60,000 രൂപ റേസ് ചെയ്തു. അതെല്ലാം ടോട്ടൽ 160, ടോട്ടൽ നമ്മൾ 163 നമ്മൾ കളക്ട് ചെയ്തു. നമുക്ക് ലാഭം കിട്ടിയത് 3,500 രൂപ. 1,10,000 രൂപ ഹോൾഡർ റെന്റ്. അതിനുവേണ്ടി ശരിക്കും നടത്തിയത് നമ്മൾ 1/10 ചെക്ക് അപ്പം തന്നെ എഴുതി. ഷോ നടക്കുന്നതിന്റെ ലാസ്റ്റ് ദീപു മാസിൽ അവന്റെ ഫാദറിനെ വിളിച്ച് സ്റ്റേജിൽ വെച്ച് അപ്പന് ചെക്ക് കൊടുത്തു 1/10. ടോട്ടൽ 163 വന്നു. 160 നമുക്ക് എക്സ്പെൻസ് ഉണ്ടായിരുന്നു. അതായത് മാർക്കറ്റിംഗ്, ഹോള്, ക്യാമറ. നമുക്ക് നല്ല കിട്ടി. നല്ലൊരു നമ്മുടെ ദ ബെസ്റ്റ് ഷോ, നമ്മുടെ കരിയറിലെ ദ ബെസ്റ്റ് ഷോ ആയിരുന്നു. കണ്ടവർക്ക് മാത്രമുള്ള അത്ര ബെസ്റ്റ് ആണോ സംശയമുള്ളത്. ജയ് ഉണ്ടായിരുന്നു. ജയ് കവർ ചെയ്യാനുണ്ടായിരുന്നു. ഇല്ല, അഖിലുണ്ടായിരുന്നോ? തിരുവനന്തപുരം ഷോ കവർ ചെയ്യാനുണ്ടായിരുന്നില്ലേ? ഓക്കെ. എന്നാലും 500 പേരൊക്കെ വന്ന മലയാളം സ്റ്റാൻഡപ്പ് കോമഡി ഷോ. അതെ, അന്ന് നമുക്ക് അത്രയും ഓൺ ടൈം കറക്റ്റ് 7:00 നമ്മൾ ഷോ തുടങ്ങുന്നു. നമുക്ക് ഷോ ഡയറക്ടർ അതാ ഞാൻ പുറത്തിരുന്നിട്ട് ആൾക്കാരുടെ എന്റെ ഇപ്പോഴും സ്റ്റാമ്പ് ഉണ്ട്, 2 സ്റ്റാമ്പ് ഉണ്ട്. അല്ലല്ല തിരിച്ചാണ് 499 300 299 രണ്ടേ നമ്മൾ 799 വിറ്റ. അല്ലടാ 799 ടിക്കറ്റ് വിറ്റായിരുന്നു. 499 299 അല്ലായിരുന്നോ അന്ന്? 499 299 ആയിരുന്നു. ഫ്രണ്ടിൽ 499 ബാക്കിൽ 299. അപ്പൊ 2 സ്റ്റാമ്പ് ഉണ്ടായിരുന്നു. റിച്ചാർഡ് ആയിരുന്നു ഫ്രണ്ട് കൗണ്ടറിൽ. വേറെ സ്റ്റാഫ് ഉണ്ടായിരുന്നു. എടിച്ചടിച്ച ആള് 2 നമുക്ക് ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇല്ല, കാരണം ശരിക്കും സ്റ്റാൻഡപ്പിന് ലൈവ് ഷോയ്ക്ക് അത്രയും മാർക്കറ്റ് കേരളത്തിൽ ആയിട്ടില്ല. ഈ അവസരത്തിൽ ഞാൻ പറയട്ടെ, 3-ാം തീയതി ഇറങ്ങുമ്പോഴേക്കും സാധനം കഴിയും. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഈ അവസരത്തിൽ ഷോ ഗംഭീരമായി. അതിനുശേഷം പിന്നെ ബാംഗ്ലൂർ ഇന്ദിരാനഗറിലുള്ള കോമഡി തിയേറ്ററിലെ ഷോ അതായിരുന്നു പിന്നെ ഏറ്റവും കൂടുതൽ ആള് വന്നത്. കറക്റ്റ് ആയില്ലേ? സിൽബോർഡ് അന്നുണ്ടായ ട്രാഫിക് അല്ലേ? ഞാൻ ഒന്നുകൂടെ ഒരു കല്യാണം മുടക്കാം. അതിന്റെ മുകളിൽ ഇത്തവണ 1000 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന നല്ല അക്കോസ്റ്റിക്സ് ഉള്ളത്. ആ ഷോയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നത്, ആ ഹോളിന് ഇങ്ങനെ ഹോളുകൾ ഒരിക്കലും അങ്ങനെ ട്രിവാൻഡ്രം ക്ലബ്ബുകാർ എന്നെ 3 ദിവസം മുമ്പേ വിളിച്ചിട്ട് പറഞ്ഞു ഇതൊന്നും പറ്റൂല. അവരറിഞ്ഞില്ല കോമഡിയാണ് നടത്തുന്നത്. അപ്പോൾ അവരറിഞ്ഞിട്ടില്ല അവിടെ സ്റ്റാൻഡപ്പ്, കാരണം നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ അവര് ഇതേപോലെ പത്രത്തിൽ കൂടെ കണ്ടിട്ടൊക്കെ, കാരണം അവർക്ക് കോള് വന്നു. അതായത് ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞ ഇതില് ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി നടക്കണ്ടെന്ന് വന്നിട്ടില്ല, നമ്പർ കൊടുത്തിട്ടുള്ളത് ട്രിവാൻഡ്രം ക്ലബിന്റെ ആയിരുന്നു. അങ്ങനെ അവര് വിളിച്ചിട്ട് പറഞ്ഞു ഇതൊന്നും പറ്റൂല, ഇങ്ങനെ കമേഴ്ഷ്യൽ പരിപാടിയാണ്, അത് വേണം ഇത് വേണം, നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വേണം ഇവിടെ. പിന്നെ എനിക്ക് തോന്നുന്നത് എന്തോ ഭാഗ്യത്തിന് ഇത് കോൾ ഓഫ് ആവുകയാണെങ്കിൽ ഇവർക്കൊരു നെഗറ്റീവ് PR ആകും എന്നൊരു ആംഗിളിൽ. പിന്നെ അവിടുത്തെ ആൾക്കാരെ ഞാൻ അപ്രിഷിയേറ്റ് ചെയ്യുന്നു. ആക്ച്വലി അവരത് നടത്താൻ സമ്മതിച്ചു, കാരണം അവർക്ക് ജസ്റ്റ് നോ പറഞ്ഞ് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു സഹകരിക്കുകയും ചെയ്തു. പുള്ളി കാര്യമായിട്ട് സംസാരിച്ച് വേറെ പ്രശ്നങ്ങൾ ഉണ്ടാവുക, അവരുടെ കൺസേൺ അതൊക്കെയാണ്. അതായത് ഇതിന്റെ ത്രൂ ഒരു ഇഷ്യൂ ഉണ്ടായി, പ്രശ്നം ഉണ്ടാവുക, കാരണം അവിടെ അങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നാൽ ബാക്കി എല്ലാവരും ചോദിക്കും, ഇവരാ ആൻസറബിൾ. അപ്പം മാത്രമല്ല ഇങ്ങനെ പെർമിഷൻ ആരെങ്കിലും ചോദിച്ചു വന്നതിനെ അവർ കൊടുക്കത്തില്ല. അപ്പം നമ്മളങ്ങനെ നടത്തിയെന്ന് വന്നാൽ ശരിക്കും ട്രിവാൻഡ്രം ക്ലബ്ബിൽ ചിലപ്പോൾ ടിക്കറ്റ് പരിപാടിയൊക്കെ നടത്തിയ ചരിത്രമൊക്കെ എടുത്തു നോക്കിയാൽ ചിലപ്പോൾ വേറെ കാണത്തില്ല, അല്ലെങ്കിൽ തന്നെ എപ്പോഴേലും ആയിരിക്കും. അപ്പൊ അതിനുശേഷം അങ്ങനെ സംഭവം ഉണ്ടായിരുന്നു. ആ റേറ്റിലൊരു ഹോൾ എടുത്തിട്ട് ഒരു പരിപാടി നടത്തി വിജയിപ്പിക്കാൻ എളുപ്പമല്ല. ഇല്ല, പിന്നെ ഭീകര സ്പോൺസർ വരണം. നമുക്കും നഷ്ടം, അല്ലെങ്കിൽ നമുക്ക് ഇപ്പം ലാഭം വലിയ കാര്യമായിട്ടുണ്ടാവും. അത്ര കളക്ഷൻ വന്നെങ്കിലും ലാഭം ഈ 3,430 രൂപയിലുള്ളതായിരുന്നു. അതിന്റെ നമ്മളപ്പുറത്ത് ടാഗോറിന് നടത്തി കഴിഞ്ഞാൽ അതിലൊരു വലിയ ഭാഗം ലാഭമായിരിക്കും. സത്യം. ട്രിവാൻഡ്രം ക്ലബ്ബ് മെയിൻ കല്യാണം സാധനം, ഏറ്റവും ഹൈ പ്രൊഫൈൽ കല്യാണം നടക്കുന്ന സ്ഥലം ട്രിവാൻഡ്രം ക്ലബ്ബാണ്. ആദർശന്റെ കല്യാണത്തിനാണോ നമ്മൾ അവിടെ അവൻ ട്രിവാൻഡ്രം നല്ല ഭയങ്കര അടിപൊളി റൂമുകളായിരുന്നു. അതായത് പിന്നെ അവിടെ ഫുഡ് ഭയങ്കര ചീപ്പാണ്. അവന്റെ അച്ഛൻ ക്ലബ്ബിലെ മെമ്പർ, അവര് ഫുൾ ക്ലബ്ബിലെ മെമ്പർ ആയതുകൊണ്ട് ഫുഡ് ഭയങ്കര ചീപ്പാണ്, മദ്യം ഭയങ്കര ചീപ്പാണ്.
MRP ഇത്ര 200-300 രൂപയ്ക്ക് ബാറി ഇരുന്നടിക്കാം. ക്ലബ് മെമ്പർഷിപ്പ് എടുക്കുന്ന ലക്ഷങ്ങൾ കൊടുത്തിട്ട് അത് ഇവർക്ക് കുടുംബപരമായി കൈമാറി വന്ന് മെമ്പർഷിപ്പ് കിട്ടത്തില്ല. ഇപ്പൊ അങ്ങനെ എടുക്കാനും പറ്റത്തില്ല. എടുത്തവർക്ക് ഒരു സമയത്തുണ്ടെന്നേ ഉള്ളൂ. അങ്ങനെ പിന്നെ അവരിങ്ങനെ ഓണററി മെമ്പേഴ്സിനെ അവരെടുക്കുക. അതായത് സമൂഹത്തിൽ കുറച്ച് മേളിൽ നിൽക്കുന്ന ആൾക്കാരെ അവരെ ഇൻവൈറ്റ് അവിടെ എന്നും ബൈജു കാണും. ബൈജു സെക്രട്ടറി എന്തായിരുന്നു അല്ലെ, ഞാൻ ട്രിവാൻഡ്രം ക്ലബ്ബിൽ എപ്പോ പോയിട്ടുണ്ടെങ്കിലും ഞാൻ ബൈജുവിനെ കണ്ടിട്ടുണ്ട്. ഒരു മര്യാദക്ക് വേണ്ടി അല്ല ആള് എന്റെ സെക്രട്ടറി എന്തോ ആയിരുന്നു. ആളെന്തോ ഒരു പൊസിഷനിൽ ഇരുന്നുണ്ട് അവിടെ. ആളുടെ കേസ് ഉണ്ടായിട്ടുള്ളത് അവിടെയാന്നുണ്ട്. തോക്കെടുത്ത കേസ് അവിടെയാണോ അങ്ങനെ എന്തോ കേസ് ബാറിലായിരുന്നു അല്ലേ? കല്യാണം കഴിക്കും. റിൻഷാദ് കല്യാണം കഴിക്കും. സത്യമായിട്ട് എനിക്ക് അറിയില്ല. ഞാനിപ്പോ അതിനെ കുറിച്ച് ചിന്തിക്കുന്ന പോലും ഇല്ല. റിൻഷാദ് ഡേറ്റിംഗ് ആപ്സ് പോലും ഇട്ടിട്ടില്ല. ഇല്ല, അതതിന് കഴിയില്ല. നമ്മളൊക്കെ കയറി കഴിഞ്ഞാൽ എവിടെ മാച്ചൊക്കെ വരാനാ? അങ്ങനെയൊന്നും പറയില്ല. റിൻഷാനെ ആരാധിക്കുന്ന, അംഗീകരിക്കുന്ന, സ്നേഹിക്കുന്ന ഒരു വലിയ സമൂഹം സബ്സ്ക്രൈബേഴ്സിലുണ്ട് അല്ലേ? ഞങ്ങൾ ഇത്രയും കൊലവമ്പന്മാർ 4 പേര് ഇരുന്നിട്ട് ആൾക്കാർ വന്നിട്ട് റിൻഷാദിക്കാന്ന് കമന്റ് ചെയ്യണമെങ്കിൽ റിൻഷാദിൽ എന്തോ ഉണ്ട്. അതെ, അത് ഞാനില്ലാത്ത 4 എപ്പിസോഡിൽ ഒരു പട്ടി കമന്റ് ജോണിക്ക എവിടെയാണ്. പക്ഷെ റിൻഷാക്കായ ആൾക്കാർ അന്വേഷിക്കില്ല. റിൻഷാദിന്റെ ലോയൽറ്റിയും കമ്മിറ്റ്മെന്റും അവിടെ ഇല്ല. നമ്മളെ പോലെ ഇത്രയും നാളായി പൊട്ടിക്കിടക്കുന്ന ഒരു സ്ഥാപനത്തിന് റിൻഷാദ് ഇത് ഫുൾ ടൈം റെസ്പോൺസിബിലിറ്റി ആയിട്ട് കൊണ്ട് അല്ല, ഇത് വെച്ച് കല്യാണം നടക്കില്ല, വേണമെങ്കിൽ ഡേറ്റിംഗ് പറ്റും. എന്നുവെച്ചാൽ അതൊരു കമ്മിറ്റ്മെന്റ് തന്നെയാണ്. ഞാൻ വരെ വേറെ ജോലി നോക്കിപ്പോയി അല്ലേ? റിൻഷാദിന്റെ കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ വേറെ. റിൻഷാദ് വളരെ നല്ലൊരു ബോയ് ഫ്രണ്ട് ആണ്, വളരെ നല്ലൊരു ഹസ്ബൻഡ് ആണ്. റിൻഷാദ് ഫുൾ എഫേർട്ട് ആണെന്നല്ല പറയാ. കെട്ടിക്കോട്ടെ. അങ്ങനെ നിങ്ങൾക്ക് കെട്ടിക്കൂടെ? ഈ സമൂഹം സമ്മതിച്ചാൽ സമൂഹം സമ്മതിക്കുന്ന എന്തിനാ? നമ്മൾ നേരത്തെ പറഞ്ഞ പോയിട്ട് സമൂഹം മൈരാണ്. കുടുംബം സമ്മതിക്കട്ടെ. നിങ്ങളുടെ കുടുംബക്കാരെ സമ്മതിക്കില്ല റിൻഷാ. ഒരു നായരെ കല്യാണം കഴിക്കാൻ എന്തായാലും നമ്മൾ സമ്മതിക്കൂല. അപ്പൊ റിൻഷാദ് ഇനി ഭാവിയിൽ കല്യാണം കഴിക്കാൻ പ്ലാൻ ഇല്ല റിൻഷാ? എനിക്ക് ഈ അടുത്തൊന്നും എന്തായാലും ഇല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഫിനാൻഷ്യലി ഒന്ന് സെക്യൂർ ആയിട്ട് ആ ഒരു നല്ലൊരു പൊസിഷനിൽ എത്തിയിട്ട് മാത്രമേ ഇതിനെ കുറിച്ചൊക്കെ ചിന്തിക്കാവുന്നതാണ് എന്റെ. നമ്മൾ സെക്യൂർ ആണ്. ദീപുവിന്റെ സാലറി, നിന്റെ കമ്മിറ്റ്മെന്റ് ഇത് പോരെ? ശരിയല്ലേ? ഇല്ല റിൻഷാ, നീ ഇങ്ങോട്ട് നോക്ക്. ദീപുവിന് പോരാ. ദീപുവിന് ഇത് പോരാ. എന്റെ സങ്കല്പ സാലറി നിനക്ക് പോരാ. കാരണം ദീപു ആ കാര്യത്തിലൊക്കെ ഭയങ്കര ക്ലിയർ ആണ്. എന്റെ റോൾ മോഡലിനെ പറ്റി ഞാൻ ഇനി സംസാരിക്കുന്നുണ്ട്, അതിലോട്ട് ഞാൻ വരുന്നുണ്ട്. റിൻഷയുടെ കല്യാണം അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാല് അറ്റ്ലീസ്റ്റ് 2 പേരും വർക്കിംഗ് ആയിരിക്കണം. അതായത് ഒരു ഫാമിലി കൊണ്ടുപോകുന്ന 2 പേരുടെ കൂടെ ഉത്തരവാദിത്തമായിരിക്കണം. അല്ലാതെ എനിക്ക് ഒരാളെ പ്രിൻസസ് ട്രീറ്റ്മെന്റ് കൊടുത്ത് കൂടെ നിർത്തുന്നതിനെ കുറിച്ച് എനിക്ക് യാതൊരു താല്പര്യമില്ല. പറ്റില്ല. ഒരു കാര്യം അതുകൊണ്ടാണ്. ഒരു വർക്കും ചെയ്യാതിരിക്കുവാണെങ്കിൽ ചിന്തിക്കാൻ കുറെ സമയം ഉണ്ടാവും. ചിന്തിക്കാൻ കുറെ സമയം ഉണ്ടാവുന്ന നിമിഷങ്ങളിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അല്ലേ? ഏറ്റവും ബിസി ആയിട്ടിരിക്കുന്ന ഒരു പാർട്ണറാണ് ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ നല്ലതാണ്. അപ്പൊ അവർക്കാണെങ്കിൽ എപ്പോഴുള്ള ചിന്ത എന്തായിരിക്കും? ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ എന്താ അതിനെ കൊണ്ടൊന്ന് നശിപ്പിക്കും. ജോൺജോ പറഞ്ഞ ജോൺജോന്റെ ഒരു നല്ല പോയിന്റ് ഉണ്ട്. അതാ പറഞ്ഞ അത്ര വളരെ ബിസി ആയിട്ടുള്ള ആളെ കല്യാണം കഴിക്കും. അപ്പൊ എപ്പോഴും അവർക്കുള്ള വിഷമം എന്തായിരിക്കും? ഞാൻ എന്റെ പാർട്ണർക്ക് ആവശ്യത്തിന് സമയം കൊടുക്കുന്നില്ലേ എന്നായിരിക്കും അവരുടെ ടെൻഷൻ. നമ്മൾ നൈസായിട്ട് അതിനെ താളിച്ചു വിട്ടാൽ മതി. എന്നാലും എനിക്ക് ഇത്തിരി കൂടെ സമയം കിട്ടിയത് ബാക്കി പട്ടനെ പോയി ചട്ടനെ പോയി ബോട്ട് കിട്ടിയാൽ. പിന്നെ പുള്ളിക്കാരി നോക്കുമ്പോ എന്താണ്, ജോർജോക്ക് ഇഷ്ടം പോലെ സമയമുണ്ട് പുള്ളിക്കാരിയെ കെയർ ചെയ്യാൻ അല്ലേ? ആ സമയം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് റിലേഷൻഷിപ്പ്. പാർട്ണറിൽ ഒരാൾ ചുമ്മാ ഇരിക്കണം, മറ്റേ പണിക്കണം, അത് തന്നെ നല്ലതല്ലേ? ഞാൻ പറഞ്ഞു തരണെങ്കിൽ ഒരിക്കലും 2 ആർട്ടിസ്റ്റുകൾ ഒരിക്കലും കല്യാണം കഴിക്കരുത്. വളരെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും ഫിനാൻഷ്യൽ ഇൻസ്റ്റെബിലിറ്റിയും മാച്ച് ആയി പോകും. 2 ഫിനാൻഷ്യൽ ഇൻസ്റ്റെബിലിറ്റി ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അവിടെ ഭയങ്കര ഫ്രസ്ട്രേഷനും, 2 പേരും ഫ്രസ്ട്രേറ്റഡ് ആണെങ്കിൽ ഭയങ്കര പ്രശ്നമായിരിക്കുമല്ലേ? ഇത് പറഞ്ഞ പോലെ ഡോക്ടർ എന്ന് പറയുന്ന ജോലിക്ക് ഈ ആ പറയുന്ന ഫ്രസ്ട്രേഷൻ ഇല്ലാന്നൊന്നും ഇല്ലാന്ന് പറയില്ല. പക്ഷെ ഞാൻ എന്റെ ഭാര്യയുടെ മറ്റൊരു ക്വാളിറ്റി ആയിട്ട് കാണുന്നത് അവിടെയുള്ള എല്ലാ തലവേദനകളും അവിടെ ഉപേക്ഷിച്ച് അവള് വീട്ടിലേക്ക് വരുള്ളൂ. ഒരു വന്ന് കയറാൻ മനസ്സിലാവൂല. അല്ല ഞാൻ അത്യാവശ്യത്തിന് മനസ്സിലാക്കാനുള്ള സാധനമൊക്കെ പഠിക്കാൻ ശ്രമിക്കാറുണ്ട്. അത്യാവശ്യം ചില മെഡിക്കൽ ടേംസും കാര്യങ്ങളും, ഒരു കാറ്ററാക്ട് സർജറിനെ കുറിച്ചുള്ള പ്രൊസീജിയർ സ്റ്റെപ്സ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കേട്ടാ മനസ്സിലാവുകയൊക്കെ ചെയ്യും. അപ്പോ അല്ല, അത് വന്ന ഒരു സമയത്ത് കുറച്ചു നേരം അവള്
ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിരിക്കും. എന്നിട്ട് ചായ കുടിക്കുന്ന ഒരു കൂട്ടത്തിൽ ഫുൾ സംഭവങ്ങൾ പറയും. ഇന്നത്തെ ദിവസം ഇങ്ങനെയായിരുന്നു, അങ്ങനെയായിരുന്നു, ഭയങ്കര അവരിങ്ങനെയായിരുന്നു, ആ കോണം ഈ കോണം. എനിക്ക് ശരിക്കും ഇറിറ്റേറ്റഡ് ആവുന്നുണ്ട്. ഇനി കുറച്ച് നാളും കൂടിയല്ലേ ഉള്ളൂ എന്നുള്ള സാധനമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പോയിന്റിൽ കഴിഞ്ഞു. പിന്നെ എനിക്ക് പക്ഷേ ഞാൻ അത് വെച്ച് നോക്കി കഴിഞ്ഞാൽ ഞാനൊരു ജോലിക്ക് പോകുന്ന ആളാണെങ്കിൽ ഉണ്ടല്ലോ, അവളുടെ തലച്ചോറ് ഞാൻ കൊത്തിപ്പൊരി അടിക്കും. എനിക്കൊരു സാധനം തലയിൽ കയറി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഞാനത് ഇറിറ്റേറ്റഡ് ആവും. ആ സാധനം എല്ലാവരുടെ അടുത്തേക്ക് ഞാൻ ആ സാധനം റിഫ്ലക്ട് ചെയ്യും. എൻ്റെ അടുത്ത് എന്നെ കണ്ടാൽ മനസ്സിലാവും, എൻ്റെ മൂഡ് പെട്ടെന്ന് മാറും. അത് ചെറിയ സാധനത്തിൽ ഇറിറ്റേറ്റഡ് ആയിരുന്നാൽ അത് മനസ്സിലാവും. അപ്പോൾ അങ്ങനെയൊന്നും അവള് കാണിക്കാറില്ല. അത് അവളുടെ ഒരു ക്വാളിറ്റി. അപ്പോൾ ഈ പറഞ്ഞ പോലെ രണ്ടുപേരും ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പ്ലാൻ ഇങ്ങനെ ബിസി ആയിട്ടുള്ള ആളെ കണ്ടുപിടിക്കുമോ നീ? അല്ല, ഞാൻ പ്രിഫർ ചെയ്യുന്നത് നീ ഫിനാൻഷ്യലി സെക്യൂർ ആയിട്ട് ഇതിനെ പറ്റി ആലോചിക്കത്തുള്ളൂ. നമുക്ക് അങ്ങനെയല്ല. എനിക്ക് എന്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്. ഇപ്പൊ അതാണ് എന്റെ സക്സസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇരിക്കുന്നത് ഒരു 4 പേരുടെ കൂടെ നീ പോക്കറ്റ് എഫ്എം ജോലിക്ക് പോകണം, അടുത്ത വർഷം കല്യാണം കഴിക്കണം. അപ്പൊ ഞാൻ ശ്രമിച്ചോണ്ടിരിക്കുന്നത് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ യൂട്യൂബ് റവന്യൂ ഒക്കെ വരുന്നുണ്ടല്ലോ കുറച്ചൊക്കെ അല്ലേ, അങ്ങനെ പയ്യെ പയ്യെ നമ്മൾ കേറി വരുന്നുണ്ട്. ഇത് നമ്മൾ ഒന്ന് ആഞ്ഞു പിടിച്ചാൽ പറ്റാത്ത കേസ്. നീ കല്യാണം കഴിക്കുന്നു, ഞാനെന്തിനാ ആഞ്ഞു പിടിക്കണം? എന്റെ കല്യാണം കഴിച്ചു ഞാൻ പോയി അവിടെ ജോജോക്സിൽ എനിക്ക് ഒരു സമയം എനിക്ക് ഒരു കമ്മിറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുള്ളൂ. അത് ഞാൻ നമ്മള് ആണുങ്ങൾ ഈ പറഞ്ഞാൽ മൾട്ടി ടാസ്കിങ്ങിൽ വളരെ വീക്കാണെന്ന്. എനിക്ക് പലയിടത്തും സ്നേഹം തോന്നാറുണ്ട്, ഇഷ്ടം തോന്നാറുണ്ട്. പക്ഷെ ആ ഒരു ഒരാളുടെ അടുത്ത് തോന്നുന്ന ആ ഒരു ഇന്റൻസ് ഇഷ്ടമുണ്ടല്ലോ, അതായത് ഞാൻ വേറെ കുറച്ചും കൂടി ലൈറ്റ് ആയിട്ട് ഫ്രേസ് ചെയ്ത് തരാം. നിനക്ക് കാമം കുറെ പേരോട് ഇഷ്ടം ഒരാളോടെ തോന്നാറുള്ളൂ. നമുക്ക് അങ്ങനെ വളരെ ലൈറ്റ് സാധനം, അതായത് ഇവരെ പറ്റി ചിന്തിച്ചിരിക്കുന്ന ആ ഒരു നിമിഷം, അതൊക്കെ ഭയങ്കര അടിപൊളിയാണ്. എല്ലാരെയും പറ്റി അല്ല, അങ്ങനെ വേറെ ആളെ കുറിച്ച് ചിന്തിച്ചാൽ തന്നെ ഒരു ചീറ്റിംഗ് ഫീൽ വരും. അത് നമ്മുടെ സൊസൈറ്റി സാധനം അല്ല, സൊസൈറ്റി അങ്ങനെ ഇട്ട് തന്നേക്കുന്നതുകൊണ്ട് മാത്രമാണ്, അല്ലാതെ നമുക്ക് ഒരിക്കലും വരുന്നത്. മനുഷ്യൻ ബേസിക്കലി അത് ചിലപ്പോ നീയേ അവളെനിക്ക് തോന്നുന്നത് ശരിക്കും പോളിഗമി മോണോഗമി എന്ന് പറഞ്ഞ 2 സാധനം ഉണ്ടാവായിരിക്കും. അത് ചിന്തിക്കണേൽ ചെറിയ പ്രശ്നം തോന്നുന്നവരുണ്ട്. അതാ നമ്മളിത് മാറി ചിന്തിക്കുന്നതാണല്ലോ പോളിഗമി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എല്ലാവരും മോണോഗമി പോകത്തില്ലായിരുന്നു. നമുക്കിത് ഇങ്ങനെ ചിന്തിക്കുന്ന തെറ്റാണെന്നൊരു ബോധം, ഒരു പാപബോധം നമ്മുടെ മനസ്സിൽ ഇട്ട് തന്നാൽ, ഇപ്പൊ സെക്സ് ചെയ്യുന്നത് തെറ്റാന്ന് വിചാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഏതാ നമ്മുടെ പാർട്ട്ണറിനോട് ആസ്വദിക്കാൻ വേണ്ടി സെക്സ് ചെയ്യുന്നത് തെറ്റാന്ന് വിചാരിക്കും. സെക്സ് ഈസ് ഫോർ ഇല്ല, ഇസ്ലാമിൽ അങ്ങനെ പറയുന്നത്. ഇസ്ലാമിൽ സെക്സ് പ്രത്യുൽപാദനം മാത്രമല്ല, അല്ല രണ്ടുപേരുടെ അവർക്കത് എൻജോയ് ചെയ്യാനുള്ളത് തന്നെ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇല്ല, പക്ഷേ സെക്സ് എൻജോയ് ചെയ്യാനുള്ളതെന്ന് തന്നെ പറയുന്നത് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ക്രിസ്ത്യാനിറ്റിയിലാണ് സെക്സ് കുറച്ചുകൂടെ ഒരു പ്രത്യുൽപാദനപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ച് അവർ ഭർത്താവിനോട് സെക്സ് ചെയ്യുമ്പോഴും അവർക്ക് ദൈവവയവും ഇത് കുട്ടിക്ക് വേണ്ടിയാണെന്ന് അവരത് എൻജോയ് ചെയ്യുന്നുണ്ടാവാൻ സാധ്യത പോലില്ല ചില സമയത്ത്. സോ നമ്മുടെ മനസ്സിൽ വർഷങ്ങളായിട്ട് പഠിപ്പിക്കുന്ന ഒരു സാധനം നമുക്കുണ്ടാകുന്ന കണ്ടീഷനിങ് കൊണ്ട് അങ്ങനെ തോന്നുന്നേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അല്ലാതെ ഇതിന് തെറ്റൊന്നുമില്ല. നമ്മൾ വേറെ ആളെ പറ്റി ചിന്തിക്കുന്നത് എങ്ങനെയാണ്? നീ പറഞ്ഞ പോലെ നമുക്ക് എല്ലാവരും പോലെ തെറ്റാണെന്ന് നീ പറഞ്ഞ പോയിന്റ് പല തലങ്ങളുണ്ട്. അപ്പൊ അതാണ്. അപ്പൊ അതിൽ തന്നെ ജോണിന് ചില തലങ്ങളുണ്ട് ഓക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ അത് ചെയ്താൽ ഓക്കെയാണ്, അതിന്റെ അപ്പുറത്തേക്ക് പോയാലേ തെറ്റുള്ളൂ. അപ്പൊ അത് നമ്മൾ ഡെവലപ്പ് ആയാൽ, ഞാൻ പറഞ്ഞ മനുഷ്യനെ ഓപ്പണാണ്, നമ്മൾ ഈ പറയുന്ന ഇടുങ്ങിയ ചിന്താവിൽ മാറ്റി ഫ്രീ ആയാൽ അതൊക്കെ വരുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ പോയിന്റ് അതല്ലോ, നമ്മൾ നിന്റെ കല്യാണം നീ ഇതിനൊക്കെ വിട്ടുപോയാ. ഞാൻ നിന്നെ പറയുന്നത് നീ ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ അതിനേക്കാൾ കൂടുതൽ ഞാൻ പറയട്ടെ, എനിക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാൻ, അതായത് എനിക്ക് ഒറ്റയ്ക്ക് എന്നെ തന്നെ ടേക്ക് കെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലോട്ട് വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ ചെറുതായിട്ട് അതിലോട്ട് എഫേർട്ട് ഇടുന്നുണ്ട്. അത് എന്റെ കാര്യങ്ങൾ എനിക്ക് തന്നെ ചെയ്യാൻ പറ്റണം. എനിക്ക് എന്റെ ആയിട്ടുള്ള ഒരു വീട് എനിക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. അതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റണം. ഇപ്പൊ അല്ല, നമ്മളൊന്ന് കെയർ ചെയ്തെന്നായിരുന്നു ഉദ്ദേശം. മനസ്സിലായി. അടുത്തത് ഇപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് അതിന് ഒരു വീട് മെയിൻറ്റെയിൻ ചെയ്ത റെന്റ് ഇടുന്ന മാത്രമല്ല, മനസ്സിലായി എനിക്ക്. പല പല കാര്യങ്ങളും തുടയ്ക്കാനും അതെല്ലാം അവൻ ചെയ്യുന്നുണ്ട്, നമ്മളാരും ചെയ്യുന്നില്ല. അല്ല, പക്ഷെ എനിക്ക് അത് കുറച്ചുകൂടെ എന്റെ കുറച്ചുകൂടെ എത്ര ദിവസം ഉപ്പുമാവ് ഉണ്ടാക്കുന്നുണ്ടോ അറിയാൻ എനിക്ക്. ഞാൻ അടുപ്പിച്ച് ഉപ്പുമാവ്, അതായത് പിറ്റേന്ന് എന്തെങ്കിലും ഞാൻ ചെറുതായിട്ട് വെറൈറ്റി മാറ്റി എന്തെങ്കിലും. പിന്നെ വേറൊരു കാര്യം, അവൻ മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ ഉപ്പുമാവ് ഉണ്ടാക്കണം എന്നുള്ളതല്ല, ഉപ്പുമാവ് ബ്രേക്ക്ഫാസ്റ്റിന് ഉദ്ദേശിച്ച് ഉണ്ടാക്കുന്നത് ഉച്ചയ്ക്ക് 12 മണിക്കാ. അവിടെയാണ് ഇത് നോക്കലിലേക്കുള്ള മാറ്റം ഷിഫ്റ്റ് വരുന്നത്. അങ്ങനെ അതുപോലെ എനിക്ക് വേണ്ടുന്ന ചോറ് കറികളൊക്കെ സെറ്റ് ചെയ്യാം.
ഇങ്ങനെ എനിക്കൊരു പ്രോപ്പർ ആയിട്ടൊരു എന്താ പറയാ അടക്കം ചിട്ടയുമുള്ള ഒരു ജീവിതം എനിക്ക് ആദ്യം പിടിക്കണം എനിക്കൊരു ആഗ്രഹം കണ്ടുപിടിക്കുകയാണെന്നാണ് റിൻഷാദിന്റെ ഉമ്മയുടെ എന്റെ അഭിപ്രായം. അല്ലല്ല ഞാൻ സീരിയസ്ലി ഞാൻ ഒരിക്കലും പറയില്ല ഇപ്പൊ കല്യാണം കഴിക്കണമെന്ന്. എനിക്കിപ്പോ കൊച്ചിയില് ഒരു വീടെടുത്ത് താമസിക്കാം, എന്റെ ബേസിക് ആയിട്ടുള്ള ചെലവുകൾ എനിക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പൊ എന്റെ ഉള്ള ഫിനാൻഷ്യൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഇതിന്റെ മേളിലോട്ട് നല്ലൊരാളെ കണ്ടുപിടിച്ചാൽ എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷൻ എത്തണം. അറ്റ്ലീസ്റ്റ് ഒരു നമ്മൾ 50 രൂപയെങ്കിലും നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഫേസ് എത്തണം. നമ്മൾ 50 ഉണ്ടാക്കുന്നില്ല. ഇറ്റ് ക്യാൻ ബി വിത്തിൻ 1 or 2 years. നിനക്ക് ഞാൻ ഉണ്ടാക്കാറുണ്ട്. ജോണൊക്കെ ഒരു ഷോയ്ക്ക് പോയി 50 ഉണ്ടാക്കും, ഒറ്റ ഷോയിൽ ഉണ്ടാക്കും, അങ്ങനെ മാസം ഒന്നും വേണ്ട. ബൈ റിൻഷാ, നീ 4 പേരെ പ്രതീക്ഷിച്ചാണ് ജീവിക്കുന്നത്. നമ്മളിത് എപ്പോ നിർത്തി പോകുന്ന ആൾക്കാർ. അവൻ സൈഡിൽ കിട്ടുന്ന എത്ര 71 എനിക്കത് മതി. സ്വർഗത്തിൽ കിട്ടുന്ന പല കണക്കുണ്ട്. സത്യത്തിൽ 72 എന്ന് പറയും, 7 എന്ന് പറയും, 3, 4, 27 അങ്ങനെ. ഇത് നന്നാവാത്തതിന്റെ ഒരു പ്രധാന കാരണം മടിയാണ്. ഏത് നന്നാവാത്തതിന്റെയാണ്? നമ്മുടെ കളക്റ്റീവ് ആരുടെ മടിയാണ്? കളക്റ്റീവായിട്ടുള്ള മടിയാണ്. എന്റെ മഹാദേവൻ ഒരു പോക്ക് പോയി, ജോൺ മധുരയ്ക്ക് പോയി, എനിക്കിത് മടുത്ത്. ദീപക് ബാംഗ്ലൂർ ഡേറ്റ് സെറ്റ് ആയല്ലോ, ഇത് നിക്കും, നിനക്കത് അറിയാൻ വയ്യാണ്ടെന്ന് വെച്ചാ ഇത് നിക്കൂല. അവസാനം ഞാനും അഖിലും ഒരു മൈക്കും അങ്ങനെയാണെങ്കിൽ ഞാൻ ഇത് കൊണ്ടുപോകും, വരുന്നവർക്ക് വരാം. റിൻഷാദ് ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരു പോഡ്കാസ്റ്റ് വിദൂരമല്ല. ഇത് എത്ര ആൾക്കാർ കാണും ആ പോഡ്കാസ്റ്റ്? കമന്റ് കാരണം ഇത് നമ്മളെല്ലാരും വളരെയധികം എൻജോയ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇത് ഇത് നിങ്ങൾ ഹോബി പോലെയാണ് ഇപ്പൊ ചെയ്യുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ടാവും. ഹോബി പോലെ ഞാൻ അവിടെ ഇതിനു വേണ്ടിട്ട് ഞാനും അവനും പക്ഷെ ഹോബി പോലെ തന്നെയാണ് കുറെയൊക്കെ ഞാനൊരു കമ്മിറ്റ്മെന്റ് ആയിട്ട്. പിന്നെ അറ്റ്ലീസ്റ്റ് വിട്ടോക്സിനോട് കുറച്ചും കൂടെ കൂടുതൽ കമ്മിറ്റ്മെന്റ് കാണിക്കുന്നത് അനീസിക്ക കാണിക്കാറുണ്ട്. അപ്പൊ ഞാൻ റിലേറ്റീവ്ലി ഏറ്റവും കൂടുതൽ കമ്മിറ്റ്മെന്റ് കാണിക്കുന്ന അനീസിക്ക. നിന്റെ മുകളിലാണ് ഡെറ്റോളിന്റെ പരസ്യം പോലെ 101% ടെൻഡൻസ് ആണ് എനിക്ക്. അങ്ങനെ എപ്പിസോഡ് ആണ്, അങ്ങനെ എപ്പിസോഡ് ആണോ? അനീസ് ഇല്ലാത്ത എപ്പിസോഡ്, അനീസുള്ള എപ്പിസോഡ് ആണ്. ഏറ്റവും കൂടുതൽ ഞാനില്ലാത്ത 6 എപ്പിസോഡ് ഉണ്ടാവും. നമ്മൾ നോക്കുന്നില്ല, നമ്മൾ ടാസ്ക് കൊടുക്കുക. നിങ്ങൾ കമന്റ് ചെയ്യണം, അതായത് ഏറ്റവും കൂടുതൽ എപ്പിസോഡിലിരുന്ന് ആരാണെന്ന് എണ്ണി അവർ കമന്റ് ചെയ്തിട്ട്. ഇപ്പൊ ഒരു 77-78 എപ്പിസോഡ് ആയിട്ട് ഏറ്റവും കൂടുതൽ എപ്പിസോഡ് ഇരുന്ന അനീസിക്ക, രണ്ടാമത് ജോൺ, മൂന്നാമത് ഞാൻ. ഇതൊരു 100-150 ആകുമ്പോഴേക്കും ഞാൻ ഏറ്റവും കൂടുതൽ കാരണം അപ്പൊ ഞങ്ങള് കാണത്തില്ലല്ലോ. ഇല്ല അപ്പോഴും നമ്മൾ കാണുന്നത്. അപ്പൊ ഇതൊരു ഇതിനകത്ത് നമ്മളിത് കാണത്തില്ല. ഞാൻ പറയാം, എനിക്കൊരു സാധനം ചെയ്യുമ്പോ എനിക്ക് മടുത്താൽ, ഇതാരും ഞാൻ ചെയ്യുന്നത് എന്തിനാന്ന് മടുപ്പ് വന്നാൽ ഞാൻ ചെയ്യത്തില്ല. എന്റെ പാഷനകത്ത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ അതുകൊണ്ടാണല്ലോ ക്വിറ്റ് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ. എനിക്ക് കുറച്ച് കഴിഞ്ഞാൽ മടുത്തു കഴിഞ്ഞാൽ ഞാനിത് കണ്ടിന്യൂ ചെയ്യും. ഞാനിത് ക്വിറ്റ് ചെയ്യില്ല, നീ പേടിക്കണ്ട. എന്റെ പൊന്മുട്ട അഖില് ക്വിറ്റ് ചെയ്തു. ഐ കിറ്റുന്നു അത് ഞാൻ നീ ഒന്ന് പോണ്ടാ. ഇല്ല ഇതില് അപ്പൊ റിൻഷ, നീ പറയുന്നത് നീ ഫിനാൻഷ്യലി സെക്യൂർ ആയി നിന്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്ന ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് നീ ഒരു പാർട്ട്ണറിനെ നോക്കി ആ പാർട്ട്ണറായിട്ട് സെറ്റ് ആയി നല്ല പാർട്ട്ണർ. ഇപ്പൊ എനിക്ക് കുറച്ച് മനസ്സമാധാനമായിട്ട് ജീവിക്കട്ടെ, അതാ നല്ലത്. ഞാനിപ്പോ ബ്രേക്കപ്പ് ആയതല്ലേ ഉള്ളൂ. ബ്രേക്കപ്പ് ആയിട്ട് ഇപ്പൊ ഒരാഴ്ച. അത് ഇത് കട്ടിയാണ്. ഇവന്റെ ബ്രേക്ക് സ്റ്റോറി നമ്മൾ കയറ്റി വിടുന്നില്ല. നിന്റെ ബ്രേക്കപ്പ് സ്റ്റോറി അത് കയറ്റി വിടുന്നില്ല. അത് വേറെ നമ്മളത് 2 മാസം കഴിഞ്ഞ് അത് ചത്തിട്ട് നമ്മളത് പറയത്തുള്ളൂ. 500 ബുക്ക് നമുക്ക് അത് KDP ബുക്ക് ആയിട്ട് അല്ലേ ലെറ്റർ. മറ്റേ ഇന്ദിരക്ക് വേണ്ടിട്ട് നെഹ്റു എഴുതിയ ലെറ്റർ പോലെ. എങ്കിലും തിരിച്ചു തരാം. നീ എപ്പോഴാണ് കല്യാണം കഴിക്കാൻ പ്ലാൻ ചെയ്യുന്നത്? എന്റെ അടുത്ത് ഇപ്പൊ എന്റെ തെറപ്പിസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ജോത്സ്യനെ വിട്ട് എന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്ന 6 മാസം ഡേറ്റ് പോലും ചെയ്യരുത് എന്നുള്ളൊരു സാധനം. ഞാൻ അങ്ങനെ തന്നെയാണ് വിചാരിച്ചത്. കറക്റ്റ്. അപ്പൊ ഞാനും വിചാരിച്ച് ഡേറ്റ് ചെയ്യരുത്, ഇൻഡിപെൻഡന്റ് കളി ഇല്ല, അത് ഡേറ്റ് ചെയ്യരുത്. ഡേറ്റ് എന്ന് പറഞ്ഞാൽ ശരി അതും വേണ്ട എന്നുള്ളൊരു സാധനം ഒന്നും വേണ്ട. പക്ഷെ പിന്നെ സ്ത്രീ സംഗമം പാടില്ല. പ്രലോഭനങ്ങൾ കാരണം അറിയാതെ നടക്കുന്നില്ല. മാസ്റ്റർബേറ്റ് ചെയ്യാമോ? നിന്റെ തെറാപ്പിസ്റ്റ് എന്താ പറഞ്ഞത്? അതൊക്കെ ചെയ്തോ, അതൊക്കെ നല്ലത്. അത് ചെയ്യുന്നു. ഞാൻ സാമൂഹിക കൂടിയിട്ടുണ്ടായിരിക്കും. അപ്പൊ അത് കഴിഞ്ഞിട്ട് പക്ഷെ ഇപ്പൊ ഞാനാണെങ്കിൽ ആ ഒരു പ്രണയം മിസ് ചെയ്യുന്നുണ്ട്. സത്യം പ്രദീപ്, നിനക്ക് പ്രണയം മിസ് ചെയ്യാതിരുന്ന ഏതെങ്കിലും സമയം? അല്ല അതാണ്. അപ്പൊ എന്റെ തെറപ്പിസ്റ്റ് പറഞ്ഞു ഇത് മിസ് ചെയ്യാത്ത ഒരു പോയിന്റിൽ എത്തണം.
എന്നുള്ള. അത് കഴിഞ്ഞിട്ട് വരുന്ന ആള് വരട്ടെ. അപ്പൊ അത് കഴിയുമ്പോൾ നിനക്ക് വന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ ജീവിതകാലം മൊത്തം അങ്ങനെ പേടിക്കുന്ന ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മറ്റേ റിലേഷൻഷിപ്പിൽ, അതായത് ഒരു റിലേഷൻഷിപ്പ് പൊട്ടിക്കഴിഞ്ഞാൽ ഒരു 3-4 മാസത്തെ അടുത്ത റിലേഷൻഷിപ്പിലാവും. അത് കഴിഞ്ഞ് ഒരു 3-4 മാസം കഴിയുമ്പോൾ അടുത്ത റിലേഷൻ. ഞാൻ അതാണ് ഈ ഡേറ്റിങ്ങിന് പോകുമ്പോഴും ഞാൻ പെട്ടെന്ന് പ്രണയത്തിലായി പോകും. അതാണ് റിസ്ക് ആണ്. സത്യം ഇത് കുറെ കണ്ടിട്ടുണ്ട്, നമ്മള് കണ്ടിട്ടുണ്ട്. വരുന്നതിന് ഒരു ഫേസ് ഉണ്ടായിരുന്നു. അത് വിറ്റിൽ നമ്മൾ വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഫേസ് ഉണ്ട്. ഇങ്ങനെ ആരാദ്യം മീറ്റ് ചെയ്താലും കല്യാണം കഴിക്കല്ലേ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്സ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ഒരു പെണ്ണ് ചോദിക്കുന്നത് എല്ലാ ആണുങ്ങളും പെൺകുട്ടികളെ കാണുന്നത് ഒരു പെൺകുട്ടികളെ കാണുമ്പോൾ കല്യാണം മനസ്സിൽ സ്വപ്നം കാണുന്നതായിരിക്കും. അപ്പൊ ഇങ്ങനെ ഇരിക്കാട്ടാ. അപ്പൊ പെട്ടെന്ന് പെണ്ണ്, അപ്പൊ ആദ്യത്തെ സീനിൽ കാട്ടിയത് ഈ പെണ്ണ് ഇങ്ങനെ കല്യാണ പെണ്ണായിട്ട് ഒരുങ്ങിയിരിക്കുന്നതാണ്. എന്നിട്ടാണ് ചോദിക്കുന്നത്. അപ്പൊ ഇങ്ങനെ സ്വപ്നം കണ്ടോണ്ടിരിക്കുക. അപ്പൊ തട്ടും. അപ്പൊ പെണ്ണ് ടീഷർട്ട് അതൊക്കെ വെറുതെ ആൾക്കാർ പറയുന്നതാണ്. അലിയാണ് അവിടെ തന്നെ ഭാര്യ 2 മക്കളായി സ്വപ്നം കണ്ട് കംപ്ലീറ്റ് ആയി, ഫാമിലി സെറ്റായി. അത് ദീപക് ശരിക്കും പറഞ്ഞാല് ഒറ്റയ്ക്കാവുന്ന ആ ഒരു പേടിയാണോ, അതോ കൺട്രോൾ ചെയ്യാൻ ഒരാൾ കൂടെ വേണം എന്നുള്ളതാണ്? അല്ല, എനിക്കാണെങ്കിൽ ഇഷ്ടപ്പെടാനും പറയാനും യാത്ര ചെയ്യാനും ഒരുമിക്കാനും സീൻ എന്നുള്ളൊരു സാധനമില്ലേ, ജീവിതം എനിക്ക് തോന്നുന്നു എപ്പോഴും ഒരു 2 പ്ലെയർ, ഒരു ടീമായിട്ട് നേരിടുന്നതാണ് നല്ലത്. ഞാൻ ഫുട്ബോൾ ടീം പോലെ ഫുട്ബോൾ ടീം പറഞ്ഞ ഫുട്ബോൾ ടീമായിട്ടൊക്കെ കണ്ടേ. പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടാടാ. നമ്മളെല്ലാം ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഹാക്ക് ഒരു നല്ല പാട്ട് അല്ലേ. ഇത് കുറെ സക്സസ്ഫുൾ ആൾക്കാരുടെ അടുത്ത് ചോദിച്ചാല് നിങ്ങള് കൊടുക്കുന്ന ഏറ്റവും നല്ല അഡ്വൈസ് എന്തായിരിക്കും? നിങ്ങളുടെ പാർട്ട്ണർ അവിടെ തെരഞ്ഞെടുക്കുന്നിടത്ത് നിങ്ങൾ ജീവിതം വളരെ സിമ്പിൾ കറക്റ്റ് ആയി കഴിഞ്ഞാൽ. പിന്നെ ഇതുപോലെ തന്നെ കോമഡി പറയുന്നുണ്ട്, കംപ്ലീറ്റും ഫിനിഷും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന്. നല്ലൊരു പാർട്ട്ണർ ആണെങ്കിൽ കംപ്ലീറ്റ് ആണ്, പൊട്ട പാർട്ട്ണർ ആണെങ്കിൽ ഫിനിഷ്ഡ്. അപ്പോ ഇവിടെ തന്നെ പിന്നെ ഇപ്പൊ എന്റെ റോൾ മോഡൽ എന്ന് പറയുന്നത്, ആദ്യം ഞാൻ സ്റ്റാൻഡപ്പ് കോമഡി വന്നപ്പോ എന്റെ റോൾ മോഡൽ ജോൺ ജോ ആയിരുന്നു. ഇപ്പൊ എന്റെ ജീവിതത്തിലെ റോൾ മോഡലാണ് ജോൺ ജോ. കാരണം ജോൺ ജോനെ പോലെ തന്നെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി കഴിഞ്ഞ മാസം ഒരു എല്ലിൽ ഏൺ ചെയ്യുന്ന കേവലം അതിന്റെ ഉള്ളിൽ ഗോൾഡ് ഡിഗറായി. ഞാനിപ്പോ ഒരു ഗോൾഡ് ഇതിനു മുന്നേ ഗോൾഡ് ഡിഗർ ആയിരുന്നു അല്ലേ? ജോർജയെ കണ്ട് അവസാനം. അതെ, എന്ത് നല്ല ജീവിതമാണ്. ഞാൻ പലപ്പോഴും വിചാരിക്കുന്നുണ്ട്, ഞാൻ ഈ ഞാനാണ് ഈ ജോലി എൻജോയ് ചെയ്യാറുണ്ട്. എന്നാലും ഞാൻ വിചാരിക്കാറുണ്ട്, ആ ജോൺ ജോയിന്റെ ഒക്കെ ഒരു സുഖമേ. ഇപ്പൊ നിനക്ക് മനസ്സിലായി നീ എന്ത് ചെയ്താൽ ആൾക്കാരെ തന്നെ കാണുന്നത് അതെന്റെ ഭാര്യ പറയും ഇങ്ങനെയാണ്. എടാ ഞാനൊരു ഷോ ചെയ്യണേന് അല്ല കാശ് മേടിക്കുന്നുണ്ട്. ജോൺ ജോയ് നമ്മളിങ്ങനെ കളിയാക്കുന്നുണ്ടെങ്കിൽ ആശാൻ ഇതൊക്കെ വളരെ ഓപ്പൺ ആയിട്ടാണ് എടുക്കുന്നത്. ഇല്ല, അത് കമന്റിൽ ഇപ്പൊ കിട്ടുന്ന എനിക്കും ഷോ ചെയ്യുന്ന അത്യാവശ്യം കാശ് കിട്ടുന്നുണ്ട്. ജോൺ ജോ മിനിറ്റിന് 2000-3000 രൂപ നമ്മൾ പറഞ്ഞല്ലോ. ഒരു ഷോ നീ പറയുന്ന 50,000 മന്ത്ലി സാലറി ജോൺ ഒരു ഷോയ്ക്ക് വാങ്ങിക്കുമെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ജോൺ മന്ത്ലി ഒരു 50 to 80K ഏൺ ചെയ്യും അല്ലേ? സിംഗിൾ ഷോയ്ക്ക് ജോണിനെ റിൻഷാദ് മാനേജ് ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിന് മുമ്പത്തെ കാലഘട്ടത്തിൽ ജോൺ ലക്ഷങ്ങൾ ഏൺ ചെയ്തിട്ടുള്ള മാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബമ്പർ ചിരിയുന്ന 2 ബമ്പറും നമുക്ക് ഷോയും ഉണ്ടായിട്ടുള്ള സമയങ്ങൾ ഉണ്ടായിരുന്നു. അതേ സമയത്ത് ലക്ഷങ്ങൾ ക്രോസ് ചെയ്തു. മലയാളത്തിൽ സ്റ്റാൻഡപ്പ് കോമഡി വളരെ പുതിയതായിരുന്നു. ആൾക്കാർക്ക് അതിനോട് ഒരു ആക്രാന്തം ഉണ്ടായിരുന്നു. ജോണിനോട് ആൾക്കാർക്ക് ഒരു ഇഷ്ടം. അന്ന് നിറയെ കണ്ടന്റ് നമ്മുടെ നല്ല ഓടുന്നുണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ അധികം കണ്ടന്റ് നല്ല ഓടുന്നില്ല. ഓടുന്ന മൊത്തം ഈ പോഡ്കാസ്റ്റാ. ആൾക്കാരോട് നമ്മുടെ പോഡ്കാസ്റ്റ് തന്നു. ആൾക്കാരോട് നമ്മുടെ സ്റ്റാൻഡപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയത്തില്ല. നമ്മുടെ പ്രൊഫൈലൊക്കെ അയച്ചു കൊടുത്തു കഴിഞ്ഞപ്പോ പുള്ളി എനിക്ക് പോഡ്കാസ്റ്റർമാരെ വേണ്ട, കോമഡി പറയുന്നവരുണ്ടെന്നൊക്കെ. നമ്മള് മാറി ആ സാധനത്തിൽ നിന്നൊക്കെ നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് പോയി. നമ്മളിപ്പോ സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യണവരാന്ന് അറിയണവരില്ല, നമ്മൾ പോഡ്കാസ്റ്റ് ചെയ്യണവരാന്നായി. നമുക്കിനി വേണ്ടത് നമ്മളൊരു അടിപൊളി സ്റ്റാൻഡപ്പിന്റെ വൈറൽ വീഡിയോ ആണ് വേണ്ടത്. അതിന് അനീസിക സ്പെഷ്യൽ ഇറക്കണം. അനീസിക്കയുടെ സ്പെഷ്യൽ ഇറക്കുകയാണ്. ഇത് പണ്ട് ഇവൻ പറഞ്ഞ എന്റെ 25 മിനിറ്റ് കണ്ടിട്ട് പുറത്തിറക്കി. ഇനി എന്റെ 1.5 മണിക്കൂർ ഇറക്കണം അവന്റെ ആഗ്രഹം. അത് അവിടെ കിടന്ന് 15,000 വ്യൂസ് ഉണ്ടാക്കി. സ്റ്റാൻഡപ്പ് ഇറക്കി ഇത് വേറെ ലെവലിൽ പോയാലേ നമ്മുടെ ജീവിതം നന്നാവുള്ളൂ. അല്ലെങ്കിൽ ഈ പോഡ്കാസ്റ്റ് ചെയ്ത് എന്റെ ജീവിതം നന്നാവുള്ളൂ. അതെ. അപ്പൊ റിൻഷാക്കായുടെ ഉമ്മയ്ക്ക് വേണ്ടി നമ്മൾ റിൻഷായ്ക്ക് ഒരു ഉമ്മ കിട്ടാൻ വേണ്ടി അതും കൂടെ വേണം. റിൻഷായ്ക്ക് വേണ്ടി ജോണിന്റെ സ്പെഷ്യൽ ഇറക്കണം, അനീസിന്റെ സ്പെഷ്യൽ ഇറക്കണം. നീ ബാംഗ്ലൂരിൽ തന്നെ നിൽക്കണം. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് നിങ്ങൾക്കൊക്കെ ഡെവലപ്പ് ചെയ്യാനുള്ളൊരു സമാധാനം തരണം. ഓക്കെ, അങ്ങനെയൊക്കെ വന്നാൽ റിൻഷാദ് ആദ്യം കല്യാണം കഴിക്കുന്നു, അത് കഴിഞ്ഞ് ഞാൻ കല്യാണം കഴിക്കുന്നു. അനീസിക്ക കല്യാണം കഴിക്കത്തില്ല.
മഹാദേവനെ നമുക്ക് കെട്ടിക്കാം. മഹാദേവൻ മഹാദേവനായിരിക്കും അടുത്ത കല്യാണം. നമ്മൾ ഈ ജനുവരിയിലെ എപ്പിസോഡിൽ പറഞ്ഞത് ഈ വർഷം മഹാദേവൻ കിട്ടുമെന്നൊരു സാധനം ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷെ എന്റെ ആഗ്രഹം മഹാദേവൻ 30 വയസ്സ് കല്യാണം കഴിക്കരുത്. എനിക്കും തോന്നിയിട്ടുണ്ട്. ഞാന് എന്റെ ഒരു ഇതിൽ പറയുന്നത് അവൻ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വല്ലാണ്ട് വൈകാണ്ട് അവൻ ഒരു സെറ്റിലായി എന്ന് തോന്നുന്ന പോയിന്റിൽ അവൻ 30 വയസ്സിന് മുമ്പ് അവനെന്ത് സെറ്റിലായി തോന്നുന്നു. എങ്ങനെ നമ്മള് സെറ്റിലാകും, അവനെങ്ങനെ സെറ്റിലാകുന്നു? എനിക്ക് തോന്നിയിരിക്കുന്ന പറഞ്ഞാൽ ആശാന് അവന്റെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകാൻ ഏറ്റവും പറ്റിയൊരു സമയമാണിത്. എഫേർട്ട് ഇടാൻ പറ്റിയൊരു സമയം. ഇപ്പൊ കിട്ടിയ 30 ഡൈവേഴ്സ് ആവുന്നുള്ളത് കൺഫേം ആണ്. അല്ല, ഇപ്പൊ ഇരുന്ന അവൻ കൂടുതൽ സ്റ്റാൻഡപ്പ് കോമഡിയിൽ കൂടുതൽ എഫേർട്ട് ഇല്ലാത്ത നമുക്ക് നല്ല കുണക്കാലോ. സത്യം എന്താ, ദേവൻ ഈ മടി മാറ്റി വെച്ചിട്ട് ദേവൻ സ്റ്റാൻഡപ്പ് കോമഡിയിൽ ശരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യണം. അവൻ അവന്റെ കരിയർ ഉഴപ്പി പുറകോട്ട് വരും. ഏറ്റവും അവസാനം മനോരമയ്ക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന സെറ്റ് അത് മഹാദേവൻ എൻജോയ് ചെയ്ത് ചെയ്യുന്നുണ്ട്. ഭയങ്കര രസമായിട്ടാണ് ചെയ്തത്. അത്രേ ഉള്ളൂ. വിറ്റില് അന്ന് തുടക്കം ഞാൻ കണ്ട മഹാദേവനും ഇപ്പൊ കാണുന്ന മഹാദേവൻ തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഇപ്പൊ അവന്റെ വർക്ക് എത്തിക്കൊക്കെ ഭയങ്കര അടിപൊളിയാണ്, അടിപൊളിയായി വരുന്നു. അത് ബാംഗ്ലൂരിൽ സ്റ്റാൻഡപ്പ് ചെയ്യുമ്പം അവിടെ ഇടുന്ന ചില കോമിക്സിന്റെ എഫേർട്ട് അത് കാണുമ്പോൾ ഞാൻ പലപ്പോഴും വിചാരിക്കുന്നുണ്ട്, ജോണോ മഹാദേവനോ ആ ലെവലിൽ ഒരു എഫേർട്ട് ഇട്ടിരുന്നെങ്കിൽ. നീ നിന്നെ കുറിച്ച് ആലോചിക്കില്ല എപ്പോഴും? എനിക്ക് കഴിവിന്റെ ഒരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ റിൻഷ, അതേപോലെ അല്ലല്ലോ ജോണും മഹാദേവനും. നാടൻ റിക്കി ജെർവൈസ് ആണ്. അല്ല, ജോണും മഹാദേവനും എക്സെപ്ഷനലി ടാലന്റഡ് ആൾക്കാരാണ്. അതായത് ഒരു ലെവൽ ഓഫ് അനീസിക്ക്, അതായത് ഒരു ലെവൽ ഓഫ് ഒരു ഭയങ്കര ഇതിനൊരു ലെജൻഡറി സാധനം ആക്കാൻ പറ്റുന്ന ഒരു ലെവലിലൊരു സാധനമുണ്ട്. അത് പക്ഷെ എഫേർട്ട് ഇടാത്തതുകൊണ്ടാണ്. എഫേർട്ട് ഇട്ടിരുന്നെങ്കിൽ വേറെ തലത്തിൽ. അത് നിങ്ങൾ മലയാളം സ്റ്റാൻഡപ്പിന് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അത്ര എഫേർട്ട് ഇട്ട് വേറെ ലെവലിലാവണമെങ്കിൽ കുറെ സ്റ്റാൻഡപ്പ് കോമഡികൾ, എന്ത് വാഴ നനയുമ്പോ ചീര നനയുന്ന കുറെ ചീരകൾക്ക് വളരാൻ ഉള്ളൊരു ചാൻസ് കിട്ടും. എത്ര 1.5 മണിക്കൂറായോ? നമ്മള് കല്യാണ കഥകൾ ദീപകിന്റെ കല്യാണം പറഞ്ഞു. ദീപകിന് കല്യാണം കഴിക്കാൻ വേണ്ടി തെറാപ്പിസ്റ്റ് പറഞ്ഞിട്ടല്ലേ? കല്യാണം കഴിക്കാനുള്ള ഒരു കറക്റ്റ് ഏജ്. തെറപ്പിസ്റ്റിനെ കല്യാണം കഴിക്കുന്നതായിരിക്കില്ല, ഫ്രീ തെറപ്പി കിട്ടില്ല. അവർക്ക് ഒരു ബേസിക് സാധനമുള്ളതാണ് ഫാമിലിയിലുള്ള. ഞാൻ എന്റെ ചേച്ചിനെ എന്റെ തെറപ്പിസ്റ്റിനെ എനിക്ക് ശരിക്കും എന്റെ തെറപ്പിസ്റ്റ് എവിടെയാണെന്ന് അറിഞ്ഞൂടാ. ഞാനിതുവരെ അവരുടെ അടുത്ത് അവരെന്താ അല്ല എനിക്ക് അറിഞ്ഞൂടാ അവര് എവിടെയാണ് നിക്കണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ അവര് ഓൺലൈനാണ് മീറ്റ് ചെയ്യണം. പക്ഷെ ഈ കല്യാണം കഴിക്കുന്ന കാര്യത്തിൽ 6 മാസം ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് 6 മാസം കഴിഞ്ഞിട്ട് നീ ഡേറ്റ് ചെയ്തിട്ട് കണ്ടുപിടിച്ചാൽ മതി. 6 മാസം കഴിഞ്ഞിട്ട് ഡേറ്റ് ചെയ്ത് തുടങ്ങാവുള്ളൂ എന്നുള്ളൊരു സാധനം. പിന്നെ ചാടിക്കേറി പ്രണയത്തിലാവരുതെന്നുള്ള ഞങ്ങൾക്കും പറയാനുള്ള സാധനമുണ്ട്. ഈ കല്യാണം കഴിക്കുന്ന എനിക്ക് തോന്നുന്നു ഒരു 30 വയസ്സ് കഴിഞ്ഞിട്ട് ചെയ്താൽ മതി അല്ലേ? ദേവനെ ഉടനെ സെറ്റിൽ ആവണമെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ പേഴ്സണൽ ദേവനെ പറ്റിയുള്ള എൻ്റെ ഒപ്പീനിയൻ ഞാൻ പറഞ്ഞാണ് ദേവൻ ഇപ്പം കെട്ടരുന്നുള്ളത്. അല്ലാതെ 30 മുമ്പ് കെട്ടിരുന്നു അല്ലെങ്കിൽ 30 കഴിഞ്ഞാലേ കെട്ടാളോ അങ്ങനെയൊന്നുമില്ല. ഓരോരുത്തർക്കും ഓരോ ഞാൻ ഈ പറയുന്ന പോയിന്റിലെല്ലാം ഞാൻ ഒപ്പം പറയുന്ന സാധനമുണ്ട്. നിങ്ങളുടെ സത്യവും നിങ്ങളുടെ വഴിയും നിങ്ങളാണ് കണ്ടുപിടിക്കുന്നത്. ഞാൻ പറയുന്നത് എൻ്റെ വഴിയും എൻ്റെ സത്യവുമാണ്. അതെ, ഞാൻ പറഞ്ഞത് അത് തന്നെയാണ്. ഞാൻ എന്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്ത സാധനമാണ്. അത് വേറെ ആൾക്ക് അപ്ലിക്കബിൾ അല്ല. അത് അവരവരുടെ കണ്ടുപിടിക്കും. ഞാൻ പറയുന്നത്, ഞാൻ പ്രഘോഷിക്കുന്നതും ഞാൻ അത്ര ഫേം ബിലീവ് ചെയ്യുന്നതുകൊണ്ടാണ്, ഞാൻ അതിനെ ഫോളോ ചെയ്യുകയും ചെയ്യുന്നുണ്ടാണ്. നമ്മൾ ഈ പറച്ചിൽ മാത്രമല്ല, നമ്മൾ അതുപോലെ കൊണ്ടുപോവുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ സ്ട്രോങ്ലി അതിനെ ഞാൻ അഡ്വൈസ് ചെയ്യുന്നത്, അഡ്വക്കേറ്റ് ചെയ്യുന്നത്. പക്ഷേ ശരിക്കും എല്ലാവരും അവരവർക്കുള്ളത് കണ്ടുപിടിക്കണം. സോ നിന്റെ മാരേജ് ഏജ് എന്താണെന്ന് നീയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. നിന്റെ പാർട്ട്ണർ ആരാണെന്നും അത് എന്താവണം എങ്ങനെയാണോ നീ ഫൈൻഡ് ഔട്ട് ചെയ്യണം. നിന്റെ എല്ലാ കോൺസെപ്റ്റുകളും നീ തന്നെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. Go and find out. അങ്ങനെ തന്നെ അവരവരെ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ റിൻഷ, നീ കല്യാണം കഴിക്കേണ്ടത് പ്രായം നോക്കിയിട്ട് നിന്റെ എല്ലാം സെറ്റിൽ ആവണമെന്നല്ല, കറക്റ്റ് പാർട്ട്ണറെ കണ്ടുപിടിക്കണം നീ കല്യാണം കഴിക്കാൻ. പക്ഷെ റിൻഷ അതിനുള്ള കഴിവില്ല. അതിനുള്ളൊരു ശ്രമം നീ തുടങ്ങണം ഇപ്പോ. സെറ്റിൽ ചെയ്തിട്ട് കല്യാണം കഴിക്കാന്ന് പറഞ്ഞാൽ ചിലപ്പോ ഇത് തിരയൊടുക്കിയിട്ട് വഞ്ചിറക്കാന്ന് പറഞ്ഞ പോലത്തെ പരിപാടിയാണ്. കല്യാണം കഴിക്കണോ അനീസിക്ക? വേണ്ടത് നിന്റെ ഒരു മോഡ് വെച്ച് കല്യാണം കഴിക്കും. 2 പാതകളുണ്ട്, പാതകളുണ്ട്. അതില് ശരിയല്ലേ? നിങ്ങൾ അതെ അതെ, 2 പാതകളുണ്ട്. നീ നോക്കിയിട്ട് തീരുമാനിക്കും. നിങ്ങൾ രണ്ടുപേരുടെ കണ്ണിലോട്ട് നോക്കും. ഏതാ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചോ? അനീസിക്കയുടെ അവസ്ഥ അറിയാലോ. ഒരാഴ്ച മുമ്പ് എവിടെയായിരുന്നു? അയ്യോ,
പക്ഷെ നിഷയുടെ മനസ്സിൽ അനീസിക്കെ പോലെ ആവണമെന്നാണ് മാധവൻ. അങ്ങനെ ഞാനൊരു കാര്യം പറയട്ടെ, ഒരു ശരാശരി ഒരു കോളേജ് പയ്യനോട് ചോദിച്ചാലും അവന്റെ ആഗ്രഹം നിന്റെ, ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ചോദിച്ചാലും ഞാൻ അനീസിക്കയുടെ പോലെ ആവണമെന്നേ പറയുള്ളൂ. ഇതിന്റെ പ്രാക്ടിക്കൽ സൈഡിൽ ജീവിതത്തിലേക്ക് നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് ചോദിക്കാം. ജോൺ സ്കൂൾ ഓഫ്, അനീസ് സ്കൂൾ ഓഫ് എന്ന് പറഞ്ഞ 2 വഴിയുണ്ട്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചൂസ് ചെയ്യുന്ന അവർ കമന്റ് ചെയ്യട്ടെ. ഞാൻ പറയാം അവരുടെ ഫാന്റസി അനീസിക്കയുടെ വഴിയായിരിക്കും. എനിക്ക് തോന്നുന്നത് എന്റെ ഫാന്റസി ജോണിന്റെ വരി, പക്ഷെ നടക്കുന്ന അനീസിന്റെ വരിയാണെന്നാണ് ആൾക്കാർ കമന്റ് ചെയ്യട്ടല്ലേ. നമ്മുടെ ആൾക്കാർ നമ്മൾ ഇത്ര നാൾ കാണുന്ന ഒരു ടാസ്ക് കൊടുത്തിട്ടില്ലേ എപ്പിസോഡിൽ ഇരിക്കുന്ന അടുത്ത എപ്പിസോഡിൽ ചെയ്താൽ മതി. ഈ എപ്പിസോഡിൽ നമുക്ക് വോട്ട് എടുക്കാം. അതായത് അനീസിക്കയുടെ വഴിയെ പോണോ ജോണിന്റെ വഴിയെ പോണോ നോക്കാം, നമുക്ക് കണ്ടറിയാം. അപ്പൊ കല്യാണമായിരുന്നു നമ്മുടെ വിഷയം. കല്യാണ കഥകൾ അധികം പറഞ്ഞില്ല. വേറെ കുറെ കഥ പറയാനുണ്ട്. വേറെ കൂട്ടുകാരുടെ കല്യാണം കൂടിയതും നമ്മളിപ്പോ എന്ത് പറഞ്ഞാലും അവസാനം വന്നിട്ട് കല്യാണം പാട്ട് നമ്മുടെ മഹാദേവനുള്ള ഒരു എപ്പിസോഡ് 1.5 മണിക്കൂർ തീരുന്നില്ലെന്ന്. ശരി, അതങ്ങനെ ചെയ്യാം. നോക്കാം. നമുക്ക് കല്യാണം റിലേറ്റഡ് എന്തെങ്കിലും ഒരു സാധനം പറയാൻ കഥകൾ പറയാം. നമ്മളിപ്പോ കല്യാണ ഫിലോസഫി തോട്ട്സോ പറഞ്ഞു. പിന്നെ നമ്മുടെ കല്യാണത്തെ അതായത് നമുക്ക് ഏറ്റവും മോശം എക്സ്പീരിയൻസ് പറയുന്നത് നമ്മുടെ കല്യാണം എന്നുള്ളൊരു സാധനം പറഞ്ഞു. അതായത് നമ്മൾ എൻജോയ് ചെയ്യാത്തൊരു പരിപാടി. വല്ലവരുടെ കല്യാണത്തിന് മുമ്പ് എന്ത് സുഖമാണ്, കയ്യും വീശൊരു ഡ്രസ്സും പുതിയത് മേടിച്ച് പോയാൽ മതി. അപ്പൊ വയറും പാടകെടുത്തു. അത് അങ്ങനെ കുറെ കഥകൾ പറയാനുണ്ട്. അതുപോലെ കുറെ കഥകൾ നമുക്ക് ഓക്കെ എന്തെങ്കിലും ഒരു സെക്കൻഡ് പാർട്ട് ചെയ്യാം, വൈൻഡപ്പ് ചെയ്യാം. കട്ടയില് അപ്പോ ഇത് നിങ്ങൾ എൻജോയ് ഈ ഡിസ്കഷൻ എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ദ വീഡിയോ ആൻഡ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ. കല്യാണം കഴിക്കണം താല്പര്യം അത് പറഞ്ഞോളൂ കേട്ടോ. ആൻഡ് നമ്മൾ കൂടുതൽ ആക്ടിവിറ്റീസ് ഞങ്ങൾക്ക് ഒരു താല്പര്യമില്ല നിങ്ങൾ കല്യാണം കഴിക്കണം. അല്ല, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിക്കണം. റണ്ണിങ് ആണോ? അപ്പൊ നമ്മൾ ഇതുപോലത്തെ ഡിസ്കഷൻസ് കൂടുതൽ നമ്മുടെ എന്താ പറയാ ബ്രോഡ്കാസ്റ്റ് ചാനലിൽ നമ്മൾ നടത്താറുണ്ട്. അപ്പോൾ പ്ലീസ് ജോയിൻ ദ ബ്രോഡ്കാസ്റ്റ് ചാനൽ. എല്ലാത്തിന്റെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഷെയർ ചെയ്യുക, നമ്മുടെ കണ്ടന്റ് കൂടുതൽ ഷെയർ ചെയ്യാം. അടുത്തത് ഇവരെ പ്രൊപ്പോസ് അവിടെ വരെ വന്നിട്ട് താടി എന്നിട്ട് അത് എങ്ങനെ പറഞ്ഞാൽ മതി. അപ്പൊ ശരി, ബൈ ബൈ. പോവോ ഇങ്ങനെ മൈക്കിലുണ്ട്.